يا سيد السادات جئتك قاصدا أرجو رضاك وأرضني برضاك والله يا خير الخلائق إن لي قلبا مشوفا لا يروم سواك وبحق جاهك إنني بك مغرم والله يعلم أنني أهواك أنت الذي لما توسل آدم من زلة بك فاز وهو أباك يا مالكي كن شافعي في فاقتي إني فقير في الورى لغناك تالله يا ضبيات ما منكن لي ليلى ولا سلمى كمال تن لي حاشا وربي لاعطناء بكن لي والله يا خير الخلائق إن لي قلبا مشوفا لا يروم سواك وعلمومة سيدنا محمد. ആദരണീയരായ ഉലമാക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, പ്രവാചക സ്നേഹികൾ, സഹോദരി സഹോദരന്മാർ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര കഥനം 6ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഇന്ന് അവിടുത്തെ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗം ഇനിയും അവശേഷിക്കുകയാണ്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന വ്യാമോഹത്തോടെയല്ല തുടങ്ങിയത്. ആ വ്യാമോഹം സാഹസയജ്ഞമായി ഏറ്റെടുത്താലും പൂർത്തിയാക്കാൻ കഴിയുകയല്ലെന്നത് തീർച്ചയാണ്. എന്നാലും നമുക്ക് കഴിയാവുന്ന അത്ര പറയാനുള്ള ശ്രമമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മുടെ ഭാവനയെ, നമ്മുടെ ഓർമ്മയെ, നമ്മുടെ അറിവിനെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ ആദർശത്തെ കൂടുതൽ അടുപ്പിക്കാനുള്ള ആഗ്രഹമാണ്, അതിനുള്ള പരിശ്രമമാണ്. അല്ലാഹു തആല നമുക്കത് സാധിപ്പിച്ചു തരട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തത്തിലേക്ക്, അള്ളാഹുവിന്റെ സന്തോഷത്തിലേക്ക് എത്തുന്ന അറിവും സ്നേഹവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുആ ചെയ്ത് പഠിപ്പിച്ചതുപോലെ, അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്താനത്തെക്കാൾ, കുടുംബത്തെക്കാൾ, മറ്റാരെക്കാളും ദാഹിച്ച് വലഞ്ഞ് വിഷമിക്കുന്ന ആൾക്ക് തണുത്ത വെള്ളത്തോടുണ്ടാകുന്ന ആർത്തിയെക്കാളും ഞങ്ങളുടെ മഹബത്ത് അള്ളാഹുവിനോട്, അവന്റെ ഹബീബായ റസൂലിനോട് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. അള്ളാഹു ആ ഒരു മഹബത്തിലേക്ക് നമ്മെ ഉയർത്താൻ സഹായകമായത് പറയാനും കേൾക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുണ്യമുഖം, രൂപ ലാവണ്യം, സൗന്ദര്യം, അവിടുത്തെ അവയവങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആവിഷ്കാരമാണ് ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് എത്തണമെങ്കിൽ അവിടുത്തെ പ്രായം 40 വരെ ഇന്നത്തെ യാത്രയിൽ, ഇന്നത്തെ സഞ്ചാരത്തിൽ കടന്നെത്തണം. വളരെ ചുരുക്കി മാത്രം പറഞ്ഞാലേ അവിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നറിയാം. അതുകൊണ്ട് എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം, എല്ലാവർക്കും അറിയുന്ന ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം സ്വാഭാവികമായോ മനഃപൂർവമോ വിട്ടുകളഞ്ഞാൽ സദസ്സിലുള്ള ആർക്കും തോന്നിപ്പോകും, അതെന്തേ ആ ഭാഗം പറയാതെ കഴിഞ്ഞു. ആ പറയാതെ വിട്ടുപോയതാണോ? ചിലത് മനഃപൂർവ്വം തന്നെ വിടേണ്ടി വരുന്നുണ്ട്, നമ്മുടെ സമയപരിമിതി മനസ്സിലാക്കി. അതുകൊണ്ട് ഇതാണ് റസൂലുള്ളാഹിയുടെ ജീവിതം എന്ന് ആരും മനസ്സിലാക്കരുത്. ഈ 10 ദിവസം കൊണ്ടോ ഇനി 100 ദിവസം കൊണ്ടോ ഒരാൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ വാഗ്വൈഭവവും സാമർത്ഥ്യവും പാണ്ഡിത്യവുമുള്ള ആളാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം, അവിടുത്തെ പ്രശംസ, അവിടുത്തെ ചരിത്രം പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്ത വിജ്ഞാന സാഗരമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏതെങ്കിലും ചെറിയ ഭാഗങ്ങളൊക്കെ മാത്രമേ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നുള്ളൂ എന്ന വിനയം ശ്രോതാക്കൾക്കും പറയുന്ന എനിക്കും ഉണ്ടാകണം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലം ഇന്നലെ നാം പറഞ്ഞു. അവിടുത്തെ പ്രായത്തിൽ 8 വയസ്സും 2 മാസവും 10 ദിവസവും കഴിഞ്ഞപ്പോൾ തന്റെ സംരക്ഷണം ഏറ്റെടുത്ത പ്രിയവത്സനായ
പിതാമഹൻ അബ്ദുൽ മുത്തലിബ് തന്നെ കരയിപ്പിച്ചുകൊണ്ട് തന്റെ പിതൃവ്യൻ അബൂ താലിബിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു വസിയ്യത്ത് ചെയ്ത് മൺമറഞ്ഞു പോയ കഥ ഇന്നലെ നാം പറഞ്ഞു. ഇനി ദീർഘകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംരക്ഷകനായി രക്ഷിതാവായി രംഗത്ത് വരുന്ന അവിടുത്തെ പിതൃവ്യൻ അബൂ താലിബ്, ആ അബൂ താലിബിനോട് ഒന്നിച്ചുള്ള ചെറുപ്പകാലഘട്ടം കഴിഞ്ഞു കടന്ന പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പറയുകയാണ്. അവിടുന്ന് അങ്ങോട്ട് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വലുതാകണം. അവിടത്തേക്ക് നുബുവത്ത് കിട്ടി. പ്രവാചകത്വത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ നിർണായകമായ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞുകൂടുമ്പോഴും അബൂ താലിബ് തന്നെയാണ് രക്ഷിതാവ്. അതുകൊണ്ട് അബൂ താലിബിന്റെ കൂടെയുള്ള കാലഘട്ടം എന്ന് പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8 വയസ്സിന് അങ്ങോട്ടുള്ള ജീവിതം ഞാൻ എന്നും പറയാറുള്ളത് പോലെ ആവർത്തിച്ചു പറയുന്നു, യാദൃശ്ചികമായ ഒരു ജീവിതമല്ല. അറേബ്യയിലെ സാധാരണ ഒരു കുട്ടി ജനിച്ചു വളർന്ന് വലുതാകുന്ന യാതൊരു ലക്ഷണവും തിരുനബിയുടെ ജീവിതത്തിൽ നാം കാണുന്നില്ല. ഓരോ സ്റ്റെപ്പിലും, ഓരോ വഴിയിലും, ഓരോ ഉദ്ഘാടനത്തിലും അള്ളാഹുവിന്റെ മേൽനോട്ടം മഹാനായ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അത് വളരെ വ്യക്തമായി കാണുന്നു. മഹ്ഫൂളായ മഅസൂമായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുത്തെ ചെറുപ്പ കാലഘട്ടത്തിലെ ചില ചിത്രങ്ങൾ നമുക്കറിയാൻ വേണ്ടി പറയട്ടെ. അബൂ താലിബിന്റെ അടുത്തേക്ക് എത്തിയതോടുകൂടി അബൂ താലിബിനറിയാം ഈ കുട്ടിയുടെ ഭാവിയെപ്പറ്റി. കാരണം വളർത്തുന്ന ഓരോരുത്തർക്കും സ്നേഹം വർദ്ധിക്കുവാനും പരിരക്ഷ ഉറപ്പുവരുത്താനും അല്ലാഹു തആല അവരുടെയൊക്കെ ചിന്തയിലേക്ക് ഈ കുട്ടിയുടെ നിയോഗ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വെളിപാട് കൊടുത്തിട്ടുണ്ട്. അത് സ്വപ്നത്തിലാകട്ടെ, മറ്റ് മതപണ്ഡിതന്മാരിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ കേട്ടുകൊണ്ടാകട്ടെ, അശരീരി മുഴക്കത്തിലൂടെ ആകട്ടെ, കുട്ടിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത മനസ്സിലാക്കിക്കൊണ്ടാകട്ടെ, ഏതെങ്കിലും ലക്ഷണം കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണത്വം അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് അവരെല്ലാവരും പോറ്റിയതും വളർത്തിയതും. ഇത് അള്ളാഹുവിന്റെ കാവലാണ്, സംരക്ഷണമാണ്. അബൂ താലിബിന്റെ അടുത്തേക്ക് എത്തി. തന്റെ പ്രിയപ്പെട്ട പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ കാലശേഷം എന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ട എന്റെ സഹോദരൻ അബ്ദുല്ലാഹിയുടെ പ്രിയപ്പെട്ട മകൻ, ആ സ്നേഹം തന്നെ വളരെ വലുതാണ്. പക്ഷേ അബ്ദുല്ലാഹി എന്ന സഹോദരന്റെ മകന് കൊടുക്കുന്ന ഒരു സ്ഥാനമല്ല അബൂ താലിബ് കൊടുക്കുന്നത്. ആ കുട്ടിയുടെ പെരുമാറ്റത്തിലെ ശാലീനതയും അസ്വാഭാവികമായ വ്യക്തിത്വവും അബൂ താലിബിനെ ആകർഷിപ്പിച്ചിരുന്നിരിക്കണം. ഇതാണ് ചരിത്രകാരന്മാരുടെ വ്യാഖ്യാനം. അതുകൊണ്ടാണ് തന്റെ മക്കൾക്ക് കൊടുക്കാത്ത പരിഗണന അബൂ താലിബ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞതുപോലെ അബൂ താലിബ് പൊതുവെ കാരണവരാണ്. അബ്ദുൽ മുത്തലിബിന് ശേഷം മക്ക രാജ്യത്തിന്റെ ആധിപത്യം ഏറ്റെടുത്തയാളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വളർന്നതിന് ശേഷം പൊളിഞ്ഞു പാപ്പറായ തറവാട്ടിലെ കാരണവരെ പോലെ സാമ്പത്തിക രംഗത്തും മറ്റും അത്രയും ഉന്നതമായ ഒരവസ്ഥ അബൂ താലിബിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാലും തനിക്കുള്ള സർവ്വ കഴിവും തന്റെ സഹോദര പുത്രനെ വളർത്താൻ അബൂ താലിബ് വിനിയോഗിച്ചു. അബൂ താലിബിന്റെ ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹപൂർവ്വം കൊണ്ടു നടക്കും. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആഹാരം കഴിക്കേണ്ട സമയമായാൽ ആഹാരം കൊണ്ടുവച്ച് അബൂ താലിബിന്റെ മക്കളൊക്കെ ഇരുന്നു. എന്നാലും സഹോദര പുത്രൻ പ്രിയപ്പെട്ട പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയില്ലെങ്കിൽ അബൂ താലിബ് പറയും, ആയിട്ടില്ല, കമാ അൻതും ഹത്താ യഹ്മുറ ബിനി, എന്റെ മോൻ വരുന്നത് വരെ അതുപോലെ തന്നെ ഇരിക്കി, ആരും ഭക്ഷണം തുടങ്ങരുത്. അതിന് 2 കാരണം ഉണ്ടായിരുന്നു. ഒന്ന്, തിരുനബിയോടുള്ള എന്തെന്നില്ലാത്ത വാത്സല്യം. 2, തിരുനബി ആഹാരത്തിന്റെ തളികയിൽ സുപ്രയിൽ ഇരുന്നാൽ അന്നത്തെ ആഹാരത്തിൽ വിഭവത്തിൽ കാണുന്ന എന്തെന്നില്ലാത്ത ബറക്കത്ത്. ആ ബറക്കത്തിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. റസൂലുള്ളാഹി ഫയഅതി റസൂലുള്ളാഹി ഫയഅകുലു മഅഹും, റസൂലുള്ളാഹിയും കൂടി വന്ന് ആഹാര തളികയിൽ ഇരുന്ന് അബൂ താലിബിന്റെ കൂടെ കഴിച്ചു. എന്നാൽ തിരുനബി ഇരിക്കുന്ന ഏത് സന്ദർഭത്തിലും ഫയഫ്ളുന മിൻ തഅമിഹിം, എന്തെന്നില്ലാത്ത ഒരു ബറക്കത്ത്, അവരുടെ ആഹാരം ബാക്കിയാവും. എപ്പോഴും അവരുടെ ആഹാരത്തിൽ എത്ര തന്നെ കഴിച്ചാലും തീരാത്ത ഒരു അംശം അതിൽ നിന്ന് ബാക്കിയാകും. വഇല്ലം യകുൻ മഅഹും ലം യശ്ബഉഹും, അല്ലാഹു കൊടുക്കുന്ന കാവലാണ്. ഇവർക്കൊക്കെ ഒരു സ്നേഹം അല്ലാഹു അവരുടെ കൽബിൽ ഇട്ടു കൊടുക്കുകയാണ്. തിരുനബി തങ്ങൾ അവരുടെ കൂടെ ആഹാരം കഴിക്കാൻ ഇല്ലെങ്കിൽ വയറ് നിറയാത്ത ഒരു പ്രതീതി, ഭക്ഷണം എല്ലാവർക്കും വിളമ്പി തികയാത്ത ഒരവസ്ഥ, ഇത് അവർക്ക് അനുഭവപ്പെടാറുണ്ടായിരുന്നു. പാല് എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കും. ഒരൊറ്റ പാത്രം
അതിൽ നിന്ന് ഓരോ മക്കളും കൈമാറി, അബൂതാലിബിന്റെ വിവിധ മക്കൾ കൈമാറി കുടിച്ചാലും ആദ്യം കുടിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഇൻ കാന ലബനൻ ശരിബ അവലഹു, നബി ആദ്യം കുടിച്ചാൽ ആ കുടിച്ച കപ്പ് തന്നെ കൈമാറി അവരവർക്ക് ഇഷ്ടമുള്ള അത്ര കുടിച്ചാലും ഒരു റൗണ്ട് പൂർത്തിയായി തിരിച്ചു വരുമ്പോഴും അതിലെ പാലിന് പ്രത്യേകമായ കുറവ് കാണുന്നില്ല. അപ്പോൾ അബൂതാലിബ് പറയും, യാ ബുനയ്യ ഇന്നക ലമുബാറക്, മോനെ ഇതെന്തൊരു ഐശ്വര്യമാണ്, നീ തൊടുന്ന പാത്രത്തിൽ പാല് വർധനവ് അനുഭവപ്പെടുന്നു, ബറക്കത്ത് അനുഭവപ്പെടുന്നു. യാ ബുനയ്യ ഇന്നക ലമുബാറക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഇരുന്നില്ലെങ്കിൽ ഈ ഒരു ഐശ്വര്യം അവർക്ക് അനുഭവപ്പെടാറില്ല. മറ്റൊരനുഭവം, അബൂതാലിബിന്റെ കൂടെ ഹബീബായ റസൂലുള്ളാഹി ആഹാരം കഴിക്കാനിരിക്കും. ബാക്കിയുള്ള കുട്ടികൾക്ക് സാധാരണഗതിയിലുള്ള മര്യാദകളൊന്നും ഉണ്ടാവുകയില്ല. അവരാകമാനം ഭക്ഷണം കിട്ടുന്നതൊക്കെ കടന്തി വാരി എടുത്തു തിന്നും. തിരുനബി അദബ് മര്യാദ പാലിച്ച് അച്ചടക്കമുള്ള പക്വതയുള്ള കുട്ടിയായി ആഹാരം കഴിച്ചു. അബൂതാലിബ് ഉടനെ ഇടപെട്ടുകൊണ്ട് ആഹാരത്തിലെ നല്ല വശം തന്റെ കൈകൊണ്ട് ചീന്തിയെടുത്ത് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വെച്ചു കൊടുക്കും. കാരണം ഈ ആഹാരം കലമ്പുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അച്ചടക്കമുള്ള കുട്ടിക്ക് വേണ്ടത്ര കിട്ടുകയില്ലേ എന്ന ആശങ്ക അബൂതാലിബ് നല്ല ഭക്ഷണം നബിയുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തതായി ചരിത്രത്തിൽ കാണാം. ചെറുപ്പകാലഘട്ടത്തിലെ മുഴുവൻ അവസ്ഥ അബൂതാലിബിന്റെ വീട്ടിൽ വളരുന്നു. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ മാതാവിനെ പോലെ പരിരക്ഷിക്കുന്നു. എന്നാൽ വകാന സുബിയാനു യുസ്ബിഹൂന റംസൻ ശുഅസൻ, ആ കാലഘട്ടത്തിലെ കുട്ടികളുടെ പൊതു സ്വഭാവം ഒരു ബതുക്കളുടെ സ്വഭാവത്തിൽ മുടി ചീകി വെക്കാതെ, വൃത്തിയാക്കാതെ, കുളിക്കാതെ, വസ്ത്രത്തിലും മറ്റും വൃത്തിയും ശുചിത്വവും പാലിക്കാതെയാണ് ആ കാലഘട്ടത്തിലെ ആ കുടുംബങ്ങളിലെ കുട്ടികൾ നടക്കാറ്. എന്നാൽ ആ ചെറിയ കാലം മുതൽ വയുസ്ബിഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഹീനൻ കഹീലൻ നളീഫൻ, എന്തെന്നില്ലാത്ത ഒരു പക്വത. ഇതൊന്നും അബൂതാലിബ് പഠിപ്പിച്ചതല്ല, ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല. തിരുനബി എപ്പോഴും എണ്ണ കൊടുക്കും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എണ്ണ കൊടുത്ത് മുടി ചീകി വെക്കും. അവരുടെ ഇടയിൽ പക്വതയുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. അങ്ങനെ മാത്രമേ തിരുനബിയെ കാണുമായിരുന്നുള്ളൂ. ഓരോ സംഭവങ്ങൾ ഉമ്മു ഐമൻ പറയുന്നു, വളരെ പെടുന്നനെ പോകേണ്ടതുണ്ട്. ഓരോ അക്ഷരവും നമുക്ക് സന്തോഷമുള്ളതാണ്. മുഅ്മിനുകൾക്ക് അവരുടെ നായകനെ കുറിച്ച്, അവരുടെ മനസ്സാകുന്ന കൊട്ടാരത്തിലെ സാമ്രാജ്യത്തിന്റെ രാജാവ്, നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ചക്രവർത്തി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വലാത്ത് നല്ലപോലെ ചൊല്ലുക. ആ പ്രിയപ്പെട്ട ജേതാവിനെ കുറിച്ചുള്ള ഓരോ അക്ഷരങ്ങളും നമുക്ക് സായുജ്യമാണ്, നമുക്ക് ആനന്ദമാണ്. ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മുടെ ഈമാനിനെ ഉയർത്തിത്തരട്ടെ. ഉമ്മു ഐമൻ ബീവി പറയുന്നു, ചെറുപ്പ കാലഘട്ടത്തിൽ ആ കുട്ടിയെ വളർത്തിയിട്ട് ഒരിക്കൽ പോലും ഒരു ചീത്ത അനുഭവം എനിക്കുണ്ടായിട്ടില്ല. മാ റഅയ്തു റസൂലല്ലാഹി ശക്കാ ജുഅൻ വലാ അത്ഷൻ, ഒരു ദാഹിക്കുന്നു, വിശക്കുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലെങ്കിലും എന്നെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ല. ലാഫി കിബരിഹി വലാഫി സിഗരിഹി, ചെറിയ പ്രായത്തിലുമില്ല, വലുതായതിനു ശേഷവുമില്ല. അത് മുഴുവൻ പറയാൻ ആധികാരികമായ അവകാശമുള്ളവരാണല്ലോ ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. വകാന യഗ്ദു ഇദാ അസ്ബഹ ഫയശ്റബു മിൻ മാഇ സംസം ശുർബത്തൻ, ചിലപ്പോൾ കാണാ ചെറിയ പ്രായത്തിലൊക്കെ വേഗം കഅബാലയത്തിന്റെ അടുത്ത് ചെന്ന് സംസമിന്റെ അടുത്ത് പോയി ഒന്ന് കുടിക്കും. സംസം കുറെ അങ്ങ് കുടിക്കും. പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരും. ഞങ്ങൾ വല്ല ആഹാരവും വെച്ച് നീട്ടിയാൽ പറയും, അന ഷഅബാൻ, എനിക്ക് വേണ്ട, എനിക്ക് വയറ് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ സംസമിന്റെ ബറക്കത്ത് ജീവിതത്തിൽ അനുഭവിച്ചയാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ അങ്ങനെ വളർന്നു വലുതായി. അവിടുത്തെ 8 വയസ്സ് മുതൽക്കാണല്ലോ അബൂതാലിബിന്റെ ശിക്ഷണം നാം നേരത്തെ പറഞ്ഞത്. ആ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും നിർണായകമായ, ചരിത്രകാരന്മാരെല്ലാവരും വിശദമായി വാചാലമായി അവതരിപ്പിച്ച ഒരു സംഭവം. 8 വയസ്സുകാരനായ ആ കുട്ടിക്ക് വരാനിരിക്കുന്ന നിയോഗത്തെക്കുറിച്ച് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം, അബൂതാലിബിന് മനസ്സിലാക്കിയ ഒരു സംഭവം. അതെന്താണ്? ഹബീബായ ത്വാഹ റസൂലുള്ളാഹി 9-10 വയസ്സ് സമയത്തായിരിക്കാം സംഭവിക്കുന്നത്. അബൂതാലിബിന്റെ രാജ്യത്ത് മക്ക പ്രദേശത്ത് മഴയില്ല, അതിശക്തമായ വരൾച്ച, വെള്ളമില്ലാതെ ആളുകൾ വിഷമിച്ചു, മഴ ലഭിക്കുന്നില്ല. ആ കാലഘട്ടത്തിലെ സാംസ്കാരിക സ്വഭാവം അനുസരിച്ച് മഴയില്ലെങ്കിൽ അവർക്ക് ചില വിചിത്രമായ പ്രാർത്ഥനാ രീതികളാണ് ഉണ്ടായിരുന്നത്. അതൊന്നും പറയാൻ സമയമില്ല. മഴയില്ലാതെ വിഷമിച്ചപ്പോഴും ആ കാലഘട്ടത്തിലെ ജനങ്ങൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. മഴ കിട്ടാൻ എന്താണ് മാർഗം? ഒരു കൂട്ടർ പറഞ്ഞു, എഴുത്തമിതോ അല്ലാത്ത വല്ലുഴ്ത,
ബിംബങ്ങളോട്, വിഗ്രഹങ്ങളോട്, പ്രതിഷ്ഠകളോട് നമുക്ക് പോയി പറയാം, അവര് മഴ തരട്ടെ എന്ന് ഒരു വിഭാഗം. മറ്റൊരു കൂട്ടർ പറഞ്ഞു നമുക്ക് മലമുകളിലേക്ക് കന്നുകാലികളെ കയറ്റിക്കൊണ്ടുപോകാം, അങ്ങനെ നാം ചെയ്യുന്ന പാരമ്പര്യ രീതി അനുസരിച്ച് മഴയ്ക്ക് വേണ്ടി അന്വേഷിക്കാം. ഒരു കൂട്ടർ പറഞ്ഞു നമുക്ക് കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് പ്രാർത്ഥിക്കാം. ആ കൂട്ടത്തിൽ ഫഖാല ശൈഖുൻ വസീമുൻ ഹസനൽ വജ്ഹി ജയ്യിദർ റഅയി, നല്ല അഭിപ്രായമുള്ള, നല്ല പക്വതയുള്ള ഒരു വൃദ്ധൻ അഭിപ്രായപ്പെട്ടു, അന്നാ തുഫകൂൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമ്മുടെ ഈ മക്ക പ്രദേശത്ത് മഴയില്ലാഞ്ഞിട്ട് നമ്മൾ അത്തരം മാർഗങ്ങളൊക്കെ ഇനി എന്തിനു സ്വീകരിക്കണം? യഥാർത്ഥത്തിൽ ഈ വയസ്സായ മനുഷ്യൻ ആരാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നില്ല. ആ വയസ്സനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നത്? വഫീകും ബഖിയ്യത്തു ഇബ്രാഹിം വസുലാലത്തു ഇസ്മായിൽ, ഇബ്രാഹിമിന്റെ ഇസ്മായിലിന്റെ താവഴിക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കെ നമ്മൾ എന്തിനാണ് വേറെ മാർഗം സ്വീകരിക്കുന്നത്? അവരവസാനം തീരുമാനത്തിലെത്തി, അതെ അബൂതാലിബിനോട് പറയുക എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതെ, അബൂതാലിബ് പരിഹാരമുണ്ടാക്കട്ടെ. കാരണം അബൂതാലിബാണല്ലോ ആ കാലഘട്ടത്തിലെ മക്കയുടെ കാരണവർ. ഇബ്രാഹിമിയ ഇസ്മായിലിയ താവഴിയുടെ ആ കാലഘട്ടത്തിലെ കാരണവരാണ്. അവരെല്ലാവരും കൂടി അതാ ചെല്ലുന്നു അബൂതാലിബിന്റെ അടുത്ത്. അബൂതാലിബിന്റെ അടുത്ത് ചെന്നിട്ട് വിഷയം അവതരിപ്പിച്ചു. മഴയില്ല, വരൾച്ചയാണ്, നാടാകെ വിഷമിച്ചിരിക്കുന്നു, കന്നുകാലികൾ കഷ്ടപ്പാടിലാണ്, മുലപ്പാല് പോലുമില്ലാത്ത അവസ്ഥ, പരിഹാരം വേണം, നാട്ടുകാരണവർ ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. അബൂതാലിബ് പെട്ടെന്ന് ചിന്തിച്ചു. തന്റെ ചെറുപ്പത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്റെ ബാപ്പ അബ്ദുൽ മുത്തലിബ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ സ്വീകരിച്ച ഒരു പ്രത്യേക രീതിയുണ്ട്. അത് ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നല്ലോ. അബ്ദുൽ മുത്തലിബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ തോളത്ത് വെച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന നടത്തി മഴ കിട്ടിയത്, അത് അബൂതാലിബിന്റെ മനസ്സിൽ അവിടെ കോറിയിട്ടിട്ടുണ്ട്. അതനുസരിച്ച് അതാ ചെയ്യുന്നു. സംഭവത്തിൽ പറയുന്നു, ഫഖറജ ഇലൈനാ റജുലുൻ ഹസനൽ വജ്ഹി, ആ മാന്യനായ അബൂതാലിബ് രംഗത്തേക്ക് വന്നു. അദ്ദേഹം ആദ്യം ചെയ്ത പണി എന്താണ്? തന്റെ വീട്ടിനകത്തേക്ക് ചെന്നുകൊണ്ട് തന്റെ ഓമന മകനെ, ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും സന്തോഷദായകമായ ആ മോനെ കൈപിടിച്ച് പുറത്തേക്ക് വരുന്നു. 10 വയസ്സോളം പ്രായമുണ്ടായിരിക്കും. ആ കുട്ടിയെ കൈപിടിച്ച് അബൂതാലിബ് പുറത്തേക്ക് വന്നു. വഹൗലഹു വൈലിമത്തുൻ, കൂടെ വേറെ കുറെ പയ്യന്മാർ, അബൂതാലിബിന്റെയും ബന്ധപ്പെട്ടവരുടെയും മക്കൾ. അബൂതാലിബ് നേരെ ചെല്ലുന്നത് കഅബാലയത്തിന്റെ മുറ്റത്തേക്കാണ്. എന്താ എന്നിട്ട് ചെയ്യുന്നത്? അബൂതാലിബ് കുട്ടിയെയും കൊണ്ടുവന്ന് ആ 8 വയസ്സ് 10 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബാലയത്തിന്റെ ചുമരിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചുഭാഗത്തെ കഅബത്തിനോട് അടുപ്പിച്ച് വെച്ചു വലിയുപ്പ അബൂതാലിബ്. എന്നിട്ട് വലാദൽ ഗുലാമു ബിസ്ബൈഹി, തന്റെ കൈകളെ ആകാശത്തേക്ക് ഉയർത്തുന്നു. കഅബാലയത്തിലേക്ക് കില്ല പിടിച്ച് ചുംബിക്കുന്നത് പോലെ നെഞ്ച് അമർത്തിപ്പിടിച്ച് 2 കൈകളെ ഉയർത്തുന്നു. അബൂതാലിബ് ഉൾപ്പെടെയുള്ള കാരണവന്മാരെ, നേതാക്കന്മാർ കഅബയുടെ പരിസരത്ത് മുറ്റത്ത് ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. ആ കുട്ടി 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു. മദീനയിലെ ഇപ്പോഴത്തെ പണ്ഡിതൻ അശേഖ് അബൂബക്കർ അൽ ജസായിരി പറയുകയാണ്, വലിസാനു ഹാലിഹി യഖൂൽ ഇസ്തിനാ റബ്ബനാ ഫഖദ് തവസ്സൽനാ ഇലൈക ബിഹാദൽ ഗുലാമിൽ മുബാറക്. വളരെ ശരിയാണത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ. ഈ ബറക്കത്ത് നിറഞ്ഞ ഈ കുട്ടിയെ മുന്നിലേക്ക് വെച്ച് ഇടയാളനാക്കി ഞങ്ങളിതാ ദുആരക്കുന്നു. റബ്ബേ, റബ്ബേ, ഞങ്ങൾക്ക് മഴ തരേണമേ. ഈ ദുആ അബൂതാലിബിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ 10ാമത്തെ വയസ്സിൽ കഅബാലയം ചുംബിച്ചുകൊണ്ട് കൈ ഉയർത്തി അറബികളെ മുഴുവൻ സാക്ഷി നിർത്തി ദുആ ചെയ്ത സംഭവം. ആ സമയത്ത് വമാ ഫിസ് സമാഇ ഖസ്അത്തുൻ, ആകാശാന്തരീക്ഷത്തിൽ ഒരു തരി വെള്ളം, ഒരു തുള്ളി കാർമേഘം ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ആ ദുആ സമാപിച്ചപ്പോഴേക്കതാ ഫഅഖബല സഹാബു മിൻഹാ ഹുനാ വഹാ ഹുനാ വഅഗ്ദൗദക വഅഗ്ദൗദക വൻഫജറ ലഹുൽ വാദി വഖ്സബൻ നാദി വൽ ബാദി. ചരിത്രം തുടരുന്നു. ആ ദുആ അങ്ങോട്ട് കഴിയേണ്ട താമസമതാ ആകാശ ലോകത്ത് കാർമേഘങ്ങളുടെ ഘോരമായ യാത്ര. കാർമേഘങ്ങൾ ഘനീഭവിച്ചു. മഴയോട് മഴ, നാടാകെ മഴ. കഅബാലയത്തിന്റെ പരിസരത്തുള്ള മുഴുവൻ ആളുകൾ വെള്ളമില്ലാതെ വിഷമിച്ച് മാസങ്ങൾ വിഷമിച്ചതിന് പരിസമാപ്തി. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ 8ാമത്തെ വയസ്സിലുള്ള ആ സംഭവം അതാ ഇതിന്റെ ബാക്കി സഹീഹുൽ ബുഖാരി പറയുന്നു. മഴയങ്ങോട്ട് പെയ്തപ്പോൾ അബൂതാലിബ് എന്ന മൂത്താപ്പ
മൂത്താപ്പ, ക്രെഡിറ്റ് മുഴുവൻ മൂത്താപ്പക്കാണല്ലോ കിട്ടുക. ഈ കുട്ടി ചെയ്യുന്ന ഈ പരിപാടി ആ സമയത്തതാ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട സഹോദര പുത്രനെ അഭിനന്ദിച്ചുകൊണ്ട് തന്റെ ഈ വെളുത്ത പൂർണ്ണചന്ദ്രന്റെ മുഖമുള്ള സൗന്ദര്യത്തിന്റെ പ്രതീകമായ ഈ മുത്തുമോനെ അഭിനന്ദിച്ചുകൊണ്ട് പാട്ടുപാടിയത് അബൂ ത്വാലിബിന്റെ സന്ദർഭം മനസ്സ് സന്തോഷിച്ചു. ആ കവിത ഇന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഓതാൻ സാധിക്കുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. 10 വയസ്സിലും 8 വയസ്സിലും ഒക്കെ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിന്റെ കാവലിലും സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ്. റസൂലുള്ളാഹി തങ്ങൾ എല്ലാവരെയും രക്ഷിച്ചിട്ടുണ്ട്. യലൂദു ബിഹിൽ ഹുല്ലാഖു മിൻ ആലി ഹാഷിമി വഹും ഇൻദഹു ഫീ നിഅമത്തിൻ വഫവാദിലി. ഈ ഹദീസ് രംഗത്തേക്ക് വരുന്നത് എപ്പോഴാണെന്നറിയോ? അതും കൂടി പറയുമ്പോ സംഗതി മനസ്സിലാവുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചെറിയ പ്രായത്തിൽ അബൂ ത്വാലിബിന്റെ മുമ്പിൽ നേതൃത്വം കൊടുത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴ ലഭിച്ചു. ആ സംഭവം അവിടെ ഇരിക്കട്ടെ. റസൂലുള്ള വളർന്നു വലുതായി, നബുവത്ത് ലഭിച്ചു, മദീനയിലെത്തി. മദീനയിൽ ഒരു സമയത്ത് വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായി. ബുഖാരിയിലേക്ക് നമ്മൾ ഈ ചരിത്രം കൊണ്ടുവെക്കണമെങ്കിൽ ഇതും കൂടി പറയണം. മദീന ഷരീഫിൽ ലോകത്തിന്റെ നായകനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ നിൽക്കുകയാണ്. മഴയില്ല, വെള്ളമില്ല, നാടാകെ വിഷമിച്ചു, അതിശക്തമായ വരൾച്ച. റസൂലുള്ളാഹി നേതാവായി അവർക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. വെള്ളമില്ലാത്ത വരൾച്ചയുടെ സമയമായപ്പോൾ ഒരു അറാബി ഇലാ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് കുട്ടിയുടെ അടുത്തേക്കല്ല, അള്ളാഹു ഉലകത്തിന്റെ രക്ഷകനായി അയച്ച റസൂലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് യാ റസൂലല്ലാഹ് ലഖദ് അതൈനാക വമാ ലനാ ബഈറുൻ യഇത് വലാ സബിയ്യു യഗിത്. ഓ പുന്നാര പ്രവാചകരെ, ഞങ്ങൾക്ക് വെള്ളമില്ലാതെ മഴയില്ലാതെ വിഷമിക്കുന്നു, ഞങ്ങളുടെ ഒട്ടകത്തിന് പുല്ലില്ല, അതുകൊണ്ട് പാലില്ല, അതുകൊണ്ട് കാഷ്ടമില്ല, ഞങ്ങളുടെ കുട്ടികൾക്ക് വെള്ളമില്ല, ഞങ്ങളുടെ ഉമ്മമാരുടെ മുലപ്പാല് പോലും വറ്റിപ്പോയിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഇത് നാം പഠിക്കുക. നമ്മുടെ നായകൻ മഴക്ക് മഴ, റഹ്മത്തിന് റഹ്മത്ത്, ദുനിയാവിന് ദുനിയാവ്, ആഖിറത്തിന് ആഖിറം, ഈ സമുദായത്തിന് നേരെ ചൊവ്വേ നേടിക്കൊടുത്ത നേതാവാൻ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റസൂലുള്ളാഹി ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ നായകനല്ല. ഹബീബ് മദീന ഷരീഫിലെ ഈ സാധുവായ ഒരു മനുഷ്യൻ വന്നിട്ട് മഴയില്ല നബിയെ, പരിഹാരം വേണം. എന്നിട്ട് ആ അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിന്റെ അനുഭാവം ഒന്നുകൂടി ലഭിക്കാൻ വേണ്ടി ഹൃദയവർദ്ധകമായ കവിത അതൈനാക വല്ലദറാഉ തുദ്മീലു ബാനഹ വഖദ് ശാഗലതും മുസ്സബിയ്യ അനിത്ത്ഫിലി ولا شيء مما يأكل الناس عندنا سوى الحنظل العاهي والعلهز الفصلي وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. സൃഷ്ടികളിൽ അത്യുധാരനായ പ്രവാചക പ്രഭോ, മഴയില്ലാതെ വെള്ളമില്ലാതെ ഞങ്ങൾ വിഷമിക്കുന്നു, ഉമ്മമാരുടെ മുലപ്പാലിൽ പാലില്ല, കുട്ടികളെ നോക്കാൻ കഴിയുന്നില്ല, നാട്ടിലുള്ള പച്ചച്ചെടികളെല്ലാം ഉണങ്ങിപ്പോയി, അരണ്ട് കിടക്കുന്ന ചില സാധനങ്ങളെ ഇനി ബാക്കിയുള്ളൂ, അതുകൊണ്ട് ഞങ്ങളിതാ തങ്ങളുടെ മുന്നിൽ വന്ന് ആവലാതി പറയുന്നു നബിയേ. ഇവിടെ വന്ന് പറയാനല്ലാതെ ഞങ്ങൾ എങ്ങോട്ട് പോയി പറയാനാണ് നബിയേ. വലൈസാലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇല റുസുലി. അല്ലാഹുവിന്റെ റസൂലായ പുന്നാര നബി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങളിതാ ഇവിടെ വന്ന് പറയുന്നു, ഞങ്ങൾക്ക് വേറെ എവിടെയും പോയി പറയാനില്ല. ഇതേ ദുആ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി മറയടക്കപ്പെട്ടതിന്റെ ശേഷം സഹാബാക്കൾ മദീനയിലെ റൗള ഷരീഫിൽ പോയി വീണ്ടും പറഞ്ഞതും മഴ പെയ്യിപ്പിച്ചതും ചരിത്രത്തിൽ ഇനിയും കാണാം. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങളോട് മഴ വേണം എന്ന ആവശ്യം പറഞ്ഞു. ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിലേക്ക് കയറുന്നു. മിമ്പറിലേക്ക് കയറി ഒരാമുഖം അള്ളാഹുവിനെ സ്തുതിച്ചു, വാഴ്ത്തി, പ്രശംസിച്ചു, കൈ ഉയർത്തി അല്ലാഹുമ്മസ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മസ്ഖിനാ ഗൈസൻ മുഗീസ. ഇതാണ് റസൂൽ.
ഈ ലോകത്തിന്റെ നിയന്ത്രണം നടത്തുന്ന അല്ലാഹു തആല അധികാരങ്ങളെ അല്ലാഹു തആലയുടെ ഇതിന് പ്രകാരം അവന്റെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അത് കാണിക്കാൻ അവർക്ക് കഴിയും. അമ്പിയാക്കൾ കാണിക്കുന്നതിന് മുഅ്ജിസത്ത് എന്ന് പറയും, ഔലിയാക്കൾ കാണിക്കുന്നതിന് കറാമത്ത് എന്ന് പറയും. റസൂലായ ആള് റസൂലാകുന്നതിന് മുൻപ് അഥവാ വെളിപ്പെടുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ചാൽ അതിന് ഇർഹാസാത്ത് എന്നാണ് പേര്. ചെറുപ്പത്തിൽ അബൂതാലിബിന്റെ മുമ്പെന്ന് മഴയ്ക്ക് വേണ്ടി ദ്വാരന്ന് മഴ കിട്ടി. ആ സംഭവത്തിന് കറാമത്തൊന്നും പറയില്ല, മുഅ്ജിസത്തൊന്നും പറയില്ല. അംബിയാ മുർസലുകളുടെ റിസാലത്ത് വെളിപ്പെടുന്നതിന് മുൻപ് കാണിക്കുന്ന ഇത്തരം അമാനുഷിക ഭാവസിദ്ധികൾക്ക് അൽ ഇർഹാസാത്ത് സിദ്ധികൾ ഏതാവട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയതാ പറയുന്നു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ, മഴ വേണം പഠിച്ചവനെ, നല്ല മഴ വേണം പഠിച്ചവനെ, നല്ല മഴ വേണം. ഒരൊറ്റ വാക്കാ. അപ്പോഴേക്കതാ ഫമസ്തതമ്മ ദുആ ഹത്താ ഇൽതഫത, അല്ലാഹുവിന്റെ റസൂൽ ദുആ കഴിഞ്ഞതോടുകൂടിയതാ ആകാശലോകം അവസ്ഥ മാറി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ള മിമ്പറിലേക്ക് കയറി ദുആർക്കണ സമയത്ത് ആ രാജ്യത്ത് എവിടെയും മഴയില്ല, ഒരു തുള്ളി വെള്ളം കിട്ടാൻ പോലും ഇല്ലാതെ വിഷമിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് ആകാശത്ത് മഴയുടെ ലക്ഷണമില്ല, കാർമേഘത്തിന്റെ യാതൊരു തുള്ളിയുമില്ല. ദുആ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കതാ മഴയോട് മഴ, മഴയോട് മഴ, മദീന പ്രദേശമാകെ മഴയിൽ കോരിത്തരിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു ചിരി, ആ ചിരി ചിരിക്കും, സന്തോഷമാണ്. അറാബി വന്നു, വേദന പറഞ്ഞു, കഷ്ടപ്പാട് പറഞ്ഞു, മിമ്പറിൽ കയറി ദുആ ചെയ്തു, അല്ലാഹു സാധിപ്പിച്ചു തന്നല്ലോ. റസൂലുള്ളാഹി തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയതാ, വളരെ റാഹത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ആ ആളുകളുടെ ഇടയിൽ കൂട്ടിനിന്നുകൊണ്ട് ചിരിച്ചു. എത്രത്തോളം ചിരിച്ചു? ഫളഹിക റസൂലുള്ളാഹി ഹത്താ ബദത് നവാജിദു, റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ റാഹത്തുള്ള അവസ്ഥ മഴങ്ങോട്ട് പെയ്താൽ, ഇപ്പോഴും മഴയില്ലാത്ത സീസണിൽ മഴ പെയ്താല് അറബികൾ ചിരിക്കുന്നതും കളിക്കുന്നതും വലിയ സന്തോഷ. ഇപ്പോഴും കാണാം അറേബ്യയിൽ അങ്ങനെ. നമ്മളെ മാതിരി മഴ കൊണ്ട് ബുദ്ധിമുട്ടാത്ത ഒരു സമൂഹമാണ് അവര്. മഴ പെയ്താല് വണ്ടിന്നൊക്കെ ഇറങ്ങിയിട്ട് മഴ അങ്ങനെ കൊള്ളു അറബികൾ. എന്നാൽ അന്നത്തെ ആ അവസ്ഥയിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരു സെക്കൻഡ് വെച്ച് ദുആർന്ന് അല്ലാഹു തആലാന്റെ കൊണ്ട് അപേക്ഷിച്ച് വെള്ളം വാങ്ങിക്കൊടുത്തു, മഴ കൊടുത്തു. എന്തൊരു സന്തോഷം! റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചു, അവിടുത്തെ അണപ്പല്ലുകൾ പ്രത്യക്ഷപ്പെടുന്നത് വരെ ചിരിച്ചു. അത്രയും സന്തോഷം. ആ സമയത്ത് റസൂലുള്ള സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ലില്ലാഹി ദുർറു അബീ ത്വാലിബിൻ ലൗ കാന ഹയ്യൻ ലഖറത്ത് ഐനാ. അബൂ ത്വാലിബ് വല്ലാത്ത മനുഷ്യൻ. അബൂ ത്വാലിബ് ആ കാലഘട്ടത്തിൽ ഒരു പാട്ട് പാടിയിരുന്നല്ലോ. അബൂ താലിബ് എങ്ങാനും ഇന്ന് ഇവിടെ ഹയാത്തുണ്ടായിരുന്നെങ്കിൽ ലഖറത്ത് ഐനാ, അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ ആ ചെറുപ്പകാലഘട്ടത്തിൽ ഉണ്ടായ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള വീണ്ടും പറഞ്ഞു, മനില്ലദീ യുൻഷിദുനാ ശഅറ, അന്ന് എന്റെ ചെറുപ്പകാലത്ത് മഴയ്ക്ക് വേണ്ടി ദ്വാരന്ന് മഴ പെയ്തപ്പോ അബൂ താലിബ് ഒരു പാട്ട് പാടിയിരുന്നു, ഒരു കവിത ആലപിച്ചിരുന്നു. ആർക്കാണ് ആ പാട്ട് കാണാതെ അറിയുക? ആരാണ് ആ കവിത ഇവിടെ ഒന്ന് പാടുക എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ ബാപ്പാന്റെ മോൻ എഴുന്നേറ്റ് നിന്നു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് കാന്നക അറത്ത ഖൗലഹു, എന്റെ പ്രിയപ്പെട്ട ബാപ്പ അബൂ താലിബ് പുന്നാര നബി ചെറുപ്പത്തിൽ മഴയ്ക്ക് വേണ്ടി തങ്ങളെ വെച്ചിട്ട് ദ്വാരന്നപ്പോ മഴ കിട്ടി. അപ്പോൾ എന്റെ ബാപ്പ പറഞ്ഞൊരു ബെയ്ത്തുണ്ട്, ആ ബെയ്ത്താണോ ഹബീബേ അവിടുന്ന് ഉദ്ദേശിക്കുന്നത്? ഏത് ബെയ്ത്ത്? അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ അതാ പാടുന്നു. അന്ന് അബൂ താലിബ് പാടിയ പാട്ട്, വഅബിയാല യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽ അറാമിലി. ഈ സംഭവം ഉദ്ധരിച്ചതിന്റെ ഭാഗമായി സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഈ വെളുത്ത ലാവണ്യമുള്ള മുഖമുള്ള കുട്ടി, ആ കുട്ടിയെ പറ്റി പിന്നെയും പറയുകയാണ്, യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി, ഈ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദ്വാരന്നാൽ മഴ ലഭിക്കുന്നതാണ്. കുട്ടിയെ പറ്റി അബൂ താലിബ് എന്ന് പറഞ്ഞ പാട്ടാണ്. സിമാലുൽ യതാമ, അനാഥകളായ മുഴുവൻ ആളുകൾക്കും സംരക്ഷകനാണ്. ഇസ്മത്തുൽ ലിൽ അറാമിലി, വിധവകളായ മുഴുവൻ സമൂഹത്തിനും സംരക്ഷകനാണ് എന്റെ ഈ മോൻ. ആ മോനെ പറ്റി അന്ന് പാട്ട് പാടിയതാ, ഹാഷിമി കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അഭയകേന്ദ്രമാണ് ഈ കുട്ടി. എന്നിട്ട് അദ്ദേഹം പിന്നെയും പറഞ്ഞു, കദിബ്തും വബൈതുല്ലാഹി നബ്സി മുഹമ്മദ വലമ്മാ നുഖാതിൽ ദൂനഹു വനുനാദിലു.
എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബ് അപ്പോൾ പാടിയ പാട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വീണ്ടും പാടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലൂടെ ഒരു ഭാഗത്ത് സ്ഥിരീകരിക്കപ്പെട്ട, മറ്റ് ഇസ്ലാമിന്റെ ചരിത്ര കിതാബുകളിൽ മുഴുവൻ സ്ഥിരീകരിച്ച വഹാബി ആചാര്യനായ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മുതൽ ഇന്നത്തെ പണ്ഡിതനായ ഷേഖ് അബൂബക്കറുൽ ജസായിരി വരെ ഉദ്ധരിച്ച 10, 11, 9 ചെറിയ പ്രായം അബൂ താലിബിന്റെ കൂടെയുള്ള കാലത്ത് തന്നെ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ദുആർന്നിട്ട് മഴ കിട്ടിയ സംഭവവും ആ സംഭവത്തെ ആളുകൾ അംഗീകരിച്ച് ഹബീബായ തിരുനബിയെ പറ്റി മദ്ഹ് പാട്ട് പാടിയ സംഭവവും നമ്മൾ കാണുന്നുവെങ്കിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങൾക്ക് എവിടെയാണ് അറ്റം? അവിടുത്തെ ചെറുപ്പകാലഘട്ടത്തിൽ കാണുന്ന ഓരോ അവസ്ഥകൾ, ഇനിയും ഓരോന്ന് വിശ്വസിക്കാൻ ചിലർക്ക് പ്രയാസം. നമ്മളിതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ്. ആദ്യം കേൾക്കുമ്പോൾ ചെറിയൊരു പുതുമ തോന്നും. നോക്ക് മറ്റൊരു സംഭവം, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ചെറുപ്പകാലഘട്ടത്തിലുള്ള മറ്റൊരു അനുഭവം എല്ലാ ചരിത്രത്തിലും കാണാം. ഞാൻ എപ്പോഴും കൊണ്ടുനടക്കും. അബൂ താലിബ് പറയുകയാണ്, ഇന്നി വമംതുഹു ഇലയ്യ ഫകുൻതു ലാ ഉഫാരിഖുഹു സഅതൻ മിൻ ലൈലിൻ വലാ നഹാർ. രാവും പകലും ഒക്കെ എന്റെ മോൻ എന്റെ കൂടെ. കാരണം എനിക്കറിയാം കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായി പോകുമോന്ന്. അബ്ദുൽ മുത്തലിബ് നേരത്തെ വസിയത്ത് ചെയ്തതും മറ്റെല്ലാ അത്ഭുതം അറിയാലോ. രാവും പകലും ഇല്ലാതെ ഞാൻ കൂടെ തന്നെ കൊണ്ടു നടക്കാറുള്ളത്. എന്നാൽ ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോ ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ എപ്പോഴും ഔറത്ത് മറക്കുക, തുണി ഉടുക്കുക എന്നൊന്നും പറഞ്ഞതൊരു സംഗതിയേ അല്ല. അത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം തോന്നുക. കഅബാലയം തവാഫ് ചെയ്യുന്നവർ പോലും വലിയൊരു വിഭാഗം നഗ്നരായിരുന്നു. തുണിയും ബനിയനും ഒക്കെ കഴിച്ചിട്ട് ആ കഅബാലയത്തിന്റെ ചുറ്റും വലിയ വലിയ മനുഷ്യന്മാരിങ്ങനെ കറങ്ങല്. അപ്പൊ ആ കാലഘട്ടത്തിലെ സംഭവമായി പറയണത്, കിടക്കാൻ നേരത്തൊക്കെ വസ്ത്രത്തോടു കൂടി ഉറങ്ങേണ്ട ഒരു ആവശ്യമില്ല. കാരണം പോയും വന്നും കൊണ്ടിരിക്കുന്ന കറണ്ട് ഒന്നും ഇല്ലാത്ത കാലാണല്ലോ. ഉറങ്ങുമ്പോ എന്തിനാ വെറുതെ തുണി എടുത്തിട്ട് ആ തുണിന്റെ ചെലവ്. പണ്ട് ബഹീലിന്റെ വീട്ടിക്ക് ബഹീൽ തരം പഠിപ്പിക്കാൻ പോയ കഥ കേട്ടിക്കണം. എന്തിന്? ഉറങ്ങാൻ നേരത്ത് വർത്താനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ബഹീല് മറ്റോനോട് പറഞ്ഞത്രേ, ഇത് ക്ലാസ്സിന് പോയതാ, നമ്മൾ ഏതായാലും ഇരുട്ടത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അപ്പൊ നമ്മൾ പരസ്പരം മുഖം കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഈ വിളക്കണ്ട് കെടുത്തിക്കളാം, എന്നാ വിളക്കിന്റെ മണ്ണെണ്ണ ലാഭിക്കാലോ. ഒരു ബഹീല് മറ്റേ ബഹീലിന് ക്ലാസ് എടുത്തു കൊടുക്കുക. അങ്ങനെ വിളക്ക് ഊതിയിട്ട് ഓരിങ്ങനെ ഇരുട്ടത്ത് വർത്താനം പറഞ്ഞു എന്നാണ് കഥ. ഇരുട്ടത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വിളക്കിന്റെ ആവശ്യം ഉണ്ടായി. അപ്പോഴേ ഉസ്താദ് ബഹീല് പറഞ്ഞു, ആ എന്നാ വിളക്ക് കത്തിക്കുക. കത്തിക്കല്ലേ? ശിഷ്യൻ പറയാ, കത്തിക്കല്ലേ. എന്തേ? ഞാൻ തുണി എടുത്തു കൊടുത്താട്ടെ. അതെന്തേ? അല്ലെ, നമ്മൾ ഇരുട്ടത്ത് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ വെറുതെ തുണി എടുത്തിട്ട് തുണി വിടക്കാക്കണ്ട, ഞാൻ തുണി കഴിച്ച് അയലമ്പരിട്ടതാണ്. അപ്പോഴാണ് ഉസ്താദ് ശിഷ്യനും ശിഷ്യൻ ഉസ്താദും ആയത്. അപ്പൊ ഇരുട്ടത്ത് ബഹീലന്മാരെ കഥയിൽ തുണി ഉടുക്കാതെ നടന്ന കഥ ഉണ്ടെങ്കിൽ, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ വെളിച്ചത്ത് തന്നെ തുണി ഉടുക്കാത്ത കൗമ, ആ കൗമിന്റെ കഥയാ അബൂ താലിബ് പറയുന്നു. മോൻ തുണി അയച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഞാൻ കാണാറില്ല. വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നിരിക്കാം. കുറച്ച് പ്രായവും തന്റെ ഇടവും തമ്മീസും എത്തിയതിനു ശേഷമുള്ള അവസ്ഥയെ പറയണത്. തുണി കഴിച്ചു വെക്കാറില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, എന്റെ കൂടെ മോനെ, ഞങ്ങൾ ഒരു കെട്ടുമര കിടക്കുക, അങ്ങനെ മോനെ തുണി അയച്ചു വെച്ചൂടെ? ഉറക്കത്തിൽ എന്തിനാ തുണിന്റെ ആവശ്യം? ഞാൻ എന്റെ മോനോട് തുണി അയച്ചു വെക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആ കുട്ടിയുടെ അവസ്ഥ, അത് പറഞ്ഞപ്പോ കുട്ടിക്ക് വല്ലാത്ത വിമ്മിഷ്ടം. ഒന്ന്, ഉപ്പായുടെ കൽപ്പനയാണ്, അനുസരിക്കണം. 2, അനുസരിക്കാൻ പറ്റാത്ത ഒരു കാര്യാ പറയണത്. തുണി ഉടുക്കാതെ കിടന്നുറങ്ങാൻ മനസ്സ് സമ്മതമില്ലാത്ത ആ ബാലൻ, വിശുദ്ധനായ കുട്ടിക്ക് രണ്ടിന്റെയും രൂപത്തിൽ വിഷമിച്ചു. ബാപ്പാനെ അനുസരിക്കണോ അതല്ല എതിർക്കണോ? ഒരു വിഷമം ഞാൻ മുഖത്ത് മനസ്സിലാക്കി. എന്നാലും എന്റെ മോൻ എന്നോട് എതിർക്കാനൊരു വിഷമം പ്രകടിപ്പിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ ഉപ്പ നമ്മള് കിടക്കുക. വിളക്കൊക്കെ ഊതിയിട്ട് പറഞ്ഞു, യാ അമ്മാഹ് യുസ്രിഫ് ബിവജ്ഹിക അന്നി, ഞാൻ അയച്ചു വെക്കണമെങ്കിൽ ബാപ്പ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണം. ബാപ്പ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നാ പിന്നെ എന്നെ കാണൂലല്ലോ. ഞാൻ എന്റെ ഡ്രസ്സ് അയക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോഴേക്ക് എനിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നി. എന്റെ ശരീരത്തിലേക്ക്, നഗ്നഭാഗത്തിലേക്ക് മറ്റൊരാളും നോക്കുന്നത് ശരിയല്ല എന്ന തന്റെ ഇടം ഈ കുട്ടിക്കുണ്ടായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു ഹദീസിൽ കാണാം, മിൻ കറാമതി അലയ്യ, അല്ലാഹു തആല എനിക്ക് ചെയ്ത ബഹുമാനങ്ങളിൽപ്പെട്ട ഒന്നാണ്, ലം യുറ അഹദുൻ സൗഅതി, എന്റെ നഗ്നഭാഗങ്ങൾ ഒരൊറ്റ മനുഷ്യനും കണ്ടിട്ടില്ല.
ചെറുപ്പകാലഘട്ടത്തിൽ ശൈശവഘട്ടത്തിൽ കാണേണ്ടവർ കണ്ടിരിക്കാം. തമീസ് എത്തിയതിന് ശേഷം ഒരൊറ്റ കുട്ടിയും എന്റെ ഔറത്ത് കണ്ടിട്ടില്ല. ഇത് അള്ളാഹു എനിക്ക് ചെയ്ത വലിയ നിഅമത്താണ്. ഈ ഹദീസ് ചർച്ച ചെയ്തുകൊണ്ട് അവിടുത്തെ കുടുംബ ജീവിതത്തിലെ ലൈംഗിക ജീവിതത്തെ കുറിച്ചൊക്കെ ചർച്ചയുണ്ട്. അവിടെയൊക്കെ ആകാവുന്നതാകാം, അതിനൊന്നും ഈ ഹദീസ് വിരുദ്ധമല്ല. അബൂ ത്വാലിബ് പറയുന്നു, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം, എന്നാ ഞാൻ നോക്കാം. അങ്ങനെ എന്റെ മോൻ എന്റെ അടുത്ത് കിടന്നു. എനിക്ക് അത്ഭുതമായി. മോൻ തുണി അഴിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ കിടന്നു. ഞാൻ ഇങ്ങോട്ട് മറിഞ്ഞാണ് കിടക്കുന്നത്. പതുക്കെ ഞാൻ എന്റെ മകനെ തപ്പി നോക്കിയപ്പോൾ ഇദാ ബൈനി വബൈനഹു സൗബുൻ വല്ലാഹി മാ അദ്ഖൽതുഹു ഫിറാശി ഫഇദാ ഹുവ ഫീ ഗായത്തിൽ ലീൻ വതയ്യിബിർ റായിഹ കഅന്നഹു ഗുമിസ ഫിൽ മിസ്കി. കുട്ടി വസ്ത്രമില്ലാതെയാണ് എന്റെ മുമ്പിൽ കിടക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഞാൻ തൊട്ടു നോക്കിയപ്പോ മിനുമിനുത്ത ഒരു വസ്ത്രം, എന്തെന്നില്ലാത്ത മൃദുലത തോന്നിയ ഒരു പട്ടുവസ്ത്രത്തിന്റെ പ്രതീതിയുള്ള ഒരു വസ്ത്രം കുട്ടിയുടെ ശരീരത്തിലുള്ളതായി എനിക്ക് തോന്നി. തന്നെയുമല്ല, എന്തെന്നില്ലാത്ത സുഗന്ധം, മിസ്കിൽ മുക്കിയ വസ്ത്രം മണക്കുന്നത് പോലെ കസ്തൂരി മണം എന്റെ റൂമിൽ വ്യാപിച്ചു. ആ സമയത്ത് എന്താണിത് സംഗതി എന്ന് കാണാൻ ഞാൻ അന്വേഷിച്ചെങ്കിലും എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചെറുപ്പത്തിൽ പോലും കാണിച്ച സംഭവങ്ങൾ. പലപ്പോഴും രാത്രി ഉറങ്ങാൻ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കിടക്കും. കുറെ കഴിഞ്ഞ് പാതിരക്ക് തപ്പി നോക്കിയാൽ കുട്ടിനെ കാണൂല. ചെറുപ്പത്തിൽ അങ്ങനെ അനുഭവമുണ്ട്. ഇതൊക്കെ ബാല്യകാലത്താണ്, യൗവനകാല കൗമാരപ്രായത്തിലാണ്. തെരഞ്ഞു നോക്കിയാൽ കുട്ടിനെ കാണൂല. അപ്പോഴേക്ക് ഞാൻ ബേജാറായി. പാതിര നേരത്ത് വേഗം ഓടി നോക്കൂ. ലിയതുലബഹു, മകൻ എങ്ങനെ തെരിയും, വിളിക്കുമ്പോഴേക്ക് അപ്പുറത്തുനിന്ന് പറയും, ഹാനയാ അമ്മി, ഹാനയാ അമ്മി, ഞമ്മടെ ഉണ്ട് ഉപ്പ, ഞമ്മടെ ഉണ്ട്, നിങ്ങൾ കിടക്കുന്ന കട്ടിൽമെന്ന്. എന്താ സംഭവം? ആ പീരീഡിൽ ബാല്യകാലത്തും യൗവനകാലത്തും കൗമാരകാലത്തുമൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് പാതിരാ നേരങ്ങളിൽ ചില പ്രാർത്ഥനാ സമയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം. ഞാനിവിടെ ഉണ്ടുപ്പ എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനമാകും. എനിക്ക് തീരെ മനസ്സിലാകാത്ത, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില വാക്കുകൾ, ചില മന്ത്രങ്ങൾ, ചില ദിക്റുകൾ എന്റെ മകൻ ചൊല്ലുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അബൂ ത്വാലിബ് വീണ്ടും പറയുകയാണ്, ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ബിസ്മി ഒന്നും ചെല്ലലില്ല. എന്ത് ബിസ്മി? ജാഹിലിയ കാലഘട്ടത്തിലെ വിഗ്രഹ പ്രതിഷ്ഠകളിൽ കഴിഞ്ഞുകൂടുന്ന ബഹുദൈവ ആരാധക സമൂഹത്തിലെ ഒരു കാക്കായ അബൂ ത്വാലിബ്, അയാളാണ് പറയുന്നത്, ഞങ്ങൾക്ക് ബിസ്മി എന്ന പരിപാടിയൊന്നുമില്ല. എന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മോൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിൽ അഹദ്, ബിസ്മില്ലാഹിൽ അഹദ് എന്ന് ദിക്ർ ചൊല്ലാറുണ്ട്. ആഹാരം കഴിച്ചാൽ അൽഹംദുലില്ലാ. എനിക്ക് അപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്, എന്താണ് എന്റെ മോന്റെ ഈ അവസ്ഥ എന്ന്. മാത്രമല്ല, ഒരിക്കൽ പോലും എന്റെ മകൻ ഒരു കളവ് പറഞ്ഞത് എനിക്ക് അറിയില്ല. ഒരിക്കൽ പോലും അശ്ലീല രൂപത്തിലുള്ള സംസാരം ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും ആഭാസകരമായി ചിരിക്കുന്നതോ ജാഹിലിയ സ്വഭാവത്തിന്റെ അവശിഷ്ടമോ എന്റെ മകന്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളുടെ കൂടെ ആഭാസകരമായ കളി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വിശുദ്ധരിൽ വിശുദ്ധനായി സ്വഭാവശാലീനതയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വലുതാകുന്നു. ഇനി ആ ഭാഗം വല്ലാതെ പറഞ്ഞാൽ പറ്റൂല. വയസ്സ് 12, 2 മാസം 10 ദിവസം. വ്യക്തമായ കാലഘട്ടമാണ്. ക്രിസ്താബ്ദം 582 അബൂ ത്വാലിബിന്റെ കൂടെ വളരുന്ന ആ പ്രായം. 12 വയസ്സ് കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾക്ക് പ്രായത്തിലധികം വളർച്ചയുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഹലീമ ബീവി പറഞ്ഞിട്ടുണ്ട്, 2 വയസ്സിൽ തന്നെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു 4 വയസ്സിന്റെ വളർച്ച തോന്നിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബറക്കത്ത്, അത്രേ അതിനർത്ഥം വെക്കേണ്ടതുള്ളൂ. ഹബീബായ റസൂലുള്ളാഹിക്ക് 12 വയസ്സായി. ആ സമയത്ത് ഞാൻ ഒരു കച്ചവട യാത്രക്കൊരുങ്ങി. പ്രസിദ്ധമായ യാത്ര. അത് പക്ഷെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയേ പറയുന്നുള്ളൂ. പറയാതിരുന്നാൽ എന്തേ അത് പറയാതെ പോയി എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 12ാമത്തെ വയസ്സിൽ തന്റെ പ്രസിദ്ധമായ യാത്ര പ്രൊഫസർ വില്യം മൂർ, പ്രൊഫസർ നിക്കൽസൺ, എല്ലാ ചരിത്രകാരന്മാരും ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് പറയുന്നതൊക്കെ ശരിയാണോ? ആ കാലഘട്ടത്തിൽ ഷാമിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവിടെ കണ്ടു എന്ന് പറയുന്ന പുരോഹിതൻ ആ കാലഘട്ടത്തിൽ അവിടെ ക്ഷേത്രത്തിൽ ചർച്ചിൽ ഉണ്ടായിരുന്ന ആളാണോ എന്നെല്ലാം പഠിച്ചിട്ട് ഈ സംഭവത്തെ അംഗീകരിക്കുന്ന രൂപത്തിലാണ് ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രത്തെ ചീത്തയാക്കണമെന്ന് കരുതിയ ചില എതിരാളികൾ വിലങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ 12ാം വയസ്സിലുള്ള ഷാമിലേക്കുള്ള യാത്ര വളരെ പ്രസിദ്ധമാണ്. ഏതാവട്ടെ ചുരുക്കി പറയാ, അബൂ ത്വാലിബ് കച്ചവടത്തിന് പോവുകയാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട്, ബന്ധപ്പെട്ട ആളുകൾ. ഖുർആൻ പറയുന്നുണ്ടല്ലോ,
ആ യാത്രയെപ്പറ്റി. ഖുറൈശികളുടെ കച്ചവട യാത്ര. അങ്ങനെ ബാപ്പ പോകാൻ നേരത്ത് മൂത്താപ്പ യാത്രക്കൊക്കെ ഒരുങ്ങിയപ്പോ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുപോകുന്ന ലക്ഷണമില്ല. 12 വയസ്സുള്ള കുട്ടിയെ കച്ചവടത്തിന് കൊണ്ടുപോയാൽ വലിയ വിഷമല്ലേ? അതിന് മാത്രം വലിപ്പമായിട്ടില്ലല്ലോ. തന്റെ ഇടവും പക്വതയൊക്കെ ഉണ്ടെങ്കിലും അതുമല്ല ഒരു വിദൂര വിദേശ യാത്രക്ക് കൊണ്ടുപോകുന്നത് പ്രശ്നമാകുമെന്ന് കരുതി വേണ്ടാന്ന് വെച്ചു. പക്ഷേ കുട്ടിക്ക് പോകണം. കുട്ടിക്ക് എന്തെന്നില്ലാത്ത ഒരവസ്ഥ. മൂത്താപ്പ പോകാനൊക്കെ ഒരുങ്ങി. ആ സമയത്ത് എന്റെ അടുത്തേക്ക് വരുന്നു കുട്ടി. മഹാനായ റസൂലുള്ളാഹി വന്നുകൊണ്ട് പറയുന്നു, ഐ അമ്മി ഇലാ മൻ തുഖ്ലിഫുനി ഹാഹുന. ആരുടെ അടുത്താണ് ഉപ്പ എന്നെ നിങ്ങൾ വിട്ടേച്ചു പോകുന്നത്? മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, എനിക്ക് ഉമ്മയും ഇല്ല ഉപ്പയും ഇല്ല. നിങ്ങൾ ആരെ വെച്ചാ എന്നെ കൊണ്ടുപോകാതെ പോകുന്നത്? ഫറഖ ഖൽബി. എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി. ആ കുട്ടിയെ വിട്ടേച്ചു പോകാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, എന്നാ നീയും പോര്. അങ്ങനെ വസ്ത്രം മാറ്റി പോകാനുള്ള ഒരുക്കങ്ങളായി. ഷാമിലേക്കുള്ള ആദ്യത്തെ വിദേശയാത്ര. ഇന്നത്തെ ജോർദാൻ, സിറിയ, ആ ഭാഗങ്ങൾക്കാണ് ഷാം എന്ന് പറയുന്നത്. മക്കായിൽ നിന്ന് കഅബാലയത്തിന്റെ മക്കത്തുനിന്ന് വളരെ ദിവസങ്ങളും മാസങ്ങളും സഞ്ചരിച്ചാലേ എത്തുകയുള്ളൂ. ആ കാലഘട്ടത്തിൽ യഹൂദികളുടെയും നസ്രാനികളുടെയും താവളമാണ്, കേന്ദ്രമാണ് ഷാം. അവിടത്തേക്കാണ് കച്ചവട യാത്ര. പോകുന്ന സന്ദർഭത്തിൽ 2 ഇടങ്ങളിൽ വെച്ച് അത്ഭുതമുണ്ടായിട്ടുണ്ട്. മൂന്നാമത്തേതാണ് മദ്രസ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മളൊക്കെ വായിച്ചത്. മദ്രസയിലെ പാഠപുസ്തകത്തിൽ പറഞ്ഞ അങ്ങനത്തെ ചില കാര്യങ്ങളെ നമുക്ക് ഓർമ്മയുള്ളൂ. അതിലപ്പുറം നമുക്ക് കേൾക്കാനുള്ള സന്ദർഭം ഉണ്ടാവാറില്ല. യഥാർത്ഥത്തിൽ പോകുന്ന വഴിക്ക് 2 സ്ഥലത്ത് നിന്ന് പുരോഹിതന്മാരായ ആളുകൾ പരിശോധിച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ 12ാമത്തെ വയസ്സിൽ വ്യക്തിത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ സ്ഥലമാണ് ബുസ്ര പട്ടണത്തിലെത്തിയത്. ബുസ്ര പട്ടണത്തിൽ പ്രത്യേകമായ ഒരു താവളത്തിലെത്തി. അവര് വിശ്രമിക്കാൻ നിന്നു. അവിടെ ഉണ്ടായിരുന്ന ബഹീറ എന്ന് പറഞ്ഞ ആളെ പേരല്ല, അതിന്റെ അർത്ഥം ഏകദേശം മാർപ്പാപ്പ എന്നോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ഡിഗ്രിന്റെ പേരെന്തെന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ, പാതിരി, അങ്ങനെ പോയിട്ട് പല മർത്തബി ഉണ്ടാവും. കാളി, മേൽക്കാളി, സംയുക്ത കാളി, മുഅദ്ദിന്, മുഖ്രി, അങ്ങനെ അങ്ങോട്ട് ഇമാമ്, മുത്തല്ലിമ്, മൊയ്ലിയാര്, തങ്ങള്, പലതും ഉണ്ടാവും. ഏതായാലും ആ കൂട്ടത്തിലെ വലിയ സ്റ്റെപ്പാണ് ബഹീറ. അൽ മുൻതഖബ് എന്നാണ് അതിന്റെ അർത്ഥം, തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ. അങ്ങനെയുള്ള ഒരു വലിയ പണ്ഡിതന്റെ മുൻപിൽ എത്തിപ്പെടുന്ന രംഗം വിശദമായി പറയുന്നുണ്ട്. നിങ്ങളൊക്കെ കേട്ടതായതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. നമുക്ക് ആ ഭാഗം വിടുന്നതാ നല്ലത്. കാരണം അതും കൂടെ പറഞ്ഞാൽ എവിടെയും വിഷയെത്തിക്കാൻ സാധ്യമല്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഏതാകട്ടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നത് കണ്ടു എന്നാണ് സംഭവം. ആ മരത്തിന്റെ അവിടെ പ്രത്യേക ലക്ഷണങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ഈ പുരോഹിതൻ വിളിപ്പിച്ചു, എല്ലാവർക്കും സൽക്കാരം കൊടുത്തു. ആ കുട്ടിയുടെ മുഖം തുറിച്ചു നോക്കി. കുട്ടിയുടെ ഇടത് ചുമലിലുള്ള അടയാളം ഖാത്തമുൻ നുബുവ്വ, റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു തആല കൊടുത്ത അടയാളം. ഇൻഷാ അല്ലാഹ് ഓരോ അവയവത്തെ പറ്റിയും നമുക്ക് നാളെ സംസാരിക്കണം. അവിടുത്തെ കൈകാൽ, മുഖവർണ്ണ, രൂപ, ലാവണ്യ, സൗന്ദര്യത്തെ പറ്റി ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് അടുപ്പം കിട്ടാൻ നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. ഇവിടെ റാഹിബ് വന്നു, ബഹീറ വന്നു. അദ്ദേഹം അന്വേഷിച്ചു, ഓരോന്നും പഠിച്ചു. എന്നിട്ട് അബൂ താലിബിനെ വിളിച്ചു ചോദിച്ചു, ഇതാരാണ്? ഇത് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? നിന്റെ മോനാണ്. നിങ്ങളുടെ മോനല്ല, ബാപ്പ ജീവിച്ചിരിക്കുന്ന ആളല്ല. ഈ കുട്ടിയുടെ ബാപ്പ മരിച്ചു പോയിട്ടില്ലേ? അതെ, മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ പിതൃവ്യനാണ്. ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ വളർത്തു പിതാവാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ബഹീറ 3ാം ഘട്ടമാണിത്. വളരെ ബഹുമാന പുരസ്സരം കുട്ടിയെക്കുറിച്ച് പറയുകയും ഇന്നഹു ലനബിയ്യു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. നിങ്ങൾ ദയവുണ്ടായിട്ട് അബൂ താലിബ് ഈ കുട്ടിയെ ഷാമിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഇപ്പോൾ ഇവിടെ എത്തിയത് തന്നെ മഹാഭാഗ്യാണ്. യഹൂദികൾ ഈ കുട്ടിയെ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയേക്കും. ഇങ്ങനെ ഒരു കുട്ടിയെ സത്യത്തോടുകൂടെ കാത്തിരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. എന്നാൽ യഹൂദി മതത്തെ പരിവർത്തിപ്പിച്ച് ഭേദഗതി ചെയ്ത് അള്ളാഹുവിന്റെ വേദമായ തൗറാത്തിനെ പോലും പരിഷ്കരിപ്പിച്ച ആൾക്കാർ അവരുടെ അധികാരം നഷ്ടപ്പെടുമല്ലോ എന്ന് പേടിച്ചിട്ട് വരാൻ പോകുന്ന പ്രവാചകനോട് വെറുപ്പോടുകൂടി കാത്തിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ കുറെ സത്യാത്മാക്കളായ ആളുകളുണ്ട്. ഈ ബഹീറ ആരാന്നറിയോ? യഥാർത്ഥത്തിൽ മഹാനായ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. സത്യാന്വേഷണത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒരു പേർഷ്യൻ ചെറുപ്പക്കാരൻ. അദ്ദേഹം മുദ്ഹിബ് എന്ന പേരായ ഒരു ഗുരുനാഥന്റെ അടുത്താ പഠിച്ചത്. ആ ഗുരുനാഥന്റെ ഗുരുനാഥനാണ് ഈ പറയുന്ന ബഹീറ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജർജൂസ് എന്നായിരുന്നു. ബഹീറ എന്നാണ് നമ്മൾ പഠിച്ചത്.
ഈ ജർജൂസ് എന്ന പേരിലുള്ള ഈ പുരോഹിതൻ നിർബന്ധിച്ചു പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത്, ഈ കുട്ടിയുടെ ഭാവിക്ക് കുഴപ്പം വരരുത് എന്ന് പറഞ്ഞ് കുട്ടിയെ അടച്ചുകൂട്ടി പിടിച്ചു ചുംബിച്ചു. ഈ കുട്ടിയുടെ നിയോഗ സമയത്ത് ഞാനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ കാല് കഴുകി കുടിക്കുമായിരുന്നു ഞാനെന്ന് പറഞ്ഞ് ആ കുട്ടിയോട് വളരെ സംസാരിച്ചതൊക്കെ ഉണ്ട്. വലിയ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട്. കുട്ടിയെ ഒറ്റക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, യാ ഗുലാം അസ്അലുക ബില്ലാത്തി വൽ ഉസ്സ ഇല്ലാ മാ അഖ്ബർതനി. ലാത്ത ഉസ്സ ദൈവങ്ങൾ തന്നെയാണ് സത്യം. മോനെ, നിന്നോട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, നീ അതിന് മറുപടി പറയണം. ഇത് കേട്ടപ്പോ 12 വയസ്സുകാരൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, സർ ചോദിക്കാനുള്ള ചോദ്യം ഒക്കെ ചോദിച്ചോളി. ആ ലാത്താഴ്ച എന്നുള്ള വർത്താനം നമ്മളോട് പറയണ്ട. അള്ളാന്റെ ദുനിയാവിൽ അതിനോടുള്ള വെറുപ്പ് പോലെ ഒരു വെറുപ്പ് എനിക്ക് വേറൊന്നിനോടും ഇല്ല. അതുകൊണ്ട് ലാത്താഴ്ചന്റെ കച്ചവടം ഇവിടെ പറയണ്ട. യഥാർത്ഥത്തിൽ ഈ ബഹീറ പരീക്ഷണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചോദിച്ചത്. ബഹീറക്കറിയാം ബഹുദൈവത്വത്തെ അംഗീകരിക്കുന്ന കുട്ടിയല്ലല്ലോ വരും പോകുന്ന പ്രവാചകൻ. അന്നപ്പോ പറഞ്ഞു, അസ്അലുക ബില്ലാഹിൽ അഹദ്, ഏകനായ പടച്ചോന്റെ പേര് കൊണ്ട് ചോദിക്കുന്നു, നിന്റെ കഥകളൊക്കെ ഒന്ന് പറയണം. റസൂലുള്ളാഹി പറഞ്ഞു, ചോദിച്ചോ, ഇഷ്ടമുള്ളത് ചോദിച്ചൊക്കെ പറയാം. അങ്ങനെ തിരുനബിയുടെ നടത്തം, ഇരുത്തം, സ്വഭാവം, ഉറക്കം, ഭക്ഷണം, ആഹാരം, രീതി, പേര്, ഉമ്മ, ബാപ്പ എല്ലാം ഇദ്ദേഹം ചോദിച്ചറിഞ്ഞു. എല്ലാം മനസ്സിലായപ്പോഴാണ് അദ്ദേഹം വല്ലാതെ ബഹുമാനിച്ച് അബൂതാലിബിനോട് നിർബന്ധിപ്പിച്ചു, കൊണ്ടുപോകണം, നിങ്ങൾ കച്ചവടത്തിന് വേണമെങ്കിൽ പോയിക്കോ, ഈ കുട്ടിയെ വേഗം മക്കയിലേക്ക് തിരിച്ചയച്ച് സുരക്ഷിതമായി പോറ്റിയിട്ടില്ലെങ്കിൽ ഈ കുട്ടി നിങ്ങളുടെ കയ്യിൽ അമാനത്താണ്. നിർബന്ധമായി അബൂതാലിബിനോട് ശാസിച്ചപ്പോൾ അബൂതാലിബ് അത് സമ്മതിക്കുകയും യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്ന വിശ്വസ്തരായ 1-2 പേരുടെ കൂടെ പോകാൻ ആവശ്യമായ ഭക്ഷണങ്ങളും മറ്റും ഒരുക്കി ബുസ്ര എന്ന പട്ടണത്തിൽ നിന്ന് 12ാമത്തെ വയസ്സിലെ ഷാം യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് തിരിച്ചയച്ചു. ഈ ബഹീറ എന്ന ജർജൂസ് പുരോഹിതൻ കുട്ടിക്ക് പോകാൻ ആവശ്യമായ ആഹാരങ്ങളും മറ്റും ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒരു യാത്ര വളരെ പ്രസിദ്ധമാണ്. കുട്ടിയെ തിരിച്ചയച്ചതിന് ശേഷം നല്ല കവിതാ ബോധമുണ്ടായിരുന്ന അബൂതാലിബ് ആ സംഭവത്തെ തന്റെ വശ്യമായ ഭാവന സമ്പന്നമായ കവിതയിലൂടെ പാടിയിട്ടുണ്ട്. ഇന്നബ്ന ആമിനത്തൽ അമീന മുഹമ്മദ ഇന്ദി ബിമിസ്ലി മനാസിലിൽ ഔലാദി. തന്റെ മകന്റെ ഈ യാത്രയെക്കുറിച്ചുള്ള ഓരോ കഥകൾ, ഹത്താ ഇദാ മൽ ഖൗമു ബുസ്റാ ആയനു ലാഖൂ അലാ ശറകിൻ മിനൽ മിർസാദി ഖൗമൻ യഹൂദൻ ഖദ് റഅൗ മാ ഖദ് റഅ ളില്ലൽ ഗമാമത്തി സാഗിരിൽ അക്ബാദി. നോക്ക്, അല്ലാഹുവിന്റെ ഒരു ഖലാ. ഇങ്ങനെ ഒരു അബൂതാലിബിന്റെ കയ്യിൽ ഈ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്ന് അള്ളാഹു തീരുമാനിച്ചത് മറ്റൊരു ഖലാഅാണ്. അവസാനം വരെ അബൂതാലിബ് ആ കുട്ടിയെക്കുറിച്ചുള്ള റിസാലത്ത് അംഗീകരിക്കാതെ, പ്രഖ്യാപിക്കാതെ അദ്ദേഹത്തിന്റെ പഴയ വിശ്വാസത്തിൽ മരിക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. എന്തിന് ഇങ്ങനെ ഒരു അബൂതാലിബ് പറയണം കഥ? അപ്പോഴേ നമുക്ക് കൂടുതൽ ബോധ്യമാകൂ ഇതൊക്കെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ കഥയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, അതൊക്കെ ചിലപ്പോ നേതാവിനെ പൊന്തിച്ചു പറയായിരിക്കും. അബൂതാലിബ് പറയുമ്പോൾ അതിൽ വെറുതെ കൂട്ടി പറയൂല. എന്തുകൊണ്ട്? അബൂതാലിബ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പരസ്യമായി പറയാൻ മരിക്കുന്നത് വരെ തയ്യാറായിട്ടില്ല. പരസ്യമായി പറയാൻ മരിക്കുന്നത് വരെ തയ്യാറായിട്ടില്ല. അടിവര. ബാക്കി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണക്ക് കൂട്ടിക്കോ. ബഹുമാനപ്പെട്ട ഇമാം ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്, അസ്നൽ മതാലിബി ഫീ നജാത്തി അബീ താലിബ്. അബൂ താലിബിന്റെ മോക്ഷത്തെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമാണത്. ഏതായാലും പരസ്യമായി റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്ത് നാവുകൊണ്ട് ഒരിക്കൽ പോലും പറഞ്ഞ് അംഗീകരിക്കാത്ത മനുഷ്യനാണ് അബൂ താലിബ്. ആ അബൂ താലിബാണ് ഇത്തരം കഥകളൊക്കെ പറയേണ്ടത്. എങ്കിൽ പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. പ്രൊഫസർ വില്യം മൂർ ഈ സംഭവം വിശദമായി ഉദ്ധരിച്ചിട്ട് പറയുന്നു, മുസ്ലിം ചരിത്രകാരന്മാർ പറയുന്ന ആ അച്ഛൻ, ആ പാതിരി ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വെളിച്ചങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ബിസ്തൻദീനിയ രേഖകളിൽ ഈ സംഭവത്തിന്റെ സൂചനകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം എഴുതിയതൊക്കെ സത്യമാണെന്ന് സമ്മതിക്കാൻ എല്ലാവരും തയ്യാറാണ്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലും അത്ഭുതങ്ങൾ കാണുന്നു. അതോടുകൂടി പിന്നെ ചരിത്രം ഒന്നുകൂടി വലുതായി, ആളുകൾക്ക് ഒന്നുകൂടി ബഹുമാനമായി. കാരണം ആ കച്ചവട സംഘത്തിലുള്ള ആളുകൾക്കൊക്കെ റസൂൽ ആരാന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ കേട്ടെങ്കിലേ റസൂലുള്ളാഹിക്ക് നുബുവത്ത് ഇങ്ങോട്ട് കിട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഅബാലയത്തിന് മുറ്റത്ത് പോയാണ്ട് പറയുമ്പോ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലുതാകുന്നു. വിവിധങ്ങളായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെ പുരോഹിതന്മാരുടെ കൂടെ ബന്ധപ്പെട്ടതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. റസൂലുള്ളാഹി വളർന്നു വലുതാകുന്നു. 10-20 വയസ്സിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയരുന്നു. ആ സമയത്ത് അറേബ്യയിലുള്ള ആളുകൾക്ക് മുഴുവൻ സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹി തങ്ങളുടെ അടുത്താണ് എന്തെങ്കിലും സൂക്ഷിപ്പും അതിൽ സൂക്ഷിക്കുക.
വല്ല അമാനത്തും പറഞ്ഞ് ഏൽപ്പിക്കലും സാധനവും സ്വത്തും ഒക്കെ കൊണ്ടുകൊടുക്കലും. അപ്പോഴേക്ക് 10, 20, 22, 23 വയസ്സായി ഉയരുകയാണ്. ആ കാലഘട്ടത്തിലുള്ള ഓരോ സംഭവങ്ങളും പറയാൻ വളരെയധികം വിഷമങ്ങളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തന്നെ അവിടുത്തെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഇമാം ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്നു, ചെറിയ കാലത്ത് കൗമാരപ്രായത്തിൽ ഞാൻ കുട്ടികളുടെ കൂടെ ഖുറൈശികൾക്ക് വേണ്ടിയുള്ള ഒരു ജോലി ചെയ്യുകയായിരുന്നു. കല്ല് തലയിൽ വെച്ച് ഒരു വീടുണ്ടാക്കാൻ ആവശ്യമായ കല്ല് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാ കുട്ടികളും തുണിയഴിച്ച് തലയിൽ കെട്ടി കല്ല് തലമൽ വെക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ മടിച്ചു. എന്റെ കൂടെയുള്ളവരെന്നെ നിർബന്ധിച്ചു. ആ സമയത്ത് തുണി അയക്കാനുള്ള ശ്രമം എന്റെ കൂട്ടുകാര് നടത്തി. അപ്പോഴേക്കതാ ഇത് ലഖമനിലാക്കിമുൻ ലഖ്മതൻ ശദീദതൻ, തുണി അഴിക്കാൻ പറ്റില്ല. ആരോ ഒരാൾ വന്ന് എന്നെ ഒരു ഇടിയിടിച്ചതുപോലെ എനിക്ക് തോന്നി. കണ്ടോ, 20 വയസ്സിന്റെ മുമ്പ് അവിടുത്തെ കൗമാരപ്രായത്തിൽ പോലും തുണി അയക്കുക എന്നത് സാർവത്രികമാണ്. ആ കാലത്ത് തുണി കഴിച്ച് തെറി വെക്കാന്നൊന്നും പറഞ്ഞൊരു വിഷയമല്ല. ഇപ്പോഴും ബസ്സിനൊക്കെ പോകുമ്പോ ഈ ഭാഗത്ത് നിന്ന് ഞാൻ പ്രസംഗിച്ചാൽ നിങ്ങൾ പ്രതിഷേധിക്കൂ. ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള കുളത്തിലൊക്കെ ചാടുന്ന വലിയ വലിയ കുട്ടികളായ മനുഷ്യന്മാര്, വലിയൊരു തുണി ഉടുക്കാതെ കുളത്തിൽ ചാടുന്ന രംഗങ്ങളൊക്കെ ഇക്കാലത്തുണ്ടെങ്കിൽ പിന്നെ ആ കാലഘട്ടത്തിലെ ജാഹിലിയ സംസ്കാരത്തിന്റെ വിചിത്രമായ സ്ഥിതി പറയാതിരിക്കുന്നതല്ലേ വേദോ. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ തുണി അഴിക്കാനുള്ള ശ്രമം ആരോ നടത്തിയപ്പോഴേക്ക് ആരോ ഒരാൾ പുറത്തുനിന്ന് കുത്തുന്നത് പോലെ തോന്നി. ഇത് പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞതാണ്. ശുദ്ധ അലൈക ഇസാറക്, തുണി അഴിക്കരുത് എന്നൊരു കൽപ്പന. ഞാൻ തുണി എടുത്തു. പിന്നീട് ഞാൻ ഒരു കാലത്തും തുണി അയച്ചിട്ടില്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി വളർന്നു വലുതായി. ഏകദേശം 35 വയസ്സ് സമയം സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നു, അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കഅബാലയത്തെ നിർമ്മിക്കാനുള്ള കല്ല് ഏറ്റിക്കൊണ്ട് പോകുമ്പോ തുണി അഴിച്ച് തലയിൽ വെക്കാൻ അബ്ബാസ് എന്നവർ ഉപദേശിക്കുന്നു. ഇതിമൊക്കെ മനസ്സിലാക്കണത് 35, 40 ഒരു വയസ്സല്ല. തുണി കഴിച്ച് തലയെ കെട്ടുക എന്ന് പറഞ്ഞ അക്കാലഘട്ടത്തിൽ സംഗതിയല്ല. ആ കാലഘട്ടത്തെ സംസ്കാരത്തിലേക്ക് വളർത്താനാണ് മുഹമ്മദ് റസൂലുള്ളാഹി വരുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, തുണി അഴിക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോഴേക്ക് ഫഗശിയ അലൈഹി, സഹിക്കാനാകാതെ ബോധം കെട്ട് വീണു സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് 35-ാം വയസ്സിലാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാ. റസൂലുള്ളാഹി നുബുവത്തിന്റെ മുമ്പ് മഅസൂമാണ്. മഅസൂം എന്നല്ല പറയാൻ നല്ലത്, മഹ്ഫൂസ് എന്നാണ്. ഈ ടേം സാങ്കേതിക ടേം ഒക്കണം. നബിയായി കഴിഞ്ഞാൽ കിട്ടുന്ന സംരക്ഷണത്തിന് മഅസൂം എന്ന് പറയും. അതിന്റെ മുൻപ് മഹ്ഫൂസ് എന്ന് പറഞ്ഞ അല്ലാഹു തആലാന്റെ സംരക്ഷണത്തിലും കാവലിലും എല്ലാ സംഗതികളും ശുദ്ധിയായി നടക്കുക. അങ്ങനെ വസ്ത്രത്തിന്റെ കാര്യം, ഓരോ കാര്യത്തിലും. ഇനി മറ്റൊന്ന്, സഹീഹായ ഹദീസിൽ പല ഹദീസുകളിലും കാണാം റസൂലുള്ളാഹി തങ്ങൾ തന്നെ വ്യക്തമായി പറയുന്നു, മാ ഹമംതു ബിശൈഇൻ മിമ്മാ കാന അഹ്ലുൽ ജാഹിലിയ്യത്തി, ജാഹിലിയ കാലത്തെ മനുഷ്യന്മാര് കാട്ടിക്കൂട്ടുന്ന പോക്കിത്തരങ്ങളും വേണ്ടാത്തരങ്ങളും ഒന്നിൽ പോലും ഞാൻ കുടുങ്ങിയിട്ടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇല്ലാ ലൈലത്തൈൻ, 2 രാത്രി ഒഴികെ കിൽതാഹുമാ അസമനില്ലാഹു മിൻഹുമാ, 2 രാത്രിയിൽ ഒരു ചെറിയ സംഗതി എന്റെ മനസ്സിൽ ഒരു വിചാരമുണ്ടായിരുന്നു. ആ 2 രാത്രിയും അള്ളാഹു എന്നെ സംരക്ഷിച്ചു. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജാഹിലിയ സ്വഭാവത്തിലെ ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ല. അതേതാ സംഭവം? 2 രാത്രി എന്തേ റസൂലുള്ളാഹി വലിയ കുഴപ്പമുള്ളതൊന്നും അല്ല. ഞാൻ അതും വിചാരിക്കണ്ട. അങ്ങനെ എന്തോ ചെയ്യാൻ വിചാരിച്ചത് ഏതാണെന്നറിയോ? റസൂലുള്ളാഹി പറയുന്നു, ഒരു രാത്രി ഞാൻ എന്റെ കുടുംബക്കാരുടെ ആടുകളെ മേയ്ക്കുകയാണ്. മക്കായിലുള്ള ഒരു പ്രവിശ്യയിൽ ഒരു മലന്റെ മുകളിൽ ആടുകളെ വെച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന പരിപാടിയാ. എന്റെ കൂടെയുള്ള ചെക്കന്മാര് പയ്യന്മാരൊക്കെ ഉണ്ട്. ഞാൻ അവരിൽപ്പെട്ട എന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, എന്റെ ആടുകളെ ഇന്ന് നിങ്ങൾ നോക്കണം. ഞാൻ നമ്മുടെ പ്രായത്തിലുള്ള കൂട്ടുകാരൊക്കെ ചെയ്യുന്നത് പോലെ ഇന്ന് മക്കത്തേക്കൊന്ന് ഇറങ്ങി രാത്രി ഉറക്കൊഴിവാക്കി ഒരു സൊറക്കമ്പനിയുടെ കൂടെ കൂടിയിരുന്ന് ചില പാട്ടും കഥയും ഒക്കെ കേൾക്കട്ടെ. നിങ്ങളൊക്കെ എന്നും പോകുന്നുണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒരു പൂതി. റസൂലുള്ളാഹി തങ്ങൾ ചെറുപ്രായത്തിലായി പറയുന്നത്, എനിക്കും അവരുടെ പാട്ടുമൊക്കെ ഒന്ന് കേൾക്കണം, രാത്രി ഉറക്കം ഒഴിവാക്കി അവരുടെ കൂടെ ഇരുന്ന് രസിക്കാമല്ലോ എന്ന് തന്റെ കൂടെ ആടിനെ മേയ്ക്കുന്ന കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞു, പോയി നോക്കടോ മുഹമ്മദേ, ഒരേ ദിവസമൊക്കെ അതൊക്കെ ഒന്ന് കണ്ടൂടെ എന്ന അർത്ഥത്തിൽ വലിയ സന്തോഷം. അങ്ങനെ ഉണ്ടല്ലോ, സിനിമക്കൊന്നും തീരെ പോകാത്ത കുട്ടികളെ സിനിമക്ക് കിട്ടിയ ടിക്കറ്റിന്റെ പുറമെ ബിരിയാണിയും കൂടി വാങ്ങിക്കൊടുക്കണേ ചില ധർമ്മിഷ്ഠന്മാരായ ചങ്ങായിമാരുണ്ടാവും. ഓലക്കൊണ്ടാണ് പലരും ബടക്കായി പോകല്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ശരി, ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ ആടുകളുടെ ഒക്കെ കാര്യം വളരെ കൃത്യം ഞാൻ നോക്കൂ, നിങ്ങൾ പോയിക്കോ. മുഹമ്മദ് റസൂലുള്ളാഹി ചെറുപ്പകാലത്ത് പറയുകയാണ്. അങ്ങനെ ഞാൻ ചെന്നു, ആടുകളൊക്കെ ഏൽപ്പിച്ചു ഒരു പോക്ക് മക്കത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഹത്താ ഇദാ ജിഅ്തു അവ്വല ദാരിൻ മിൻ ദൗരി മക്ക, മക്കയിലെ വീടുകളിൽ ആദ്യത്തെ വീടിന്റെ അടുത്തെത്തിയപ്പോ അവിടെ ഉണ്ട് ഒരു പെട്രോൾ മാക്സും ഒരു കുറെ ആൾക്കാരും ഒരു പന്തലും ഒരു പാട്ടും ഒക്കെ കാണുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്നു. ഇതാണല്ലോ ലക്ഷ്യം. ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. ഞാൻ ചോദിച്ചു, എന്താ സംഗതി?
ഇവിടെ പെട്രോമാക്സും കാര്യമൊക്കെ കാണും. പെട്രോമാക്സ് എന്നൊന്നും കിതാബിലില്ല കേട്ടോ, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാ. അന്ന് പെട്രോമാക്സ് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇവിടെ വയസ്സന്മാർക്ക് അറിയാം പെട്രോമാക്സ് ഉണ്ടായിട്ട് പണ്ടത്തെ വേദമൊക്കെ കേൾക്കാൻ മനുഷ്യന്മാർ പോകത്രേ പെട്രോമാക്സ് കാണാൻ. പെട്രോമാക്സ് കാണാനുള്ള പൂതിയുണ്ട്. അതിന്റെ കുറച്ചു കാലത്തിന് ശേഷം പിന്നെ സ്പീക്കർ നോട്ടീസിന്റെ അടിയിൽ ഉണ്ടായിരിക്കും, ലൗഡ് സ്പീക്കർ ഉണ്ടായിരിക്കുന്നതാണ് MP. അപ്പോ അത് ഞാൻ പറഞ്ഞ വാക്കിൽ തെറ്റിയിട്ട് അങ്ങനെ കിതാബിലില്ല, അത് ഞാൻ പറഞ്ഞതാണ്. റസൂലുള്ള പറയുന്നു, വെളിച്ചവും ആളും വാളും ഒക്കെ കണ്ടപ്പോ ഞാൻ അവിടെ തങ്ങി. ഞാൻ ചോദിച്ചു എന്താ സംഭവം? അപ്പൊ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു കല്യാണപ്പുരയാണ്, ഇന്ന് ഇവിടെ പാട്ടും മുട്ടും തട്ടും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. രാത്രി ഉറക്കം ഒഴിവാക്കി പാട്ടും ബൈത്തും ദഫും മുട്ടും ഒക്കെ ഉണ്ടാവൂ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും ഒന്ന് കാണണോ, ഇതൊരു രാത്രിയാണല്ലോ. ഞാൻ അവിടെ അത് കാണാൻ വേണ്ടി ഒരുങ്ങി. ഫജലസ്തു അൻളുറു, സയ്യിദുനാ റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ അതൊന്ന് കാണണമെന്ന ലക്ഷ്യത്തോടെ അവിടെ ഇരുന്നു. സുബ്ഹാനല്ലാഹ്, ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വളറബല്ലാഹു അലയ്യ ഉദ്നി, ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. കണ്ട, അള്ളാഹു കാക്കുന്ന രീതിയായി പറയണത്. ഞാൻ ആ കിടത്തിയിരുന്നു കാണണമെന്ന പ്രതീക്ഷയോടെ. അപ്പോഴേ അള്ളാഹു എനിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഉറക്ക് സമ്മാനിച്ചു. ഫവല്ലാഹി മാ അയ്ഖളനി ഇല്ലാ മസ്തു ശംസി. പിറ്റേ ദിവസം നേരം വെളുത്ത് സൂര്യന്റെ വെയില് ശരീരത്തേക്ക് ഇങ്ങോട്ട് തട്ടിയപ്പോഴാണ് ഉണർന്നത്. ഈ കഥ പറഞ്ഞപ്പോ ഒരു സാധു ചോദിക്കുക, അന്ന് സുബൈ കളായോ? ആ ചോദ്യം സംശയമാണ്. ആ സംശയം അവിടെ നിൽക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി പറയുന്നു, സൂര്യന്റെ ചൂട് എന്റെ ശരീരത്തിലേക്ക് ഏറ്റതിന് ശേഷമാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ കല്യാണമില്ല, തക്കാരുമില്ല, പിരിയേണ്ടവരൊക്കെ പിരിഞ്ഞും പോയിക്കണ്. പതുക്കെ ഞാൻ ഇറങ്ങിപ്പോയി. ഫറജഅതു ഇലാ സാഹിബി, എന്റെ ചങ്ങാതിന്റെ അടുത്ത് ചെന്ന്. ചങ്ങാതി ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നടോ, നല്ല പടമായിരുന്നോ, എന്തൊക്കെയാ കഥ എന്ന് ചോദിക്കാനുള്ള ഒരുക്കത്തിലാണല്ലോ മറ്റേ കാത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, സംഗതി ഞാൻ അവിടെ ചെന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഉറങ്ങിപ്പോയി. ഏതായാലും പിന്നെ റസൂലുള്ളാഹി പറയുന്നു, ഏതായാലും ഒരു ദിവസം മിസ്സായി പോയല്ലോ, ഞാൻ രണ്ടാമതൊരിക്കലും കൂടി പോയി. അന്നും അല്ലാഹു തആല എനിക്ക് ഉറക്ക് തന്നു. മൂന്നാമതൊരിക്കൽ കൂടി പോയി. മൂന്നാമത്തെ ദിവസവും അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നീട് ഞാൻ ആ വിഷയത്തിന് വലാ ഉത്തു ബഅദഹുമാ ലിശൈഇൻ വലൗ മറ, ഒരിക്കൽ പോലും ജാഹിലിയ കാലത്തെ ചെറുപ്പക്കാർ കാണിക്കുന്ന പേക്കൂത്തോ അശ്ലീലമോ ആഭാസമോ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഹത്താ അക്രമനില്ലാഹു ബിനുബുവ്വതി, നുബുവത്ത് കൊണ്ട് അല്ലാഹു തആല എന്നെ ആദരിച്ചു. അതിന്റെ ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല എന്നത് തീർച്ചയാണല്ലോ. ഒരിക്കൽ വിഗ്രഹാരാധനക്ക് നിർബന്ധമായ ഒരു ക്ഷണം ലഭിച്ചു, നബി തിരസ്കരിച്ചു. എങ്ങനെയാണ്? ഭുവാന എന്ന് പറഞ്ഞിട്ട് തമ്പുരാനുണ്ട്. ഭുവാന അതൊരു പ്രതിമന്റെ പേരാ. കൊല്ലത്തിലൊരിക്കലേ അവിടെ പൂജ ഉണ്ടാവുള്ളൂ. കൊല്ലത്തിലൊരിക്കൽ പൂജ നടക്കുന്ന ഖുറൈശികളുടെ കേന്ദ്രമാണ്. എന്നാൽ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ അബൂ താലിബ് വിളിച്ചു, മോനെ പോവുകയല്ലേ? എവിടേക്കുപ്പ? ഭുവാന, ഇന്ന് ഉത്സവല്ലേ? ഞാനില്ല, ഞങ്ങൾ പൊയ്ക്കോളി. വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പോഴേ അബൂ താലിബിന് ദേഷ്യം പിടിച്ചു. അബൂ താലിബ് പറഞ്ഞു, എന്താണ് മോനെ നിനക്ക് അങ്ങനെ? യാ മുഹമ്മദു മാ തുരീദു അൻ തഹ്ദുറ ലിഖൗമിക ഈദൻ വലാ തുക്സിറു ലഹും ജംഅൻ. നമ്മുടെ ആളുകൾ കൂടുതലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നീയും കൂടി അവിടെ വരേണ്ടതല്ലേ? അങ്ങനെയാണ്. ഓരോ ദൈവത്തിന് മുമ്പിൽ ഓരോ കുടുംബക്കാരാണല്ലോ ഉത്സവം. അപ്പൊ ഉത്സവത്തിന് കൂടുതൽ ആളുകളും കോപ്പും കാണണം. നീ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് നമ്മുടെ ഭൂരിപക്ഷം തെളിയിക്കുന്നില്ല? നിർബന്ധിച്ചു. അക്കാരണത്താൽ ഞാൻ കൂടെ പോയി ഭുവാനയുടെ വാർഷികാഘോഷത്തിന്. പക്ഷേ അതിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കതോ എനിക്ക് സന്ദേശം ലഭിക്കുന്നു. ഇന്നി കുല്ലമാ ദനൗതു മിൻ സനമിൻ. അതിന്റെ അടുത്തേക്ക് ഞാൻ എത്തിയപ്പോഴേക്കതാ എനിക്ക് ഓർഡർ ലഭിക്കുന്നു. വറാക യാ മുഹമ്മദ്, വറാക് വറാക്, പിന്നോട്ട് 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 എന്ന ഒരു ശരീര വിളി ഞാൻ കേട്ടു. ഞാൻ അതിന്റെ അടുത്തേക്ക് പോയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ആ കാലഘട്ടത്തിൽ ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന സ്വഭാവം അങ്ങിങ്ങായി നടന്നിരുന്നു. വ്യാപകമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. റബീഉൽ അവ്വലിലെ ചില പ്രസംഗമൊക്കെ കേട്ടാ വിചാരിക്കൂ പെൺകുട്ടികളൊക്കെ കുഴിച്ചു മൂടിയിരുന്നു. പിന്നെ ഖദീജ ബീവി, ആമിന ബീവി ഒക്കെ എങ്ങനെ ഉണ്ടായത്? അത് അറേബ്യയിലെ ചില കുടുംബങ്ങളുടെ ഒരു ദുസ്വഭാവമായിരുന്നു. എല്ലാവരും ഒന്നും അത് ചെയ്തിരുന്നില്ല. എന്നാൽ അത്തരം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന വീട്ടിലേക്ക് വിവരം ഇതിനാണ്. ഇത് ബുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടികളുടെ, നിരപരാധിനികളുടെ ജീവൻ രക്ഷിക്കാൻ നബുവത്തിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പ്രവർത്തിച്ചതായി ചരിത്രം പറയുന്നു. സൂതുകളിയിൽ ഏർപ്പെട്ടിട്ടില്ല, കള്ളുകുടിയിൽ ഏർപ്പെട്ടിട്ടില്ല. ഇങ്ങനെ പരിശുദ്ധമായ ജീവിതം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ സമയത്താണ് ആളുകൾ പരക്കെ വിളിച്ചു അൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പരക്കെയുള്ള പേരാണ് വിശ്വസ്തൻ. ഇതാണ് പ്രൊഫസർ വില്യം മൂർ മുതൽ
എല്ലാവരും നബിയെ പറ്റി അല്ലമീൻ എന്ന് തന്നെയാണ് സമ്മതിച്ചിട്ടുള്ളത്. പക്ഷെ ചില ഓറിയന്റലിസ്റ്റുകാർ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലമീൻ എന്ന പേര് മുഹമ്മദിന് കിട്ടിയത് ആമിന എന്ന പെണ്ണിന്റെ മോനായതുകൊണ്ടാണ്. അറബി ബാലപാഠം പോലും അറിയുന്നവർക്ക് ആമിന എന്ന ധാതുവിൽ നിന്ന് അൽ അമീൻ എന്ന പേരുണ്ടാവുകയില്ല. ഒരിക്കലും അതുമായി ബന്ധമല്ല. അൽ അമീൻ വിശ്വസ്തത തെളിയിച്ചതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങനെ പേരുണ്ടായത്. വ്യത്യസ്ത അനുഭവങ്ങൾ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ നബുവത്തിന് മുമ്പ് ബന്ധപ്പെട്ടവരോടൊക്കെ നല്ലപോലെ ബന്ധപ്പെട്ടു. സമയം കുറവായതുകൊണ്ട് വളരെ ചുരുക്കി പറഞ്ഞ് വിഷയത്തിലേക്ക് നീങ്ങുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഒരനുഭവം, അദ്ദേഹം പുന്നാര നബിയുടെ നബുവത്തിന് മുമ്പുണ്ടായ ഒരു കാര്യം. അബ്ദുല്ലാഹി ഇബ്നു അബിൽ ഹംസ പറയുന്നു, ഞാൻ നബിക്ക് നബുവത്ത് ലഭിക്കുന്നതിന്റെ മുൻപ്, വെളിപ്പെടുന്നതിന് മുൻപ് ഞാനൊരു കച്ചവടം നടത്തിയിരുന്നു. ഞാനും മുഹമ്മദുമായിട്ട് കച്ചവടം നടത്തി. അവസാനം പിരിഞ്ഞപ്പോൾ കുറച്ച് പൈസ ഇടപാട് ബാക്കിയുണ്ട്. ആ ഇടപാട് ഞങ്ങൾ തമ്മിൽ തീർക്കാൻ ഞാൻ പറഞ്ഞു, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന സ്ഥലത്ത് ഞാൻ വന്ന് നിൽക്കും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ടും കണക്കും ഒക്കെ തീർക്കാം. അവിടെ വെച്ച് പൈസ കൊടുക്കാനുള്ളതും തരാനുള്ളതും ഒക്കെ തീർച്ചപ്പെടുത്തി പിരിയാം. അങ്ങനെ നബുവത്ത് വെളിപ്പെടുന്നതിന്റെ മുൻപ് നബിയുമായി നടത്തിയ ഇടപാട് തീർക്കാൻ ഒരു സ്ഥലവും സമയവും നിശ്ചയിച്ചു. ഫനസീതു, ഞാനതങ്ങ് മറന്നുപോയി, എനിക്കതങ്ങ് മറന്നുപോയി. എന്നാലോ പിന്നെ സലാസ്, 3 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, അയ്യേ ഞാൻ മുഹമ്മദുമായിട്ട് ഒരു വാഗ്ദത്തം ചെയ്തിരുന്നല്ലോ, ഇന്നാലിന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് വന്ന് നിൽക്കണമെന്നും അവിടെ നിന്ന് നമ്മുടെ അക്കൗണ്ട് ക്ലിയർ ചെയ്യാമെന്നും പറഞ്ഞിരുന്നല്ലോ, എനിക്ക് മറന്നുപോയി. അങ്ങനെ ഞാൻ അന്വേഷിച്ചു, മുഹമ്മദിനെ കണ്ടു. അപ്പോൾ യാദൃശ്ചികമായതാ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്ത് കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, എവിടെ ആയിരുന്നു മനുഷ്യ? 3 ദിവസമായി. ലഖദ് ശഖഖത അലയ്യ അന ഹാ ഹുനാ മുൻദു സലാസിൻ അൻതദിറുക. നിങ്ങൾ പറഞ്ഞ ഈ ദിവസം നിങ്ങൾക്ക് മറന്നുപോയതാണോ എന്ന് വിചാരിച്ചിട്ട് ഈ സമയം 3 ദിവസവും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളോടുള്ള വാക്ക് പാലിക്കാൻ. അങ്ങനെ വാക്ക് പാലിക്കുന്ന കാര്യത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശത പുലർത്തി. സത്യവാന്മാരിൽ സത്യവാനായ അൽ അമീൻ വളർന്നു വലുതാകുന്നു. അവിടുത്തെ ജീവിതത്തിലുണ്ടായ നിർണായകമായ മറ്റൊരു സംഭവമാണ്, 15 വയസ്സ് കഴിഞ്ഞു. ആ കാലയളവിലാണ് മക്കയിൽ ഘോരമായൊരു യുദ്ധം. ഒരു നിലക്കും പൊറുപ്പിക്കാൻ പറ്റാത്ത സമാധാനത്തിന്റെ നാടായ മക്കയിൽ രക്തം ചിന്തുന്ന യുദ്ധം. എന്നാലും ന്യായം ഖുറൈശികളുടെ ഭാഗത്തായിരുന്നു. ഖുറൈശികളും കിനാനയടക്കമുള്ള ഒരു കൂട്ടർ ഒരു ഭാഗത്തും, ഖൈസ് ഐലാൻ ഒരു വിഭാഗം മറ്റൊരു വിഭാഗവും. അങ്ങനെ യുദ്ധം നടന്നു. റസൂലുള്ളാഹി തങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ന്യായം എന്റെ കുടുംബക്കാരുടെ ഭാഗത്തായിരുന്നു. ആ കാരണത്താൽ ഖുറൈശികളുടെ കൂടെ യുദ്ധത്തിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. ഹർബുൽ ഫിജാർ എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധി നേടിയ ആ യുദ്ധത്തിൽ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ മൂത്താപ്പമാർക്ക്, എളാപ്പമാർക്ക്, കുടുംബക്കാർക്ക് അമ്പ് പെറുക്കി കൊടുക്കുന്ന ഒരു ജോലി, ആ യുദ്ധത്തിൽ അങ്ങനെ ഒരു സേവനം റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടുണ്ട്. നബി പറഞ്ഞിട്ടുണ്ട്, ബോളെടുത്തു കൊടുക്കാൻ നിൽക്കുന്ന കുട്ടികളെ മാതിരി ആ കാലഘട്ടത്തിൽ നടന്ന യുദ്ധത്തിൽ തെറിച്ച് ദൂരത്തേക്ക് പോകുന്ന അമ്പ് ഞാൻ ഓടിച്ചെന്ന് പെറുക്കിയിട്ട് എന്റെ മൂത്താപ്പേളാപ്പാർക്കൊക്കെ കൊണ്ടുകൊടുക്കലുണ്ട്. അങ്ങനെ ഖുറൈശികളുടെ ഭാഗത്ത് യുദ്ധത്തിൽ അണിനിരന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ തന്റെ സ്വദേശ സ്നേഹവും തന്റെ കുടുംബ സ്നേഹവും കാണിച്ചുകൊണ്ട് ന്യായത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിചേർന്നിട്ടുണ്ട്. പിന്നീട് ആ യുദ്ധത്തിന് ശേഷമാണ് ലോകപ്രസിദ്ധമായി തീർന്ന ഒരു സമാധാന കരാറ്, ഹിൽഫുൽ ഫുൽ എന്ന് പറയുന്ന സമാധാന കരാറ്. അതിലും റസൂലുള്ളാഹി തങ്ങൾ സംബന്ധിച്ചതായി പിൽക്കാലത്ത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു യുദ്ധം വേണ്ട, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു കുഴപ്പം വേണ്ട എന്ന പേരിൽ ഖുറൈശികളും മറ്റുള്ളവരും തമ്മിൽ സമാധാന കരാറുണ്ടാക്കിയപ്പോ റസൂലുള്ളാഹി വീട്ടിൽ ചെറുപ്രായത്തിൽ പങ്കെടുക്കുകയും നബി പറയുന്നു, ലഖദ് ഷഹിദ്തു ഫീ ദാരി അബ്ദില്ലാഹി ഇബ്നു ജദ്ആൻ ഹൽഫൻ, സമാധാന കരാറ് നടക്കുന്ന ആ വീട്ടിൽ ഞാൻ സംബന്ധിക്കുകയും അവരുടെ കൂടെ ഞാൻ എല്ലാ കാര്യത്തിലും സജീവമാവുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ സംബന്ധിച്ച ആ സമാധാന കരാറിൽ ഇന്ന് എന്നെ ക്ഷണിച്ചാൽ ഇന്നും ഞാൻ മുന്നിൽ പങ്കെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട്? ഒരു സമാധാന കരാറാണ്. ഇങ്ങനെ ഓരോന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഓരോ അവസ്ഥ വലുതായി. അക്കാലത്ത് നബിക്ക് പൊതുവെയുള്ള ജോലി എന്താണ്? കാര്യമായുള്ള ജോലി കുടുംബക്കാരുടെയും ബന്ധപ്പെട്ടവരുടെയും ആടുകളെ മേയ്ക്കാൻ പോവുക. കുടുംബക്കാരുടെ മാത്രമല്ല, കൂലി ജോലി എന്ന നിലക്ക് ആടുകളെ മേയ്ക്കുന്ന ജോലി ശമ്പളത്തിന് വേണ്ടിയും റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘമായ വർഷങ്ങൾ ആടുകളെ മേയ്ച്ച് നടന്ന ചരിത്രം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റാഈ ഗനം. ആടുകളെ മേയ്ക്കുന്ന സ്വഭാവം എല്ലാ നബിമാർക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്താണ് കാരണം?
ആടുകൾ മൃഗങ്ങളുടെ കൂട്ടത്തിൽ വളരെ മൃദുല സ്വഭാവമുള്ള, അനുസരണമുള്ള, എല്ലാ നിലക്കും അച്ചടക്കമുള്ള മൃഗങ്ങളാണ്. അത് ഇപ്പോഴത്തെ ആടുകളല്ല. ഇപ്പോഴത്തെ ആടുകളെ കേടല്ല, തെളിക്കുന്നവരെ കേടാണ്. എടുത്ത് തന്നെ എടുത്ത്, വലത്ത് തന്നെ വലത്തെ ആടുകൾ പോവുള്ളൂ. നമ്മൾ കേരളം വിട്ടാലുള്ള ആടുകളൊക്കെ നല്ല അച്ചടക്കമുള്ള ആടുകളാ. കേരളത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ള ആടുകൾ തീരെ പറഞ്ഞാൽ കേൾക്കൂല. അത് നമ്മുടെ സ്വഭാവം കൊണ്ടായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. 10,000 ആടുകളൊക്കെ അറബികൾ മേച്ച് കൊണ്ടെടുക്കുന്നത് കാണുന്നില്ലേ? എന്താണ് അച്ചടക്കത്തിൽ മര്യാദക്കുക കൊണ്ടെടുക്കുക? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അറബ് ജനത മൊത്തം കൂട്ടം കൂടിയ ആടുകളെ പോലെയാണ്, അല്ലെങ്കിൽ കൂട്ടം കൂടിയ ഒട്ടകങ്ങളെ പോലെയാണ്. എങ്ങോട്ട് തെളിച്ചാലും തെളിക്കുന്ന വഴിക്ക് അവറ്റകൾ പോകും. ഇൻഷാ അല്ലാഹ് അറബ് ജനതയെ നല്ല വഴിക്ക് ഞാൻ തെളിക്കും, നല്ല വഴിക്ക് ഞാൻ നയിക്കും എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആടുകളെ മേയിച്ച് പരിശീലനം നേടൽ എല്ലാ അമ്പിയാവിനും അല്ലാഹു കൊടുത്ത സ്വഭാവമാണ്, അവരുടെ ആ മൃദുല ഭാവം. അതുകൊണ്ടാണല്ലോ ആളുകളോട് ചൂടാവൂല. ആടുകളോടൊക്കെ നമ്മൾ നല്ലോണം ചൂടായാൽ അയച്ചങ്ങൾ ആഫീസ് അടച്ചു പോവും. അപ്പൊ വളരെ സ്നേഹത്തോടെ അടി എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളൊക്കെ അടിക്കണ മാതിരി വല്ല ചുള്ളിയോണ്ടൊക്കെ ഒന്ന് ഇതെന്ന് പറയാനല്ലാതെ ഇങ്ങനെയുള്ള ഒരു സ്നേഹഭാവം ഉണ്ടായിത്തീരാനുള്ള പരിശീലനമായിരിക്കാം എല്ലാ നബിമാരെയും ചെറുപ്രായത്തിൽ ആടുകളെ മേയ്ക്കുന്ന സ്വഭാവം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഒരിക്കൽ മദീനയിലെ കുന്നുംപുറങ്ങളിലൂടെ നടന്നിട്ട് അറാഖിന്റെ ചെടി വെട്ടുകയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങനെയൊക്കെ പരിപാടി ഉണ്ട്. അറാഖ് ബ്രഷാണ്, പല്ല് തേക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല, ഏറ്റവും സുഗന്ധമുള്ള, പോഷക ഗുണമുള്ള, ഇനാമൽ നഷ്ടപ്പെടാതെ പല്ലിന് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ബ്രഷാണ് അറാഖ്. അതൊരു ചെടിയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോടൊന്നിച്ച് മദീനയിലെ മലമുകളിൽ അറാഖിന്റെ ചെടി വെട്ടുകയായിരുന്നു. അപ്പോൾ ഞങ്ങളോട് നബി പറഞ്ഞു, അലൈക്കും ബിൽ അസ്വദി മിൻഹു ഫഇന്നഹു അത്യബു. കറുത്ത തയ്യ് നോക്കിക്കോളി. റസൂലുള്ള കൂട്ടുകാരോട് പറയാ, നല്ല കറുത്ത തയ്യ്. അറാഖിൽ വെച്ച് ഏറ്റവും നല്ലത് കറുത്ത കൊമ്പാണ്, നല്ല കറുപ്പുള്ള കൊമ്പാണ് നല്ല അറാഖ്. അതുകൊണ്ട് നല്ല അറാഖ് കിട്ടണമെങ്കിൽ കറുത്ത കൊമ്പ് കാണുന്നിടത്ത് വെട്ടിക്കോളി എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, ഇതിനൊരു പാരമ്പര്യം വേണമല്ലോ. ഞാൻ മക്കത്ത് പണ്ട് ചെറുപ്പത്തിൽ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് മക്കയുടെ മാമലകളിൽ വെച്ച് നല്ല കറുത്ത നിറത്തിലുള്ള നല്ല സ്വഭാവത്തിലുള്ള അറാഖ് വെട്ടിയെടുത്തിരുന്നു. അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് കുന്ത തറഅൽ ഗനം, തങ്ങള് ആടുകളെ മേയിച്ചിരുന്നോ? അങ്ങനെ ഒരു പാരമ്പര്യം തങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇല്ലാതെയാ, ഞാൻ എത്ര കാലം ആടുകളെ മേയിച്ച് നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല എല്ലാ നബിമാരും എല്ലാ നബിമാരും ആടുകളെ മേയിച്ച് നടന്നിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ജോലി എന്ന നിലക്കും ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്, ശമ്പളത്തിന് വേണ്ടി. ഒരു ഹദീസിലുണ്ടല്ലോ, കുന്തു അറഅൽ ഗനമ ബിഖറാറീത. അതിന് രണ്ടർത്ഥമുണ്ട്. കറാറീത്ത് എന്ന സ്ഥലത്ത് വെച്ച് ആടുകളെ മേയിച്ചിരുന്ന ഒരു കൂട്ടർ പറയണത്, മക്കയുടെ പരിസരത്ത് ദുനിയാവിലൊന്നും കറാറീത്ത് എന്ന സ്ഥലമില്ല എന്നാണ് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. കറാറീത്ത് എന്നത് ആ കാലഘട്ടത്തിലെ നാണയത്തിന്റെ പേരായിരിക്കാം. അപ്പോൾ ശമ്പള വ്യവസ്ഥിതിയിൽ ജോലി ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പ്രമുഖന്മാരായ ചരിത്ര നിരൂപകന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അജിയാദിൽ, കഅബാലയത്തിന്റെ അടുത്തുള്ള പ്രദേശമാണ്, അജിയാദ് മലമുകളിൽ ആടുകളെ ഞാൻ മേയിച്ചിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം മദീന ഷരീഫിൽ റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാവരും ആടുകളെ വർത്താനം പറയാണ്, ആടുകളുടെ സ്വഭാവങ്ങൾ. ഒരു കൂട്ടർ പറഞ്ഞു, ആടുകളെ മേയ്ക്കുന്നതിനേക്കാളും സുഖം ഒട്ടകത്തിനെ മേയ്ക്കുന്നതാണ്. വേറൊരു കൂട്ടർ പറഞ്ഞു, അല്ല, ആടുകളാണ് നല്ലത്. ഈ വർത്തമാനത്തിന്റെ ഇടയിൽ റസൂലുള്ള അങ്ങോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞു, ഓഹോ, നിങ്ങളുടെ ചർച്ച എന്താണ്? ആടാണല്ലേ വിഷയം, ഞാനും കൂടാ. റസൂലുള്ള കൂടി, അവരുടെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, മൂസ അലൈഹിസ്സലാം വഹുവ റായി ഗനം, ആടുകളെ മേയിച്ചുകൊണ്ടാണ് മൂസാ നബി ജീവിച്ചത്. ദാവൂദ് നബി അലൈഹിസ്സലാം ആടുകളെ മേയിച്ചിട്ടുണ്ട്. വഅന റായി ഗനം, ഞാനും ആടുകളെ മേയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടകങ്ങളെ മേയ്ക്കാൻ വേണ്ടി അഭിപ്രായം പറഞ്ഞ സഹാബാക്കളൊക്കെ തോറ്റുപോയി. ഒട്ടകളെ മേയ്ക്കുന്നതിനേക്കാൾ സുഖം ആടുകളെ മേയ്ക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ കൂടെ ചർച്ചയിൽ സംബന്ധിച്ചു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അവിടുത്തെ ജീവിതം മുന്നോട്ട് നീങ്ങി. ഇനി കൂടുതൽ പറയേണ്ടതില്ല. 40 വയസ്സിന് എന്തായാലും ആവണം ഇൻഷാ അല്ലാഹ്. അത് കാരണം എന്താ വെച്ചാൽ ഇനി നമ്മുടെ ടൈം ടേബിൾ എങ്ങനെ ചിന്തിച്ചിട്ടും സംഗതി വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അത് വേണം. അതുകൊണ്ട് പറയട്ടെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ 25ാമത്തെ വയസ്സിലേക്ക് എത്തുന്നു. ഇത്തരം ചില സ്വഭാവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അബൂ താലിബ് വീണ്ടും വിളിച്ചു, മോനെ, നിന്റെ കാര്യം കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കണം.
നമുക്ക് കുറച്ചൊക്കെ സാമ്പത്തികമായ വരുമാനങ്ങളും മറ്റും ആവശ്യമാണ്. എനിക്കാണെങ്കിൽ കുറെ കുട്ടികളുണ്ട്, കാര്യമായ വരുമാനങ്ങളൊന്നുമില്ല. ഒരു കച്ചവടത്തിന് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കുടുംബക്കാരൊന്നാകെ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ട്, നീ കേട്ടില്ലേ? അതുകൊണ്ട് നീ ആരോട് പറഞ്ഞാലും നിന്നെ കച്ചവടത്തിന് ആളുകൾക്കൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അബൂ താലിബ് വളരെ വമ്പിച്ച ഒരു സംസാരം കച്ചവടത്തിന് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ആ ഇടക്ക് അബൂ താലിബ് അന്വേഷിച്ച വിവരവുമായി വന്നിട്ട് പറഞ്ഞു, മോനെ മുഹമ്മദ് അൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ക്യാഷ് പൈസ ഇറക്കിയിട്ട് ബുദ്ധിയും തന്റെ ഇടവും വിശ്വസ്തതയുള്ള ചെറുപ്പക്കാരെ കയ്യിൽ നല്ലപോലെ കച്ചവടത്തിന് പണം കൊടുക്കുന്നുണ്ട്. ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ, അല്ലാഹു അവരെ തൃപ്തി അടയുമാറാകട്ടെ. ഖദീജയുടെ പേര് അല്ലാഹുവിന്റെ ദുനിയാവിൽ റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യ വിഭാഗത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ബീവി സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവിയുമായുള്ള ദാമ്പത്യ ബന്ധങ്ങളിലേക്കുള്ള തുടക്കം എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, അബൂ താലിബ് പറഞ്ഞു, ഖദീജ ബിൻത് ഖുവൈലിദ് പണം കൊടുത്ത് കച്ചവടത്തിന് ബന്ധപ്പെട്ടവരെ അയക്കുന്നുണ്ട്, നീ എങ്ങാനും പോയിട്ട് ആ വിവരം ഒന്ന് അറിയിച്ച് സന്നദ്ധനാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും നിന്നെ കച്ചവടത്തിന്റെ മാനേജറാക്കും, അതിന് മാത്രം നിന്നെ വിശ്വസിക്കും. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു വിഷമമുണ്ടായി. അതിപ്പോ ഞാൻ പോയി ചോദിക്കുന്നത് ഒരു മോശമല്ലപ്പാ എന്ന് പറഞ്ഞു. അബൂ താലിബ് പറഞ്ഞു, ശരി ഞാൻ ഏർപ്പാടാക്കിക്കോളാം സംഗതി. അബൂ താലിബ് തന്നെ മറ്റൊരാളെ പറഞ്ഞു വിട്ടു. അപ്പോഴേക്ക് ഖദീജ ബീവിക്ക് വിവരം കിട്ടി, മുഹമ്മദിനെ അയക്കാൻ അബൂ താലിബ് തയ്യാറാകും. മുഹമ്മദിന്റെ വിശ്വാസ്യതയെ കുറിച്ച് നാട് നേരെ ആളുകൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഖദീജക്കും അറിയാം. ആ സമയത്താണ് ഖദീജ വിളിപ്പിച്ചു, സംസാരിച്ചു എന്ന് തന്നെയാണ് ചരിത്രത്തിലെ പ്രബല അഭിപ്രായം. കച്ചവടത്തിന് ആവശ്യമായ വലിയ തുക കൊടുത്ത് തന്റെ വിശ്വസ്ത സേവകനും വൃദ്ധനുമായ മൈസറത്ത്, ചെറുപ്പത്തിലെ എന്താ പറയാ കാരണവരെന്നല്ല, മുതലാളിമാരുടെയൊക്കെ കച്ചവടത്തെ നിയന്ത്രിക്കുന്ന കാര്യസ്ഥൻ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കാര്യസ്ഥനായി ജോലി ചെയ്യുന്ന മൈസറത്തിനോട് പറഞ്ഞു, ഈ സംഗതിയൊക്കെ നോക്കിയാൽ മതി, കച്ചവടത്തിന് പറ്റിയ ആളെ കയ്യിൽ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല സംഖ്യ മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുക്കുന്നു. മക്കയിൽ നിന്ന് ആവശ്യമായ ചരക്കുകൾ ശേഖരിച്ച് റിഹ്ലത്ത ശിതാഇ വസ്സൈഫ് എന്ന് ഖുർആൻ പറഞ്ഞ ഷാമിലേക്കുള്ള കച്ചവട യാത്ര. മൈസറത്ത് കാര്യസ്ഥനായി തന്റെ മുതലാളിച്ചിയുടെ കച്ചവടം നല്ലപോലെ നോക്കി നടക്കുന്ന ഒരു മാനേജറെ കിട്ടണം എന്ന വിശ്വാസമുള്ള കാര്യസ്ഥനാണ്. കമ്മീഷൻ പറ്റിയിട്ട് മുതലാളിക്ക് കൊടുക്കുന്നതിനേക്കാളും കമ്മീഷൻ കാര്യസ്ഥന് കിട്ടുന്ന രൂപത്തിലുള്ള അവസ്ഥയല്ല, അള്ളാഹു കണക്കാക്കി കൊണ്ടുവരിക. ഏതെല്ലാം വഴിക്കൂടെ പോകണം എന്ന് അള്ളാഹുവിനറിയാം. അല്ലാതെ ഖദീജ ബീവിയുടെ കച്ചവടത്തിന്റെ മാനേജറായി പോകേണ്ട ഒരു ലക്ഷണമല്ലല്ലോ തുടക്കത്തിലൊന്നും നമ്മൾ കാണുന്നത്. അള്ളാഹു റസൂലിന്റെ കാര്യത്തിൽ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒറ്റ കാര്യം നോക്കി നിങ്ങൾ ഇനി നമുക്ക് പറയാൻ സാധിച്ചില്ലെങ്കിലോ, റസൂലുള്ളാഹി തങ്ങൾ എഴുത്തും വായനയും പഠിക്കാതെ നിരക്ഷരനായാണ് വളരുന്നത്. അതിന്റെ അർത്ഥം എഴുത്തും വായനയും നബിക്ക് അറിയൂല എന്നല്ല, അങ്ങനെ അർത്ഥം വെക്കരുത്. അന്നബിയുൽ ഉമ്മിയ്യു, നിരക്ഷരനായ പ്രവാചകൻ എന്ന അർത്ഥം വെച്ചാൽ അതിന്റെ അർത്ഥം അക്കാദമിക്കൽ തരത്തിൽ വ്യവഹാരാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം നേടിയിട്ടില്ല. അറേബ്യയിൽ സാക്ഷരതയിൽ വളരെ പിന്നിലായിരുന്നു. എന്നാലും സാമാന്യം സാമ്പത്തിക ശേഷിയും ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാക്കളുമുള്ള മക്കൾ എഴുത്തും വായനയും പഠിച്ചിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ എഴുത്തും വായനയും പഠിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു പല കുട്ടികളും പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പഠിച്ചിട്ടില്ല. എന്തുകൊണ്ട്? വിദ്യാഭ്യാസത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, രക്ഷിതാക്കൾ അതിന് തയ്യാറാകാത്തതുകൊണ്ടല്ല, അതിന് പറ്റുന്ന പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ അള്ളാഹു തീരുമാനിച്ചതാണ്, വലാ തഹത്തുഹു ബിയമീനിക ഇദല്ലർതാബൽ മുബ്തിലൂൻ. എഴുത്തും വായനയും മറ്റൊരു അധ്യാപകന്റെ അടുത്ത് പോയി പഠിക്കുന്ന ചിട്ട നബിയെ തങ്ങൾക്ക് വേണ്ട എന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചതാണ്. അബ്ദുൽ മുത്തലിബിന്റെ ഒരു മകൻ, ഇത്രയും മിടുക്കനും ബുദ്ധിമാനുമായ ഒരു കുട്ടി 4 ദിവസം പോയിരുന്നാൽ പഠിക്കാൻ കഴിയും, എന്നിട്ടും പഠിച്ചില്ല. എന്താ അതിന്റെ അർത്ഥം? പഠിക്കണ്ട എന്ന് അള്ളാഹു തആല തീരുമാനിച്ചതുകൊണ്ട് ഉമ്മിയായി അഥവാ അക്കാദമിക്കൽ തലത്തിൽ ഒരധ്യാപകന്റെ അടുത്ത് പോയി പഠിക്കണ്ട. കാരണം പിന്നീട് ഖുർആൻ അവതരിക്കുമ്പോ അറബികൾ പറയും മുഹമ്മദ് നേരത്തെ തന്നെ എഴുത്താനും വായിക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മിയായി വളർന്നത് അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ടാണ്. അതുപോലെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കച്ചവടത്തിന്റെ ചാർജ് ഏറ്റെടുക്കുന്നത്. ചുരുക്കത്തിൽ പറയാം, അബൂ താലിബ് സംഗതികളൊക്കെ ഏൽപ്പിച്ചത് പ്രകാരം ഖദീജ ബീവിയുടെ സ്വത്ത് ഏറ്റെടുത്തു. കച്ചവടത്തിന്റെ മാനേജറായി മൈസറത്ത് എന്ന് പറയുന്ന കാര്യസ്ഥന്റെ കൂടെ പോകുന്ന സന്ദർഭത്തിൽ ഖദീജ ബീവിക്ക് ഈ ഒരൊറ്റ മാനേജ്മെന്റ് ഒന്നും അല്ലുള്ളത്.
വിവിധ ടീമുകളെ പല ഭാഗത്തേക്കും കച്ചവടത്തിന് അയച്ചിരുന്നു. വലിയ സമ്പന്നയാണ്, വലിയ രൂപത്തിൽ വലിയ ധർമ്മിഷ്ഠയാണ്. അത്വഹറു ഫത്താത്തിൻ ഫിൽ അറബ്, ശുദ്ധയായ പതിവ്രതയായ ശാലീനയായ അതിസുന്ദരിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ ഓരോ വിഭാഗത്തെയും കച്ചവടത്തിന് അയച്ചിരുന്നു. മൈസറത്തിനോട് പറഞ്ഞു, മൈസറ നമ്മുടെ പുതിയ മാനേജർ എല്ലാറ്റിനും യോഗ്യനാണ്, അതുകൊണ്ട് കച്ചവടത്തിൽ നിങ്ങൾ ഇടപെടരുത്. ലാ തഅ്സിലഹു അംറൻ, ഒരു കൽപ്പനക്കും നിങ്ങൾ എതിര് പറയരുത്. വലാ തുഖാലിഫു റഅയൻ, ഒരഭിപ്രായത്തിനും നിങ്ങൾ എതിര് പറയാൻ പാടില്ല. നിങ്ങൾ കാര്യസ്ഥനാണെന്നുള്ളതൊക്കെ ശരി തന്നെയാ. കച്ചവടത്തിന് മുഴുവൻ അധികാരവും ഇതാ പുതിയ അല്ലമീനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കച്ചവടത്തിന് ചാർജ് ഏൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കച്ചവട സംഘത്തിൽ പോയി. മൈസറത്തും കൂടെ പോകുന്നു. വഴിയിൽ വെച്ച് പല അത്ഭുതങ്ങളും. മൈസറത്തിന് ആദ്യം അനുഭവപ്പെട്ട ഒന്ന്, നല്ല ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെയുള്ള കച്ചവടയാത്ര. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ നേരെയതാ കാർമേഘത്തിന്റെ തണൽ. എവിടെ എങ്ങോട്ട് റസൂലുള്ള പോയാലും കാർമേഘം തണലിടുന്നു. മൈസറത്ത് ആദ്യം കുറെയൊക്കെ വിചാരിച്ചു ഇത് യാദൃശ്ചികമാണ് എന്ന്. പിന്നെയാണ് മനസ്സിലാകുന്നത് എങ്ങോട്ട് പോയാലും കാർമേഘം വഴിമാറുന്നില്ല, നിഴൽ ഒരിക്കലും കാണേണ്ടി വരുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങനെ ഒരു സംരക്ഷണമുള്ളത് മനസ്സിലവിടെ നോട്ട് ചെയ്തു. കുറച്ചുകൂടി കച്ചവട സംഘം മുന്നോട്ട് നീങ്ങി. ഷാമിലെത്തി. ബുസ്ര പട്ടണത്തിൽ കച്ചവടത്തിന്റെ മാർക്കറ്റ് തുടങ്ങി. അപ്പോഴേക്കും അതാ വരുന്ന ഒരു പുരോഹിതൻ. കുറെ പുരോഹിതന്മാരുടെ കഥ പറഞ്ഞത് അതിന് മാത്രം ഉണ്ടായിട്ടാ. പ്രസംഗത്തിൽ കുറെ അധികം പറയുന്നുണ്ട്. പഴയകാല പുരോഹിതന്മാരാണ് പറഞ്ഞത്. ഞാൻ സത്യത്തിൽ എന്റെ പ്രിപ്പറേഷൻ സമയത്ത് അതിൽപ്പെട്ട 100-90 ഒഴിവാക്കിയിട്ടാണ് വളരെ ആവശ്യമുള്ളത് ഞാൻ എഴുതിയിട്ടുള്ളൂ. ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട് ഇത്തരം. അവിടെ ഉണ്ടായിരുന്ന നെസ്തൂറ എന്ന ഒരു പുരോഹിതൻ മൈസറത്തുമായി നല്ല പരിചയമുള്ള ആളാ. മൈസറത്ത് പലപ്പോഴും അവിടെ കച്ചവടത്തിന് പോകാറുണ്ട്. മൈസറത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതേതാ ഒരു പുതിയ മാനേജർ? കച്ചവടത്തിന് നിങ്ങൾക്ക് പുതിയ മുതലാളിനെ കിട്ടിയിട്ടുണ്ടല്ലോ, ആരാണിത്? മുഖം നോക്കിയപ്പോൾ വീണ്ടും പറഞ്ഞു, അല്ല ഇതാരാണ്, ഇതൊരു പുതിയ ആളാണല്ലോ. നെസ്തൂറ എന്ന പുരോഹിതൻ മൈസറത്തിനോട് അഭിപ്രായങ്ങൾ പലതും പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അദ്ദേഹം എന്നെ പറ്റി എന്തോ തെറ്റിദ്ധരിച്ചു. ഞാൻ ചോദിക്കാം, അദ്ദേഹത്തിന്റെ കണ്ണിന് ഒരു പ്രത്യേക ചുവപ്പ് കാണാനുണ്ടോ? കണ്ണിന്റെ ഉള്ളിൽ വെള്ളയുടെ ഭാഗത്ത് ഒരു ചെറിയ ചുമപ്പിന്റെ അടയാളം കാണാറുണ്ടോ? അത് എപ്പോഴും ഉണ്ടാവാറുണ്ടോ, അതല്ല ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ടോ? അപ്പൊ മൈസറത്ത് പറഞ്ഞു, അത് ശരിയാണ്, കണ്ണിന്റെ ഭാഗത്ത് ഒരു ചുമപ്പ് ഞാനും കണ്ടിട്ടുണ്ട്. അത് മായ്ഞ്ഞു പോകുന്ന ചുമപ്പല്ല, അത് ഇടക്കിടക്ക് എപ്പോഴും തന്നെ കാണുന്ന ഒരു ചുമപ്പാ. ഉടനെ തന്നെ ആ ലക്ഷണം കൊണ്ട് മനസ്സിലാക്കി. ഉടനെ തന്നെ നെസ്തൂറ പുരോഹിതൻ ഓരോ ലക്ഷണങ്ങൾ ചോദിച്ചറിഞ്ഞു. അവസാനം പറഞ്ഞു, ഹുവ ഹുവ വഹുവ ആഖിറുൽ അംബിയാ വയാ ലൈത അന്നി അദ്രികുഹു ഹൈസു യുഅ്മറു ബിൽ ഖുറൂജ്. നെസ്തൂറ എന്ന അന്നത്തെ പുരോഹിതൻ പറഞ്ഞു, ഇത് അതാണ്, അന്ത്യപ്രവാചകനാണ്. അദ്ദേഹം കൽപ്പന ലഭിക്കുന്ന നാളിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാമായിരുന്നു. മൈസറത്ത് അത് മനസ്സിലാക്കി അവിടെ വെച്ചു. എന്റെ മുതലാളിക്ക് കിട്ടിയ പുതിയ മാനേജർ വെറും ബിസിനസ് മാൻ അല്ല, വലിയ വലിയ അഭൗമിക സിദ്ധികളുള്ള മഹാനുഭാവനാണ്. കാർമേഘത്തിന്റെ തണലിടുന്ന രംഗം അതുപോലുള്ള പലതും കാണുകയും ചെയ്യുന്നു. കച്ചവടത്തിൽ ചുരുക്കി പറയട്ടെ, എന്തെന്നില്ലാത്ത ലാഭം, വളരെ വിശദമായ ലാഭം, സന്തോഷകരമായ ലാഭം. അതിനും ചില നീക്കങ്ങളൊക്കെ പറയുന്നുണ്ട്. കച്ചവടം അവിടെ എത്തി. പുതിയ മാനേജറുടെ കൽപ്പനയാണല്ലോ. കാര്യസ്ഥൻ പറഞ്ഞു, വേഗം വിൽക്കണം, വേഗം എടുത്ത് വിൽക്കണം, ആളുകളൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് പോയി പോകും. അപ്പൊ പുതിയ മുതലാളി പറഞ്ഞു, നിൽക്കട്ടെ, വിൽക്കാനായിട്ടില്ല, നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കണം. അത് നമ്മൾ കമ്മിറ്റിക്കാരൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാ. ചില ഉസ്താദുമാരൊക്കെ ചില സമയം ഒക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്കൂ ദ്വാരക്കാൻ. അന്നപ്പോഴേക്ക് കമ്മിറ്റിക്കാർ പറയും, ഉസ്താദ് ഇങ്ങനെ സമയം ഒപ്പിച്ചും ആൾക്കാർ വന്നോലൊക്കെ പോയി പോകും. വന്നോലാണ്ട് പോയിക്കോട്ടെ, എന്തിനാ നമ്മൾ തിരക്കുന്നത്? അതൊക്കെ വേറെന്തോ ലക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കായിരിക്കൂ. നല്ല മനുഷ്യന്മാർ അങ്ങനെ കാത്തിരിക്കുമ്പോൾ നമ്മളതിനെ എതിർക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കച്ചവടത്തിന് അത്ര തിരക്കിതൊന്നും വേണ്ട മൈസറത്ത്. അപ്പോഴേക്ക് മൈസറത്ത് പറഞ്ഞു, അതല്ല, ഞാൻ അങ്ങനെ എതിർക്കല്ല. ആളുകളൊക്കെ ആവശ്യമുള്ളതൊക്കെ വാങ്ങിപ്പോയാൽ നമ്മളത് ചെലവാകൂല, നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വിറ്റയക്കണ്ടേ, നിങ്ങൾ തിരക്കിടണ്ടാന്ന്. അതിനൊക്കെ നല്ല ടൈം വരുമ്പോ നമുക്ക് വിൽക്കാം. ഇത് മൈസറത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു തണുപ്പം കച്ചവടക്കാരനായി പോയോ എന്നൊരു ബേജാറ്. കുറച്ചു കഴിഞ്ഞു, അത്യാവശ്യം മക്കയിൽ നിന്ന് വന്ന കൂടെ വന്ന സഹയാത്രികരുടെ കച്ചവടക്കാരുടെ സാധനങ്ങളൊക്കെ ഏകദേശം വിറ്റഴിഞ്ഞു. പെട്ടെന്നതാ വിദേശത്തു നിന്ന് വരുന്ന വലിയ ഒരു കച്ചവട സംഘം വഴിയിലുണ്ടായ ഒരു തടസ്സം കാരണം കൃത്യത്തിന് അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. അവരാകമാനം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് മറ്റുള്ളവരുടെ കച്ചവട സാധനങ്ങളൊക്കെ വിറ്റഴിക്കൽ പരിപാടി കുറഞ്ഞ വിലക്ക് തന്നെ ഉള്ളതൊക്കെ തീർത്ത്. പക്ഷേ റസൂലുള്ളാഹിയുടെ ഖദീജ ബീവിയുടെ സാധനങ്ങൾ കൂടുതലൊന്നും വിറ്റഴിയാത്ത ഒരു സന്ദർഭത്തിലാണ് പുതിയൊരു സംഘം വന്നിറങ്ങുന്നു. ഏത് വിലക്കും സാധനം വിറ്റുപോകുന്ന ഒരവസ്ഥ. വളരെ ചൂടപ്പം പോലെ മുത്തു വിലക്ക് വിറ്റുപോകുന്ന ഡിമാൻഡുള്ള ഒരു സന്ദർഭമെത്തി. എന്തെന്നില്ലാത്ത അസുലഭമായ കച്ചവടം, നല്ല ലാഭം.
സംഭവം മൈസറത്തിന് നല്ല സന്തോഷമായി. മൈസറത്ത് പറയുകയും ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ് അൽ അമീൻ 40 കൊല്ലമായി യാ മുഹമ്മദു ഇത്തജർനാ ലി ഖദീജ 40 സന, 40 കൊല്ലമായി നമ്മുടെ മുതലാളിച്ചിയുടെ ഖദീജയുടെ കച്ചവടത്തിന്റെ കാര്യസ്ഥനാണ് ഞാൻ. ഈ 40 കൊല്ല കാലയളവിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഈ കച്ചവടത്തിലുണ്ടായതുപോലെയുള്ള ലാഭം ഇത്രയും കാലത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് മൈസറത്തെ അവിടെ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. സ്വഭാവം ശ്രദ്ധിച്ചു, വിശ്വസ്തത ശ്രദ്ധിച്ചു, സംസാരം ശ്രദ്ധിച്ചു, പക്വത ശ്രദ്ധിച്ചു. എല്ലാം മൈസറത്തിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു അവസ്ഥയായി, വലിയൊരു ചിത്രമായി. അതിനിടക്കഥ മറ്റൊരു സംഭവം നടന്നതും പറയണമല്ലോ. ഈ കച്ചവടത്തിന് പോയപ്പോഴോ അല്ല അതിന്റെ മുമ്പോ ആയിരിക്കാം, ഓരോന്നിനും ഓരോ നിമിത്തമുണ്ടാകും. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. പണക്കാരിയായ കോടീശ്വരിയായ ഖുവൈലിദിന്റെ മകൾ ഖദീജ ഒരിക്കലും സമ്പന്ന വകുപ്പില്ലാത്ത ഒരു മുഹമ്മദിനെ ഭർത്താവായി സ്വീകരിക്കുന്ന ചിത്രം അറേബ്യയിലെ ആ കാലഘട്ടത്തിലെ നിലവാരത്തിൽ ഉണ്ടാകേണ്ടതല്ല. പക്ഷെ അള്ളാഹു അങ്ങനെ വിധി വെച്ചത് എന്തിന്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഈ നിയോഗ വ്യക്തിയുടെ ജീവിതത്തിലെ അത്താണിയാൻ. ഭാര്യമാര് കേൾക്കേണ്ട പ്രസംഗമാണ്. ഭർത്താവിന്റെ നിർണായക ഘട്ടങ്ങളിൽ തന്റെ ഇടമുള്ള ഭാര്യ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിച്ച ബീവി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ അവർക്ക് ഈ ജീവിത നിധി ലഭിക്കാനുണ്ടായ ഒരു കാരണമുണ്ടായി. എന്താ സംഭവം? ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഹിശാം എല്ലാ ആധികാരിക ചരിത്രത്തിലും കാണാം. ഖുറൈശി സ്ത്രീകൾ സാധാരണ ചെന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവർ വന്നിരിക്കുകയും സൊറ പറയുകയും വർത്തമാനം പറയുകയും പ്രത്യേകിച്ച് കല്യാണവുമായി ബന്ധപ്പെട്ട ഈ സൽക്കാരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം, പെണ്ണുങ്ങളൊക്കെ കൂടി വന്ന് വർത്തമാനം പറയുന്ന സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്ത് ഖദീജയും ഇരിക്കാറുണ്ട്. ആ ഒരു സ്ഥലത്തടാ ഒരിക്കൽ ഒരാൾ കയറി വരുന്നു. വിവരസ്ഥരായ ആളുകൾ, പെണ്ണുങ്ങൾ കയറിയിരിക്കുന്നവർക്ക് കൈനോട്ടക്കാരൊക്കെ അന്നും വരലുണ്ട് ഇന്നും വരലുണ്ട്. എന്നിട്ടോ പലരും വരലുണ്ട്. അജ്മീറിന് പിരിമുകാർ പറഞ്ഞിട്ടൊരു കൂട്ടർ വരും. നിസ്കരിക്കില്ല, നോമ്പ് വെക്കില്ല, പച്ചവല്ലി. എന്നിട്ട് ഔലിയാക്കന്മാര് തങ്ങന്മാര് പറഞ്ഞിട്ട് ഉള്ള വീട്ടിലുള്ളതൊക്കെ പെറുക്കി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചൂഷണക്കാരെയൊന്നും പോറ്റുന്നവരല്ല നമ്മൾ. അവരൊക്കെ ദീനുമായി ബന്ധമുള്ളവരാണോ നിസ്കാരമുള്ളവരാണോ എന്നൊക്കെ നോക്കിയിട്ട് കൊടുത്താൽ മതി. അജ്മീറിനൊന്നും ഇപ്പൊ തൽക്കാലം പിരിവിന് ഇങ്ങനെ താടിയില്ല, മീശയില്ല, ഒരു തരം പേടിപ്പെടുത്തുന്ന രൂപത്തിൽ പിരിവുകാർ വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് കൈനോട്ടക്കാരും വരും, പിരിവുകാരും ഒക്കെ വരും. അവരെയൊക്കെ വേണ്ടതുപോലെ മാത്രമേ നിരീക്ഷിക്കാൻ പാടുള്ളൂ. ഇരിക്കട്ടെ, ഖദീജ ബീവി ഉൾപ്പെടെയുള്ള മക്കയിലെ തരുണിമണികൾ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പുരോഹിതൻ കയറി ചെന്നു. അദ്ദേഹം ഒരു തന്റേടുള്ള ആളാണ്, വിവരസ്ഥനാണ്, യഹൂദികളുടെ ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് എന്തോന്ന് പറയാനൊരു തിടുക്കം, പ്രസംഗിക്കാനൊരു മുട്ടല്. അദ്ദേഹം പറഞ്ഞു, യാ മാശറ നിസ ഖുറൈശ്, ഖുറൈശി പെണ്ണുങ്ങളെ, എന്നെ കളിയാക്കരുത്. ഞാനൊരു കാര്യം പറയാൻ പോവാ. നിങ്ങളിൽപ്പെട്ട ഏതോ ഒരു ഭാഗ്യവതി കൂട്ടത്തിലുണ്ട്. എന്താണ് ഭാഗ്യം എന്നറിയോ? فأيكن استطاعت أن تكون فراشا له فلتفعل إنه يوشك فيكن نبي. അറേബ്യയിൽ ഈ മക്കാ പ്രദേശത്ത് ഇബ്രാഹിമിന്റെ പിന്നലമുറയിൽ ഒരു മഹാനുഭാവനായ യോഗ്യവര്യൻ, ഒരു പ്രവാചക പ്രഭു വരാനിരിക്കുന്നുണ്ട്. ഈ പിരീഡ് അദ്ദേഹം വരാനിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തി അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും. അതിന് സാധിക്കുന്നവർ ഭാഗ്യവതികളാണ് എന്ന രൂപത്തിൽ ഒരു വർത്താനം. ഇത് സദസ്സിലുണ്ടായിരുന്ന പെണ്ണുങ്ങളൊക്കെ കൂടി കേട്ടപ്പോ, ഓ എവിടുന്നാപ്പൊ ഒരു ദാവുമായിട്ട് വന്നുകണ്. ഇപ്പൊ ഒരു പുതിയ നബി വരും, ആ നബിന്റെ പുതിയെണ്ണാവാൻ പൂതിയുള്ളവര് എല്ലാ പെണ്ണുങ്ങളും കളിയാക്കിയത്രേ. എല്ലാ പെണ്ണുങ്ങളും ഈ പുരോഹിതനെ വളരെയധികം മോശപ്പെടുത്തി. വളരെയധികം പോയാ മതിയായിരുന്നു. ഒരു പുതിയ നബിന്റെ വർത്താനമൊക്കെ പറയാൻ ഞങ്ങൾക്ക് വേറെ ഏതോ കഥയും സിനിമയും ഒക്കെ അല്ലാതെ ഈ കഥയൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ എല്ലാവരും കളിയാക്കി. എന്നാൽ ബുദ്ധിമതിയും തന്റേടിയുമായിരുന്ന, അള്ളാഹുവിന്റെ നിയോഗത്തെ ഏറ്റെടുക്കാൻ മാത്രം അള്ളാഹു ഭാഗ്യം കൊടുത്ത, ദുനിയാവിൽ ഇങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരു പെണ്ണ് വേറെ ഇല്ല റളിയല്ലാഹു അൻഹാ. ഖദീജയുടെ മനസ്സിൽ ആ ചിത്രം വെറുതെ കാര്യമായ ഒരാൾ പറയുന്നത് എന്തിനാ കളിയാക്കാൻ നിൽക്കുന്നു, അങ്ങനെ വല്ലതും ഉണ്ടാവുമായിരിക്കും എന്ന് വെറുതെ മനസ്സിലവിടെ വെച്ചു. ഒരു നബി വരാനിരിക്കുന്നു, അദ്ദേഹത്തിന് കാലം അടുത്തിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ ഇവരിൽ ആർക്കെങ്കിലും ഒന്ന് അവസരം ഉണ്ടാകുമെന്ന ആ പ്രവചനം ഖദീജ മനസ്സിലവിടെ സൂക്ഷിച്ചു. മറ്റാരോടും പറയാനൊന്നും മെനക്കെട്ടതുമില്ല. ഇങ്ങനെയൊരു പഴയകാല അനുഭവം ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതാവട്ടെ, കച്ചവട സംഘം തിരിച്ചെത്തുന്നു. വഴിയിൽ വെച്ച് വമ്പിച്ച ലാഭം കിട്ടിയ സ്ഥിതിക്ക് ലാഭവിവരം സന്തോഷമായി മുതലാളിമാരെ ആദ്യം അറിയിച്ചാൽ അതിന്റെ പേരിൽ ഒരു കീഴ് കിട്ടും, ഒരു സമ്മാനം. സുഹൈബ നബി ജനിച്ചു എന്ന് കേട്ടപ്പോ അബൂലഹബ് സമ്മാനം കൊടുത്തില്ലേ? അപ്പൊ ഇവര് കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടിയപ്പോ മൈസറ പറഞ്ഞു, വല്ലാത്ത ലാഭാണ്.
അതുകൊണ്ട് നമ്മുടെ മുതലാളിച്ചികൾ ഇത് ആദ്യം പോയി പറഞ്ഞാൽ വലിയൊരു സമ്മാനം കിട്ടും. അത് നിങ്ങൾ കൈക്കോട്ടെ, നിങ്ങൾ ആദ്യം പോയി പറഞ്ഞോ. മൈസറ എന്ന കാര്യസ്ഥൻ ഇതാദ്യം പറയാനുള്ള ചാൻസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നു. കച്ചവടം കഴിഞ്ഞു, തിരിച്ചു വന്നു, യാത്ര ഏകദേശം മക്കയോട് അടുക്കാനായി. മറ്റുള്ള വിവരങ്ങളിലൂടെ സ്വാഭാവികമായും മുതലിറക്കിയ ആളുകൾക്കാണല്ലോ ലാഭം നഷ്ടമൊക്കെ അറിയാനുള്ള തിരക്കുണ്ടാകും. നിങ്ങൾക്കിപ്പോ ഇത് നഷ്ടാനും ലാഭാനും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ റസൂലുള്ള മാനേജർ എന്ന നിലയ്ക്ക് ചെറിയൊരു താല്പര്യം ഉണ്ടെന്നേ ഉള്ളൂ. ഖദീജ ബീവി മാളിക മുകളിൽ കയറിയിരിക്കുക. പാട്ടിലുണ്ട് മാളിക മുകളിൽ, അദ്വാജിക്ക് കാണാതെ അറിയേണ്ടതാണല്ലോ. ഖദീജ ബീവി മാളിക മുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്. ഞാനത് പാടിയപ്പം പണ്ട് ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചു അന്നിപ്പോ മാളിയപ്പോഴൊക്കെ ഉണ്ടാവുക. ഇന്ന് ഞാൻ ചരിത്രം കൂടുതൽ പ്രിപ്പയർ ചെയ്തപ്പോഴാണ് അത് യഥാർത്ഥമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഫകാനത്ത് ഫീ ഉലയ്യത്തിൻ ലഹാന, മാളികപ്പുറേ തന്നെയായിരുന്നു. എന്റെ കച്ചവടത്തിന്റെ വിവരമുണ്ടോ വരാനുണ്ടോ എന്നും കാത്തിങ്ങനെ ഇരിക്കുക. ദൂരെ നോക്കി നിൽക്കുമ്പോഴതാ വരുന്നു തന്റെ കച്ചവടത്തിന്റെ ചാർജ് ഏറ്റെടുത്ത മാനേജർ. അപ്പോൾ ഖദീജ ബീവി ഒന്ന് നോട്ട് ചെയ്തു, എന്താണ് ആ വരുന്ന ആളുടെ മുഖഭാവവും നടത്തോ ഇരുത്തോ എന്തെന്നില്ലാത്ത ലാവണ്യം. അപ്പോഴും മറ്റൊന്നുകൂടി കാണുന്നു, കാർമേഘം കൂടെ സഞ്ചരിക്കുന്നു. വളരെ വെയിലുള്ള സൂര്യന്റെ അതിശക്തമായ ചൂട് ഉള്ള സ്ഥലത്ത് പക്ഷേ തന്റെ മാനേജറാണല്ലോ നടന്നു വരുന്നത്, കാർമേഘം കൂടെ നടക്കുന്നതായ ഒരു അനുഭവം. ഇത് മനസ്സിൽ എന്തോ ചില സംശയങ്ങൾക്ക് ഇടവരുത്തി. ഇതെന്ത് എന്റെ മാനേജർ ഇങ്ങനെയൊക്കെ ആണോ പടച്ചോനെ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ചില നല്ല കാര്യങ്ങൾ മനസ്സിൽ ഉദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ കയറി ചെന്നു, കച്ചവടത്തിന്റെ അവസ്ഥ വിവരിച്ചു, വമ്പിച്ച ലാഭം കിട്ടിയ കാര്യം അറിയിച്ചു. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് കച്ചവടത്തിന്റെ ലാഭമല്ല അറിയേണ്ടത്, കച്ചവടത്തിന്റെ നിജസ്ഥിതിയല്ല അറിയേണ്ടത്, കച്ചവടത്തിന്റെ കണക്കല്ല അറിയേണ്ടത്. എവിടെ പോയി നമ്മുടെ കാര്യസ്ഥൻ? മൈസറത്ത് എവിടെയെന്നാ ചോദ്യം. മൈസറത്ത് വരുന്നുണ്ട്, ഇത് ഞാൻ ആദ്യം ഇങ്ങോട്ട് പോകുന്ന വിവരം തരാൻ വേണ്ടി. ഓ ശരി, എന്നാ വേഗം മൈസറത്ത് വരട്ടെ, മൈസറത്തിനോടൊന്ന് വേഗം വരാൻ പറ. അപ്പോഴേക്കായിരിക്കാം ഈ നേരത്തെ പുരോഹിതം പറഞ്ഞതും ഈ നിഴല് കാണാത്ത അത്ഭുതങ്ങളും മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ അത്ഭുതങ്ങൾ. ഖദീജ ബീവിയുടെ മനസ്സിൽ അള്ളാഹു ആ സ്നേഹം അങ്കുരിപ്പിച്ചു. സഹായിക്കാൻ ആളില്ലാതെ, അഭയമില്ലാതെ മക്കാ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകേണ്ട ഒരാൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സംരക്ഷണമാണ്. ഹബീബായ റസൂലുള്ളാഹിയോട് ഈ നിഅമത്ത് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ലേ, മഹാനായ നബിയേ, അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. സാമ്പത്തികമായി പ്രത്യേക വകുപ്പൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് സമ്പന്നമായ ഒരവസ്ഥയിലേക്ക് അല്ലാഹു തആല തങ്ങളെ ഉയർത്തിയില്ലേ? അതിന് നിമിത്തമാവുകയാണ് അല്ലാഹു ഹക്കീമാൻ. ഖദീജയെ തന്നെ കൊടുക്കണം, അല്ലാഹുവിന്റെ ഖദാആൻ. സുഹൃത്തുക്കളെ, മൈസറത്തെത്തുന്നു. മൈസറത്തെത്തി മാനേജറുടെ വഴിക്ക് പോയി മൈസറത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. സത്യത്തിൽ മൈസറത്തിനെ അവതരിപ്പിക്കാനുള്ളതിലധികം പൂതി ഖദീജ ബീവിക്ക് ചോദിക്കാനായിരുന്നു. ഖദീജ ബീവി 1-2 ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ടാണ് ചോദ്യം. മൈസറത്ത് പറഞ്ഞു നമ്മുടെ മാനേജർ, ഓരോ വിവരങ്ങളും പറഞ്ഞു. അവിടെ നസ്തൂറ പുരോഹിതൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വാർത്ത പഠിപ്പിച്ചു. ഏത് വെയിലുള്ള പോയിന്റിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ അല്ലാതെ പറയാൻ സാധിക്കൂലല്ലോ, സലാത്ത് അല്ലാതിരിക്കാനും പറ്റൂലല്ലോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നേരിട്ട് കൊടുത്ത കാർമേഘത്തിന്റെ നേരിട്ട് കൊടുത്ത രംഗം, അദ്ദേഹത്തിന്റെ വിശ്വസ്തത, അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിലുള്ള പരിശുദ്ധി, പതിവ്രത, മര്യാദ, മാനം, വ്യക്തിത്വം, മുഖഭാവം, സൗന്ദര്യം, തന്റേടം, ഇതൊക്കെ മൈസറത്ത് ഇങ്ങനെ അവതരിപ്പിച്ചു. ഇത് കേൾക്കാൻ എന്തെന്നില്ലാത്ത തിടുക്കം ഖദീജക്ക്. കാരണം വെറും ഒരു കച്ചവടക്കാരനെ അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മുഖത്ത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ ഖുവൈലിദിന്റെ മകൾ കണ്ടെത്തുന്നത്. അതെ, തീർച്ചയായും ഖുവൈലിദിന്റെ മകൾക്ക് അള്ളാഹു കനിഞ്ഞരുകിയ നിധിയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയ നിധിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടുകൾ നമുക്ക് പറയാൻ സാധിക്കും ആ ബന്ധത്തിൽ. ചുരുക്കി പറയുന്നു, ആ ബന്ധത്തിന്റെ ചർച്ചകൾ തുടങ്ങി. നഫീസ എന്ന ഒരു വൃത്യ, അവർക്ക് എന്തെങ്കിലും നമ്മളെ വക കൊടുക്കാൻ പറ്റും. കാരണം ഈ കച്ചവടം കല്യാണം ഒക്കെ പറഞ്ഞു ഉറപ്പിച്ചുണ്ടാക്കിയതൊക്കെ ആ പെണ്ണ നഫീസ. പക്ഷെ അവര് പിൽക്കാലത്ത് എത്ര കാലം ജീവിച്ചു എന്ന് വ്യക്തമല്ല. നഫീസയോടാണ് പറഞ്ഞത്, അല്ല എനിക്ക് ഇങ്ങനെ ഒരു പൂതി ഉണ്ട്, അവനെ എനിക്ക് കെട്ടിച്ചു എനിക്ക് ഭർത്താവായി കിട്ടുവാവോ? ആ ഖുറൈശി കുടുംബാണ്, ഞാനും ഖുറൈശി തന്നെയാണ്, എന്നാലും 2 താവഴിയിലേക്ക് മാറിപ്പോയതാണ്. നഫീസയാണ് പോകുന്നത്. റസൂലുള്ളാഹി തങ്ങളോട് തന്നെ നേരിട്ട് പറഞ്ഞതായി കാണാം. ആ പെൺകുട്ടി ആ നഫീസയ്ക്കുള്ള തന്റെ ഇടമായിരിക്കാം. റസൂലുള്ളാഹി ഇത് കേട്ടപ്പോഴും ഒന്ന് ചിരിച്ചു എന്ന് മാത്രം കാണാം. ഇസ്തഹിയ, മറുപടി പറയാനൊരു മടി.
അത്തരം വർത്തമാനത്തിലൊന്നും ഇടപെട്ട് ശീലിക്കാത്ത റസൂലുള്ള വിവാഹാന്വേഷണത്തിന്റെ വർത്തമാനവുമായി വന്നപ്പോ ഒന്ന് ചിരിച്ചു. ഒന്ന് ഇതിന്റെ അർത്ഥം മാന്യതയുള്ള മാന്യന്മാർ കുറച്ച് ലജ്ജാശീലന്മാരായിരിക്കും. എന്നാ പെൺകുട്ടി തന്നെ ആയിക്കോട്ടെ. ഇപ്പഴങ്ങനൊന്നും അല്ല. ഇപ്പം ബാപ്പാരൊക്കെ പെണ്ണ് കണ്ടുവെച്ചാൽ ബാപ്പാര് കെട്ടുകയെന്നല്ലാതെ മക്കൾ തന്നെ കണ്ടുവെക്കുന്ന കാലഘട്ടമാണ്. ആണൻ കാന ഔ പെണ്ണൻ, ആരായാലും അങ്ങനെയാണ് അവസ്ഥ. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലെ ശുദ്ധ സ്വഭാവവും ശാരീരതയും ഒക്കെ വല്ലാതെ കാണുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ നീട്ടി പറയുന്നില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നഫീസയെ ചട്ടം കെട്ടി. നഫീസ അബൂ താലിബിനെ ചെന്ന് കാണുന്നു. പിന്നീട് മത്സരത്തിൽ രംഗത്തേക്ക് ഇറങ്ങുന്നു. ദല്ലാളന്മാര് എന്നൊക്കെ പറഞ്ഞവരൊക്കെ വേണം. അതിന്റെ ഇടയിലൊക്കെ കുറച്ച് ആളില്ലാതെ ഒരു സംഗതി നടക്കൂല. മത്സരത്തിന് നല്ല റോളുണ്ട്. നഫീസ എന്ന പെണ്ണിന് നല്ല റോളുണ്ട്. ഖദീജ ബീവി അടിക്കടി ആളെ വിട്ടു. അവസാനം അബൂ താലിബിന്റെ അടുത്ത് അന്വേഷണം എത്തി. അബൂ താലിബ് ആ സംഭവം അംഗീകരിച്ചു. കല്യാണത്തിലേക്കുള്ള നീക്കുപോക്കുകൾ കച്ചവട യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. 3 മാസം പിന്നിട്ടപ്പോഴേക്ക് ബീവി ഖദീജ റളിയല്ലാഹു അൻഹായും റസൂലുള്ളാഹിയും തമ്മിലുള്ള കല്യാണം നടന്നു എന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നു. അന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് 25 വയസ്സ്, യൗവനത്തിന്റെ പ്രസരിപ്പുള്ള സർവമാന തുടിപ്പുകളും പ്രകടമായ ആരോഗ്യ ദൃഢഘാതനായ സൗന്ദര്യത്തിലെ ഏറ്റവും വലിയ രാജകുമാരൻ സയ്യിദുനാ റസൂലുള്ളാഹി. ബീവി ഖദീജയാകട്ടെ അറേബ്യയിലെ ശുദ്ധവതിയായ, അതിസുന്ദരിയായ, സമ്പന്നയായ, കുലീനവതിയായ പെണ്ണ്. പിന്നെ ഒരു കാര്യം, 40-25 തമ്മിലുള്ള വല്ല കോമ്പിനേഷൻ പ്രശ്നവും ഇല്ല. 25കാരനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ വിവാഹിക്കുമ്പോൾ അവർക്ക് 40 വയസ്സ് പ്രായമാണ്. അതിനു മുൻപ് 2 വിവാഹത്തിൽ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു തആല അവസരമുണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായി ഒരു വിവാഹം കഴിച്ചത് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്യുന്നതിന് മുൻപ് അവര് വിവാഹം ചെയ്തതായി കാണാം. ആ വിവാഹത്തിൽ ഭർത്താവ് മരണപ്പെട്ടുപോയി. രണ്ടും കാണാം. ഖദീജ ബീവിയെ പറ്റി ആ കാര്യങ്ങൾ പറയേണ്ടത് ഈ സമയത്ത് ആവശ്യമാണല്ലോ. അതീഖ് എന്നായിരുന്നു ആദ്യത്തെ ഭർത്താവിന്റെ പേര്. അദ്ദേഹത്തിലൂടെ ഒരു മകൻ ജനിച്ചു. ഹിന്ദ് എന്ന് പറയുമ്പോൾക്ക് പെണ്ണാന്ന് വിചാരിച്ചു റളിയല്ലാഹു അൻഹാ കണ്ട. ഹിന്ദ് പുരുഷനാണ്. പെണ്ണിനും അങ്ങനെ പേരിടും. എന്താ ഞാൻ ചെയ്യുന്ന എന്താ? നമുക്കിനൊന്നും ചെയ്യാൻ പോലല്ല. പെൺകുട്ടിക്കും പേരിടും ഹിന്ദ്, ആൺകുട്ടിക്കും പേരിടും ഹിന്ദ്. ഇന്ത്യ നമ്മുടെ രാജ്യ. അപ്പൊ ഇന്ത്യയോടുള്ള പേര് പ്രിയം അറബികൾക്ക്. ആൺകുട്ടിക്കും പേരിടും, പെൺകുട്ടിക്കും പേരിടും. റസൂലുള്ളാഹി തങ്ങളുടെ സഹോദരൻ, ഉമ്മ വഴിക്കുള്ള സഹോദരനായ ഹിന്ദ് ബിൻതു അതീഖ്, അദ്ദേഹം മരണപ്പെട്ടുപോയി യൗവനകാലത്ത് തന്നെ. പിന്നീട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തത് അബൂ ഹാല എന്ന് പറയുന്ന ഒരു മാന്യനാണ്. അദ്ദേഹത്തിൽ 2 കുട്ടികളുണ്ടായി. ഹിന്ദ് ഇബ്നു അബി ഹാല, അതിന്റെയും പേര് ഹിന്ദ് തന്നെ. മൂന്നാമത്തെ കുട്ടി ഹാല ഇബ്നു അബി ഹാല. ഇങ്ങനെ 3 കുട്ടികൾ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാക്ക്. അത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആദ്യത്തേത് പെണ്ണാണ്. അതീഖിൽ ജനിച്ചത് ഹിന്ദ് എന്ന പെൺകുട്ടി, അബൂഹാലയിൽ ജനിച്ചത് ഹിന്ദ് എന്ന ആൺകുട്ടി. അപ്പൊ ഖദീജ ബീവിയുടെ 2 ഹിന്ദ് ഉണ്ട് കുട്ടികൾ. ഒന്ന് പെണ്ണുമാണ്, ഒന്ന് ആണുമാണ്. ഹദീസിന്റെ കിതാബൊക്കെ വായിക്കുമ്പോൾ അല്ലാതെ മേലോട്ട് നോക്കിപ്പോലെ ഇത്തരം സന്ദർഭത്തിലാണ്. ഇതാണോ പെണ്ണോ എന്ന് തിരിയാതെ വിഷമിച്ചു പോകും. കാരണം 2 ആണിനും പെണ്ണിനും ഉണ്ടാകുന്ന പേരും ആവുക, 2 ഖദീജ ബീവിന്റെ കുട്ടികളും ആവുക. ഒന്ന് ആണെന്നും പറയാം, ഒന്ന് പെണ്ണെന്നും പറയാ. ഹദീസുകളിൽ ഇൽത്തിറാബ് കുടുങ്ങിപ്പോകുന്ന ഘട്ടമാണ്. ഏതാവട്ടെ 3 കുട്ടികൾ നേരത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഹയാത്തിലുള്ളവർ ഉണ്ട്. അങ്ങനെ 2 ഭർത്താക്കന്മാരുടെ കൂടെ ദാമ്പത്യ ജീവിതം നയിച്ച പാരമ്പര്യവും അനുഭവവും ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഖദീജ ബീവിയുടെ വിവാഹ നിശ്ചയങ്ങൾ നടന്നു. കല്യാണത്തിന് ആളുകൾ ഒരുമിച്ചുകൂടി. ആ കല്യാണത്തിൽ സംബന്ധിച്ച പൗരപ്രമുഖന്മാർ, അതിൽ നമ്മുടെ കഥാപാത്രം രംഗത്ത് വരുന്നുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 2 വയസ്സിന് ഇളയ പ്രായമാണ്. അതുപോലെ അബൂ സുഫിയാനാണ് കാരണവർ. വറഖത്ത് ഇബ്നു നൗഫൽ, വളരെ സിദ്ധനായ വേദാന്തിയായ പണ്ഡിത പ്രഭുവായ വറഖത്ത് ഖദീജയുടെ ഭാഗത്ത് നിന്നുള്ള കാരണവരാണ്. കാരണം ഖദീജ ബീവിയുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ കാരണവരാണ് വറഖത്ത്. അങ്ങനെ കല്യാണത്തിന് വേണ്ടി ഖദീജ ബീവി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കൂട്ടത്തില് മലപ്പുറത്തൊന്നും കോഴിക്കോടൊന്നും വേദ പറയുമ്പോൾ നമ്മൾ തോൽക്കുന്ന ഒരു വിഷയമുണ്ട്. ഭാര്യ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നത്. നമ്മൾ തമ്മിലൊരു വഴക്ക് പണ്ടേ ഉള്ളതാണ്. ഞാൻ തൽക്കാലം ഭാര്യ വീട്ടിലല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. കണ്ണൂർക്കാർ വേദ കേൾക്കുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷമായിക്കോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത് ഖദീജ ബീവി എന്ന ഭാര്യയുടെ മണിയറയിൽ ഭാര്യ വീട്ടിലാണ് താമസിച്ചത്. ആ കല്യാണത്തിന്റെയും വലിയ ചാർജൊക്കെ ഖദീജ ബീവി തന്നെ നടത്തിയത് കാണാം. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ഇപ്പുറത്ത് സൽക്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. കല്യാണ സദസ്സിൽ ആളുകൾ ഒരുമിച്ചുകൂടി. അബൂ താലിബിന്റെ കെയർ ഓഫിലുള്ള കാരണവന്മാർ ഖുറൈശികൾ, ബന്ധപ്പെട്ടവർ ഹംസത്തുൽ കറാർ വന്നിട്ടുണ്ട്, അബൂ ലഹബ് വന്നിട്ടുണ്ട്,
അബൂ താലിബ് വന്നിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് വന്നിട്ടുണ്ട്, അങ്ങനെ കാരണവന്മാരായ പ്രമുഖന്മാർ. മറ്റടുത്തുനിന്ന് ഹുവൈലിദ് യഥാർത്ഥത്തിൽ ഖദീജയുടെ ഉപ്പ കുറച്ചു മുൻപ് മരിച്ചുപോയിട്ടുണ്ട് എന്നാണ് പ്രബലമായ അഭിപ്രായം. കൈ കൊടുക്കാനുണ്ടായിരുന്നത് വറഖത്ത് ബിൻ നൗഫലാണ്. അന്നുണ്ട് നിക്കാഹ് അന്നുണ്ട്, രജിസ്റ്റർ വിവാഹമൊന്നും അല്ല. വളരെ മര്യാദക്ക് നിക്കാഹിന്റെ ഖുതുബയിൽ അബൂ താലിബിന്റെ റോളാണ്. അബൂ താലിബ് തന്റെ മകനെ കുറിച്ച് ഒരു നല്ല ഖുതുബ. അൽഹംദുലില്ലാഹ് الذي جعلنا من ذرية إبراهيم وذرية إسماعيل وذرية معد وعنصر مضر وجعلنا حضنة بيته الحرام وسواس حرمه الكرام وجعل لنا بيتا محجونا وحرما آمنا وجعلنا الحكام على الناس. നിക്കാഹിന്റെ ഖുത്ബയാണ്. ഞാൻ അതുപോലെ ഒന്ന് വായിച്ചേ ഉള്ളൂ. ഏകദേശം അർത്ഥ സ്വഭാവത്തിലൊക്കെ വിവാഹത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്ന ബഹുമാനപ്പെട്ട നവവധു നവവരൻ ഇവരെ പറ്റിയാണല്ലോ ചർച്ച വേണ്ടത്. വരനെ പറ്റി വരന്റെ പാർട്ടിക്കാർ പ്രസംഗിക്കും, വധുവിനെ പറ്റി വധുവിന്റെ പാർട്ടിക്കാരും പ്രസംഗിക്കും. അന്നത്തെ സിസ്റ്റമാണത്. റസൂലുള്ളാഹി തങ്ങളെ പറ്റിയുള്ള വർത്തമാനങ്ങൾ സുമ്മ ഇന്ന ഇബ്ന അഖീ ഹാദാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ലാ യൂസനു ബിറജുലിൻ ഇല്ലാ റജഹ ബിഹി ശറഫൻ വനുബുലാ. 25 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട സഹോദര പുത്രനെ മാന്യതയുടെയും സൗന്ദര്യത്തിന്റെയും ശാലീനതയുടെയും തന്റെ ഇടത്തിന്റെയും ഉത്തുംഗതയിലേക്ക് കയറ്റിക്കൊണ്ട് വളരെ ഭംബിച്ച ഒരു പ്രസംഗം. എന്റെ മോൻ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് മറ്റൊരൊറ്റ മാന്യനോടും അളന്നു നോക്കിയാൽ മുഹമ്മദിനെ തോൽപ്പിക്കാൻ പറ്റുന്നവരിന്ന് ആരും രാജ്യത്തില്ല. ബുദ്ധി കൊണ്ട് മുന്നിലാണ്, തന്റെ ഇടം കൊണ്ട് മുന്നിലാണ്, മാന്യത കൊണ്ട് മുന്നിലാണ്. പണത്തിന്റെ കാര്യത്തിൽ എന്റെ മോൻ കുറച്ച് താഴെയാണെങ്കിലും അത് വിഷയമാക്കേണ്ടതില്ല. പണം വരുന്നതും പോകുന്നതുമാണ്. അവസാനം പ്രസംഗത്തിന്റെ ലാസ്റ്റ് വമുഹമ്മദു മൻ ഖദ് അറഫ്തും ഖറാബതഹു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മുഹമ്മദിന്റെ ബന്ധവും കുടുംബവും പാരമ്പര്യവും. വഖദ് ഖതബ ഖദീജ വബദല ലഹാ മാ ആജിലുഹു വആജിലുഹു കദാ ബിമഹരി കദാ വകദാ എന്നൊക്കെ പറയണല്ലോ. അതൊക്കെ അന്നുണ്ട്. ഇത്ര മഹറിന് പകരം ഹുവൈലിദിന്റെ മകൾ ഖദീജയുമായി മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ട സഹോദരപുത്രൻ ഇതാ വിവാഹം ഉറച്ചിരിക്കുന്നു. അത് പ്രഖ്യാപിക്കുകയാണ്. അവസാനം പറഞ്ഞു വഹുവ വല്ലാഹി ബഅദ ഹാദാ ലഹു നബഉൻ അദീം. എന്റെ പ്രിയപ്പെട്ട സഹോദരപുത്രന് ഈ പറഞ്ഞ യോഗ്യതകൾക്കെല്ലാം പുറമെ അവന്റെ കാര്യത്തിൽ ഒരു വലിയ സംഭവം വേറെയുണ്ട്. വഖതറുൻ ജലീലുൻ ജസീം. വരാനിരിക്കുന്ന വലിയ ഒരു ഭാവി എന്റെ മോനുണ്ട് എന്ന് ഞാൻ ഈ സദസ്സിനെ അറിയിക്കുകയാണ്. അതെ, അബ്ദുൽ മുത്തലിബിൽ നിന്നറിഞ്ഞ, ചരിത്രത്തിൽ നിന്നറിഞ്ഞ, അനുഭവത്തിൽ നിന്നറിഞ്ഞ തന്റെ മോന് വരാനിരിക്കുന്ന ഭാവി പ്രതീക്ഷയെപ്പറ്റി അബൂ ത്വാലിബ് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. 20 ഒട്ടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വകയായി ഖദീജ ബീവിക്ക് മഹ്ർ കൊടുത്തു. അതല്ല ഒരഭിപ്രായം, 20 ഒട്ടകത്തിന്റെ പുറമെ 12 ഊക്കിയ സ്വർണവും കൊടുത്തു. അതല്ല 12 ഊക്കിയ സ്വർണമാണ് മഹറായി പ്രഖ്യാപിച്ചത്. അതിന്റെ വിലയായി 20 ഒട്ടകത്തെയാണ് കൊടുത്തത്. രണ്ടഭിപ്രായമുണ്ട്. ഏതായാലും നല്ല ഭാരിച്ച വിലമതിക്കാൻ പറ്റുന്ന നല്ല മഹ്ർ കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് അബൂ താലിബ് പ്രസംഗിച്ചു. ഖദീജ ബീവിയുടെ ഭാഗത്ത് നിന്ന് വറഖത്ത് ബിൻ നൗഫൽ അൽഹംദുലില്ലാഹ് الذي جعلنا كما ذكرت وفضلنا على ما عدت فنحن سادة العرب وقادتها وأنتم أهل ذلك كله وقد رغبنا في الاتصال بحبلكم وشرفكم എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ പ്രസംഗം. നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളെപ്പറ്റി ശരിയാണ്, ഞങ്ങളെപ്പറ്റിയും അങ്ങനെ കുറെയൊക്കെ പറയാനുണ്ട്. നിങ്ങളുടെയും ഞങ്ങളുടെയും കുടുംബം അത്യുന്നതമാണ്. നമ്മുടെ കുടുംബം തമ്മിൽ ബന്ധിപ്പിക്കാനും ഒന്നിപ്പിക്കാനുമുള്ള തീരുമാനം നടപ്പാവുകയാണ്. അതുകൊണ്ട് ഫഷ്ഹദു അലയ്യ മആശിറ ഖുറൈശ് ബിഅന്നി ഖദ് സവ്വജ്തു ഖദീജ മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്. വിവാഹത്തിന്റെ ഔദ്യോഗിക ആധികാരിക പ്രഖ്യാപനം വറഖത്ത് ബിൻ നൗഫൽ അവിടെ പ്രഖ്യാപിച്ചു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പുതുമാരനായി സംബന്ധിച്ച സദസ്സിൽ മഹാനായ റസൂലുള്ളാഹിയുടെ വകയായി 2 ഒട്ടകങ്ങളെ അറുത്ത് വളരെ ക്ഷേമമായ വിഭവ സമൃദ്ധമായ സൽക്കാരം ബന്ധപ്പെട്ടവർക്കും കൂട്ടുകാർക്കും റസൂലുള്ളാഹി നൽകി. ഖദീജ ബീവിയുടെ വീട്ടിലെ കല്യാണ ആഘോഷത്തിന്റെ ഭാഗമായി അവരുടെ വേലക്കാരികൾ ദഫ് മുട്ടുകയും പാട്ടുപാടുകയും ചെയ്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ 25-ാമത്തെ വയസ്സിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന്റെ പങ്കാളിയാകാൻ ലോകത്തേക്ക് വെച്ച് ഏറ്റവും അനുഗ്രഹീതയായ അഫ്വലു നിസാഇൽ ആലമീൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് ഖദീജ ബീവി പറയുകയാണ്, എപ്പോഴും പറയും ഖദീജയുടെ വർത്താനം. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അനങ്ങുന്നതിനൊക്കെ പറയും ഖദീജയുടെ വർത്താനം.
എന്തെങ്കിലും ഒന്ന് ഇളകുമ്പോഴേക്ക് പറയും ഖദീജ അങ്ങനെയായിരുന്നു. അതേ പഴയകാല ഓർമ്മ, തന്റെ ജീവിതത്തിലെ മനസ്സിനെ സ്വാധീനിച്ച ഭാര്യയോടുള്ള ബന്ധം, മരിച്ചുപോയാലും മറക്കരുത്, അകന്നുപോയാലും മറക്കരുത്. ഇതാണ് ഭാര്യയോടുള്ള ഇഷ്ടം, ഇതാണ് സ്നേഹം. എന്നിട്ട് ഒരിക്കൽ ആയിഷ ബീവി പറയാ, എനിക്ക് വല്ലാതെ ചൂട് പിടിച്ചു ഒരു ദിവസം. ആയിഷ ബീവി ഒരു മുതല റളിയല്ലാഹു അൻഹാ. അത് വേറെ ഒരു വർത്താനം. പടച്ച റബ്ബേ, റസൂലുള്ളാഹി തങ്ങളോടൊക്കെ ചിലപ്പോ കേറി വർത്താനം പറയണതൊക്കെ കേട്ടാൽ, സിദ്ദീഖിന്റെ മോളാണ്, റസൂലുള്ളാഹിക്ക് നല്ല പ്രിയപ്പെട്ട വളരെ സ്നേഹപ്പെട്ട പെണ്ണാണ് ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ചെറുപ്പക്കാരിയാണ്. ഒരു ദിവസം ആയിഷ ബീവി പറയാ, എനിക്ക് തോന്നി ഇങ്ങനെ പറയണത്, ഞാനൊരു മറുപടിയാണ് പറഞ്ഞാലോ. പറഞ്ഞു, ഒരൊറ്റ മറുപടി, യാ റസൂലല്ലാഹി തഖൂലു കദാ കദാ ഫീ ശൈഖ എന്ന അർത്ഥത്തിൽ ഒരു കിളവി പെണ്ണായിരുന്നില്ലേ നബിയെ? ഇങ്ങനൊക്കെ പറയാൻ മാത്രമുണ്ടോ മുതല്? അവരൊരു കിളവി പെണ്ണായിരുന്നില്ലേ? വഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹാ, അവരെക്കാൾ ഉത്തമവതികളായ സുന്ദരിമാരെ എത്ര വേറെ ഉണ്ട് നബിക്ക് കിട്ടി. ഞാനൊക്കെ അതാണ് അതിന്റെ പൊരുള്. വേറെ കുറെ ഈ വാക്ക് സത്യത്തിൽ ഖദീജ ബീവി തമാശയായിട്ട്, ആയിഷ ബീവി തമാശയായിട്ട് പറഞ്ഞതാ. ഒരു രസത്തിന് വേണ്ടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമാശ പറയാം. റസൂലുള്ളാഹി നല്ലോ തമാശ അറിയലുണ്ട്. ആയിഷ ബീവിയോടൊക്കെ നല്ല പല തമാശയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആവശ്യമാണെങ്കിൽ പറയാ. റസൂലുള്ളാഹി തങ്ങളോട് ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴതാ അവസ്ഥ മാറിപ്പോയി, മുഖഭാവം മാറിപ്പോയി. റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങോട്ട് ചുമന്നു തുടുത്തു. ഇങ്ങനെ വെറുപ്പും വേദനയുമുള്ള ഒരു ദിവസം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഖദീജ ബീവി ഒരു കിളവി പെണ്ണായിരുന്നില്ലേ എന്ന ഒരു വാക്ക് പറഞ്ഞ കാരണത്താൽ വല്ലാഹി 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 മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ. ആയിഷ മിണ്ടാതിരിക്കൂ, അല്ലാഹു ആണ് സത്യം. ഖദീജയേക്കാൾ ഉത്തമതിയായ ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. ഖദീജ ബീവിയേക്കാൾ ഉത്തമവതിയായ ഒരു പെണ്ണ് ഈ ഉലകത്തിൽ അല്ലാഹു പടച്ചിട്ടില്ല. വല്ലാഹി ഖദ് ആമനത് ബീ ഇദ് കഫറ ബിന്നാസ്. ആളുകൾ മുഴുവൻ എന്നെ എതിർത്ത് നിഷേധിച്ച സമയത്ത് എന്നെ വിശ്വസിച്ച് എനിക്ക് പിന്തുണ തന്ന് എന്നെ അംഗീകരിച്ച പെണ്ണാണ് ഖദീജ. വസദ്ദഖത്നി ഇദ് കസ്സബനിന്നാസ്. ആളുകൾ മുഴുവൻ എന്നെ കളിയാക്കി നിഷേധിച്ചപ്പോഴും എന്റെ സത്യത്തെ അംഗീകരിച്ച് കൂടെ പിന്തുണ തന്ന പെണ്ണാണ് ബീവി ഖദീജ. വആവത്നി ഹീന തറദനിന്നാസ്. എന്റെ നാട്ടുകാരും കുടുംബക്കാരും എന്നെ ബഹിഷ്കരിച്ച് മാറ്റിവെച്ചപ്പോഴും എന്റെ ജീവിതത്തെ ഏറ്റെടുത്ത് സഹകരിച്ചു കൊണ്ടു നടന്നവളാണ് ബീവി ഖദീജ. വവാസത്നി ബിമാലിഹാ ഇദ് ഹറമനിന്നാസ്. ജനങ്ങൾ അവരുടെ സൗകര്യങ്ങളും സമ്പത്തും എനിക്ക് നിഷേധിച്ചപ്പോൾ അവളുടെ മുഴുവൻ സ്വത്തും മുഴുവൻ സമ്പാദ്യവും എനിക്ക് വേണ്ടി നീക്കിവെച്ച് എന്നെ സഹായിച്ച പെണ്ണാണ് ബീവി ഖദീജ. വറസഖനില്ലാഹു മിൻഹാ മിനൽ ഔലാദി ഇദ് ഹറമനി ഔലാദൻ നിസാ ഇദ് ഹറമനി ഔലാദൻ നിസാ. മറ്റു ഭാര്യമാരിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ അല്ലാഹു തആല എനിക്ക് നിരോധിച്ചപ്പോൾ അവരിൽ നിന്നാണ് അല്ലാഹു എനിക്ക് സന്താനങ്ങളെ തന്നത്. അതേ റസൂലുള്ളാഹി തങ്ങളുടെ മക്കൾ മാരിയത്തുൽ ഖിബ്തിയ്യത്തുണ്ടായ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാത്ത മുഴുവൻ മക്കളും ഖദീജ ബീവിയിൽ നിന്നാണല്ലോ ഉണ്ടായത്. ഭാര്യമാരിൽ നിന്ന് വേറെ മക്കൾ ഉണ്ടായിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വിവാഹം ചെയ്ത മാരിയത്തുൽ ഖിബ്തിയ്യയിൽ നിന്ന് ഭാര്യ എന്ന ഭാര്യയിൽ നിന്നാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായത്. ബാക്കി ആയിഷ, സൗദ, ഉമ്മു ഹബീബ, ഹഫ്സ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ അവരിൽ നിന്നൊന്നും റസൂലുള്ളാഹിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പഴയ കഥകൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇതിങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ആയിഷ ബീവി പറയാണ്, ഞാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി, റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചല്ലോ എന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായത്. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, അപ്പോൾ ഞാൻ സത്യം ചെയ്തു തീരുമാനിച്ചു, ഇനി മേലിൽ ഖദീജ ബീവിയെ പറ്റി ഒരു വാക്കും റസൂലുള്ളാഹിയോട് ഞാൻ പറയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഈ ഒരു ബന്ധം റസൂലുള്ള പുലർത്തിയത് നോക്ക്. മദീനയിലെത്തി, ലോകത്തിന്റെ രാജാവായി അറേബ്യ റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരിയായ റസൂലുള്ള ഖദീജ എന്ന് കേൾക്കുമ്പോഴേക്ക് കരയും. ഖദീജയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പടപ്പിനെ കാണുമ്പോഴേക്ക് കരയും. ഖദീജയുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഗതിയും ചെയ്യും. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി പോയിട്ടും അവരുടെ പരലോക ഗുണത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മരിച്ചുപോയവരെ അനുസ്മരിക്കാൻ വേണ്ടി അറക്കാൻ പറ്റുമോ?
ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെ ആണ്ട് വരാൻ പോവാണ്. ബദരീങ്ങളുടെ പദവിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ, ബദരീങ്ങളുടെ ആൾക്കാർ ഇൻഷാ അല്ലാഹ് പോത്തും കോഴിയും ആടിനെയും ഒക്കെ ഇറക്കൂ. ബീവി ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഓർമ്മയ്ക്ക് അവരുടെ പേരിലുള്ള സദഖ ചെയ്യാൻ സഹീഹുൽ ബുഖാരിയിൽ കാണാം. റസൂലുള്ളാഹി തങ്ങൾ ആടുകളെ അറുത്തിട്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് ഖദീജ ബീവിയുടെ ചങ്ങാതിച്ചിമാർക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുമായിരുന്നു. ഖദീജ ബീവിയെ കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട്. അവസാനം ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സന്ദർഭം, അത് പറയാൻ ഇവിടെ സന്ദർഭം പോരാ. വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി പോയ സംഭവമുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് സന്ദർഭം എത്തുമ്പോൾ നമുക്ക് പറയാം. ഇരിക്കട്ടെ, റസൂലുള്ളയും ഖദീജ ബീവിയും തമ്മിലുള്ള സ്നേഹസമൃദ്ധമായ വിവാഹം നടക്കുന്നു. ആ വിവാഹത്തോടുകൂടി മക്കളുണ്ടായതും കുട്ടികളുണ്ടായതും ഒക്കെ പറഞ്ഞു. അന്ന് മുതൽക്ക് റസൂലുള്ള ആഫിയത്തിലായി, റാഹത്തിലായി. ഉടനെ തന്നെ അതാ പ്രത്യുപകാരം. നോക്ക് നിങ്ങൾ, അതൊക്കെയാണ് റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓറലായിട്ട് കേട്ടാ പോരാ. സത്യത്തിൽ എനിക്ക് അതൊക്കെ പറയാൻ ആ പൂതി, പക്ഷെ സദസ്സ് അത് ഉൾക്കൊള്ളൂല. ബുദ്ധിപരമായി റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമാന്മാരായ ആളുകൾ കണ്ടെത്തേണ്ട ചില നിരൂപണങ്ങളുണ്ട്. അതൊന്നും പറയാൻ പക്ഷെ പറ്റൂല. അതൊക്കെ പറയുമ്പോഴേക്ക് അതൊന്നും മനസ്സിലാവൂല. നീണ്ട കഥ ഇങ്ങനെ കേൾക്കുമ്പോഴേ ആളുകൾക്ക് സന്തോഷമാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മഖ്ലൂക്കിന്റെയും ആനുകൂല്യം പറ്റി ജീവിച്ചിട്ടില്ല. അത് മുഴുവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടോ കുറെ കാര്യങ്ങൾ? ഇനി നോക്ക് നിങ്ങൾ, അബൂ താലിബിന്റെ കസ്റ്റഡിയിൽ ആ ചെറുപ്പത്തിൽ ജീവിച്ച് അബൂ താലിബ് നബിക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. ഉപകാരം, ഭക്ഷണം കൊടുത്ത് പോറ്റിയിട്ടുണ്ട്. അബൂ താലിബിന്റെ കസ്റ്റഡിയിൽ ജീവിച്ച കാലത്തിന് പ്രത്യുപകാരം ചെയ്യണം. ഖദീജ ബീവിനെ പുതിയണ്ണായി കിട്ടി, റാഹത്തായി. ഖദീജ ബീവിയുടെ കൂടെ സാമ്പത്തികമായി ഉയർന്നു. ആ സമയത്ത് റസൂലുള്ളാഹി ആദ്യം ചെയ്ത പണി എന്താ അറിയോ? 25 വയസ്സ് കഴിഞ്ഞ റസൂലുള്ളാഹി ചെല്ലുന്നു അബ്ബാസിന്റെ വീട്ടിലേക്ക്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിന്റെ പിതൃവ്യനാണ്. അബ്ബാസിനോട് പറഞ്ഞു, അബ്ബാസ് എന്നോരെ, ഞാൻ വന്നത് ഒരു നല്ല വർത്താനം പറയാനാ. എന്റെ നമ്മളെ എളാപ്പുണ്ടല്ലോ, നിങ്ങളെ അനുജൻ അബൂ താലിബ്, കുട്ടികളും മക്കളും ധാരാളമുണ്ട്. അവരെ പോറ്റാനുള്ള സാമ്പത്തിക വഴിയും കഴിവും ഇല്ലല്ലോ മൂത്താപ്പക്ക്. അതുകൊണ്ട് നമ്മൾ രണ്ടാളും അബൂ താലിബിന്റെ അടുത്തൊന്ന് പോകുക, പിതൃവ്യന്റെ അടുത്ത് പോകുക. എന്നിട്ട് അവരുടെ ഒരു കുട്ടിയെ ഞാനും ഏറ്റെടുക്കുക, ഒരു കുട്ടി നിങ്ങളും ഏറ്റെടുക്കുക. എന്നാൽ 2 കുട്ടികളുടെ ചെലവ് കൊടുക്കാതെ അബൂ താലിബിന് രക്ഷപ്പെടാലോ. എന്താ അതിന്റെ പൊരുള്? ഇതൊക്കെ ആണ്ട് പറഞ്ഞാ പോരാ. ഇതിന് നമ്മളെന്ത് മനസ്സിലാക്കണം? എന്നെ ഇങ്ങോട്ട് പോറ്റി വളർത്തിയ ഒരു കടപ്പാട് അബൂ താലിബ് എന്ന മൂത്താപ്പ ചെയ്തിട്ടുണ്ട്. അതിന് പകരം തിരിച്ചു കൊടുക്കണം. അങ്ങനെ അബ്ബാസ് പറഞ്ഞു, നല്ല സ്വഭാവ മോനെ, എനക്കെങ്ങനെങ്കിലും ഈ ആദ്യ ഉപദേശം, എല്ലാ ഉപദേശവും ഇങ്ങനെ തന്നെയാ. സാധുക്കളെ രക്ഷിക്കുക, വിധവകളെ രക്ഷിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, കുഴിച്ചുമൂടെ പെടുന്ന പെൺകുട്ടികളെ പോയി രക്ഷപ്പെടുത്തുക, അടിമകളെ മോചിപ്പിക്കുക, സാധുക്കളെ സഹായിക്കുക. ഇതാണ് റസൂലുള്ളാഹിയുടെ ജീവിത വ്രതം. അങ്ങനെ അബൂ താലിബിന്റെ അടുത്ത് ചെന്നു, അബ്ബാസിനെയും കൂട്ടിയിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, ഇക്ക, യാ അമ്മി, കുറെ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു മോനെ ഞാൻ പോറ്റിക്കോളാം, ഒരു മോനെ അബ്ബാസും പോറ്റിക്കോളും. ഇതിങ്ങോട്ട് കേട്ടപ്പോ അബൂ താലിബ്, നിങ്ങളിപ്പോ അതിന് വന്നതാ, എന്നാലേ ചെറിയ മോനെ അക്കീൽ ഇവിടെ നോട്ടെ, ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി, യാതൊരു പ്രശ്നവുമില്ല. ആ സാധു കുട്ടികളെ പോറ്റിയിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. കുറെ കുട്ടികളുണ്ട്. ഏതായാലും റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് നല്ലേനെ നോക്കിയൊന്ന് എടുക്കാം. മുഖത്ത് കളിച്ച് ചിരിച്ച് ഓടിങ്ങനെ നടക്കുന്ന വളവന്മാര്, കുസൃതി പയ്യന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വിത്ത് തെരഞ്ഞെടുത്തു. ഏതാ വിത്ത്? അഖില ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത് വരാതിരിക്കാൻ പറ്റൂല നമ്മുടെ സമ്മേളനത്തിൽ, ഇൻഷാ അല്ലാഹ് വരണം. സയ്യിദുനാ അലി എന്ന പിഞ്ചു ബാ മോനെ അടുത്തേക്ക് വിളിച്ചു. അലിക്കാണെങ്കിലോ പെരുന്നാളായ സന്തോഷം. കാരണം എന്തെന്നാ, ഖദീജ ബീവിന്റെ പുറക്കല്ലേ പോണത്. എല്ലാ അർത്ഥത്തിലും അബൂ താലിബിന്റെ അനിയൻ അബ്ദുല്ലാഹിയുടെ മകൻ റസൂലുള്ളാഹി സ്വാഭാവികമായി ഉപ്പാടെ സ്ഥാനത്താ. അപ്പൊ അബൂ താലിബ് ഇങ്ങോട്ട് പോറ്റിയതിന് അതേ ബന്ധത്തിൽ അലി ഏറ്റെടുത്തു. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജാഫർ ബിൻ അബി താലിബിനെ ഏറ്റെടുത്തു. ജാഫർ അവിടെയും വളർന്നു. അലി റളിയല്ലാഹു അൻഹു ഖദീജ ബീവിയുടെ വീട്ടിലും. നോക്ക് നിങ്ങൾ, ആ ഖദീജ ബീവിയുടെ വീട്ടിൽ പോറ്റുമ്പോഴേ പരിപാടിയാ. ഭാര്യയും ഭർത്താവ് ഉമ്മിയും ബാപ്പിയാ പ്രേമിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മിയും ബാപ്പിയാണ് പ്രേമിച്ചത്. മനസ്സിലായില്ലേ പറഞ്ഞ്? പ്രേമെന്ന് കേൾക്കുമ്പോഴേക്ക് പേടിച്ചൊന്നും വേണ്ട, അതിന് സ്നേഹം എന്നാ. കുറച്ചൊക്കെ പ്രേമിച്ചു വിട്ടെന്ന് പറഞ്ഞില്ല പണ്ടൊരാള്. അതല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. തങ്ങളുടെ വളർന്നു വരുന്ന പൊന്നോമന മകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് ഈ ഉലകം അവസാനിക്കുന്ന ആൾ വരെ മക്കൾ ബാക്കിയാവുന്നത് ഈ പരമ്പരയില. വേറൊരു പരമ്പരയിലും അല്ലാഹു തആല അത് കളാക്കിയിട്ടില്ല. ഫാത്തിമാന്റെ മക്കൾ ഫാത്തിമത്തല്ലത്തി من أمها نال المنى والسود بمحمد وببنته وببالها ببنيهما الحسنين
അലാമിൽ ഹുദാ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പോൾ ആ ഭാഗമാണ് പറഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ നിൽക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയുമായുള്ള ആ സ്നേഹബന്ധത്തിന് ശേഷം സാമ്പത്തികമായി റാഹത്ത് വന്നു, ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്തു. നിരവധി അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിച്ചു. കടം വീട്ടാൻ കഴിയാത്തവർക്ക് കടം കൊടുത്തു. ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളുമായി 25 മുതൽ 40 വരെയുള്ള വയസ്സിൽ ഏറ്റവും മാന്യനായി. ആ കൂട്ടത്തിൽ നിന്നാണ് ഒരു സംഭവം, അതും കൂടെ പറയാതിരുന്ന അപകടമായി പോകും. 35-ാമത്തെ വയസ്സ്, ക്രിസ്താബ്ദം 605. ആ സമയത്താണ് കഅബാലയം പുതുക്കിപ്പണിതു. അത്ര പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും ഇപ്പൊ പറയണ്ട. പുതുക്കിപ്പണിതു നമുക്കൊക്കെ ഉറപ്പ് തന്നെയാ. കഴിഞ്ഞ കൊല്ലം പുതുക്കിപ്പണിതുകണ്. കഴിഞ്ഞ കൊല്ലം ഫാദിരാജാവിന്റെ വക ഞാനുണ്ടായിരുന്നു അവിടെ. അത് പണിക്കൊന്നും ഞാനില്ല, ഞാൻ ആ പുറത്ത് തവാഫ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് 35 വയസ്സുള്ളപ്പോൾ ഖുറൈശി സമൂഹം കഅബാലയത്തെ പുനരുദ്ധരിച്ചു. അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തറയുടെ കുറച്ച് ഭാഗം അവിടെ വെച്ചിട്ടു. ശുദ്ധമായ പണത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ ഇപ്പൊ കഅബത്തിന്റെ ഉള്ളിൽ പോകാനുമായി. ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ പോയാൽ കഅബത്തിന്റെ ഉള്ളിൽ പോയില്ലേ, അതിപ്പോഴും ഫ്രീ ആയി ഓപ്പൺ എയറിൽ കിടക്കുക. ഇരിക്കട്ടെ, അതൊക്കെ പറഞ്ഞാൽ ഹജ്ജ് ക്ലാസ് ആയി പോകും. അത് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാ. റസൂലുള്ളാഹി തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാ കല്ല് കൊണ്ട കൊടുക്കുന്നത്. റസൂലുള്ളാഹി, അബ്ബാസ്, അലി, ജാഫർ റളിയല്ലാഹു അൻഹു വലിയ വലിയ വോളണ്ടിയർമാർ. ആ കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ തുണി കഴിച്ച സംഭവം ഉണ്ടായത്. റസൂലുള്ളാഹി തങ്ങൾ ബോധരഹിതനായി വീണത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അങ്ങനെ കഅബന്റെ പണിയൊക്കെ ഉയർന്നു. ഒരു പോയിന്റിലെത്തി, ഹജറുൽ അസ്വദ് വെക്കണം. ഹജറുൽ അസ്വദ് വെക്കുക എന്ന വലിയൊരു സംഗതിയാ. അത് അവർക്കും അങ്ങനെ തന്നെയാണ്. ഹജറുൽ അസ്വദിനെ ബഹുമാനത്തോടെ കാണുന്ന അറബികൾ അടിയായി, പിടിയായി, ബഹളായി, ഒച്ചപ്പാടായി. വെക്കുന്ന ഞാനാ വെക്കേണ്ട, അല്ല നിങ്ങളാ വെക്കേണ്ട. കുടുംബക്കാർ തമ്മിൽ തല്ല്. അവസാനം കാരണന്മാർ തമ്മിൽ സംഭാവന പിരിവിൽ കുടുങ്ങിയ മാതിരി. എന്റെ പേരാണ് ആദ്യം എഴുതേണ്ടിയാണ്. കാരണം കാരണന്മാർക്ക് ഉണ്ടാവില്ല, 10 ഉറുപ്പിയും കൊടുക്കും, എല്ലായിടത്തും പേര് പറയുമാണ്, എഴുതുമാണ്, അച്ചടിക്കുമാണോ. അവസാനം മൊയ്ലാർ പറഞ്ഞ് നമ്മൾ വട്ടത്തിലാണ്ട് എരിക്കാളുക. എന്നാ പിന്നെ ആദ്യം ആര് അവസാനം ആര് സംസാരിക്കാൻ കഴിയില്ല. ഇവിടെ ഹജറുൽ അസ്വദ് എടുത്തു വെക്കേണ്ടത് ആരാന്നുള്ള കാര്യത്തിൽ തർക്കോ. അടിപിടി എത്തി. കഅബത്തിന്റെ മുറ്റത്തിൽ ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കണോല്. അല്ലെങ്കിൽ അടിയുണ്ടാലൊക്കെ റമദാൻ മാസത്തിലു, അടിയുണ്ടാലൊക്കെ പള്ളി പഠിക്കുമ്പോൾ ദിവസം പണിക്കുക. അപ്പോഴാണല്ലോ ശൈത്താൻ സജീവാകല്. ഹജറുൽ അസ്വദിന്റെ കാര്യത്തിൽ അടിയുണ്ടായി. 5 ദിവസം തുടർന്നു. വരും ആരാ വെക്കണ്ടേ എന്നുള്ള തർക്കം ഉണ്ടാവും. അബൂജാഹിൽ കാക്കയക്കല്ലേ കാരണവര്, പിന്നെ അവിടെ അടിയില്ലാതിരിക്കോ? ആകെ കുഴപ്പം. അവസാനം 5 ദിവസം തീരുമാനമാകാതെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാ, നമ്മൾ ഇവിടെ എല്ലാവരും ഇണ്ടാതെ അങ്ങനെ നിൽക്കുക. ഇപ്പോൾ ആ അതൊക്കെ കൂടെ അങ്ങോട്ട് വരുന്ന ഒരാൾ ആര് വന്നാലും തിരക്കടില്ല. ആ വരുന്ന ആളെ അവര് പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇതൊരു അവസാനമാണല്ലോ. അള്ളാഹ് ഓലെ കൽബ് തോന്നിപ്പിച്ചു കൊടുക്കാണത്. വരുന്ന ആൾ ആരാരും വേണ്ടില്ല. അത് നല്ല ഐഡിയ. എന്നാ പിന്നെ നമ്മളെ കുടുംബം നിങ്ങളെ കുടുംബം എന്നൊന്നും പറയണ്ട. ആരാണോ ആദ്യം മുന്നോട്ട് വരുന്നത് പുറത്ത് ദൂരത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ കാത്തിരിക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ അങ്ങോട്ട് കണ്ടപ്പോ ചങ്ങാതിമാര് പറയും, അൽ അമീൻ പറ്റിയ മോനാ. കണ്ട ഇതെന്തിനാ? ഈ അബൂജഹലിന്റെ തൊള്ളയില് റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യത്തിന് അൽ അമീനാന്ന് പറയിപ്പിക്കണം. അതിന് ചെയ്ത പണിയാ. അതാണ് ചിന്തിക്കേണ്ടത്. ആ കൂടിയ 10,000 ആളുകൾക്ക് മനസ്സിലായാലോ മുഹമ്മദിന് ഒരു കാര്യത്തിന് പറ്റുന്നു. അബൂജഹലിന്റെ തൊള്ളോണ്ട് അൽ അമീൻ പറയിപ്പിച്ചു അല്ലാഹു തആല. അത് പരസ്യമാക്കി. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു. റസൂലുള്ളാഹി തങ്ങൾ അടുത്തേക്ക് എടുത്തപ്പോൾ ഇവർ പറഞ്ഞു, കാരണവന്മാര് പറഞ്ഞു, മോനെ അന്നെ പറ്റൂ, അബ്ദുൽ മുത്തലിബിന്റെ പൗത്രനാണ്, അൽ അമീനാണ്, കളവ് പറയലില്ല, കുഴപ്പമില്ല, സംഗതിയൊക്കെ നല്ലതാ. അതുകൊണ്ട് ഈ കേസ് തീരുമാനിക്കണം. റസൂലുള്ളാഹിയാണെങ്കിലോ ഇത് നേരത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന മാതിരി ആണ്. അങ്ങോട്ട് അത് ശരിയാ, നമുക്ക് ശരിയാക്കാലോ. എത്ര പെട്ടെന്ന്. അതിബുദ്ധി, ചെറിയ ബുദ്ധിയൊന്നുമല്ല. ഇത് കേട്ടപ്പോ അത് ഞാനാണെങ്കിലും നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ സാധിക്കൂല ഹബീബേ. ഇത് കഥ കേട്ടതിന് ശേഷം നമുക്ക് സാധിക്കൂ. ഇനി ഇങ്ങനത്തെ ഒരു തർക്കം ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഓക്കെ ആയിരിക്കും. ഇതേ തർക്കത്തിലൊരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ തോളത്ത് വെച്ച വലിയ വിരിപ്പ്, വലിയൊരു മുണ്ട് അവിടെ വിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കല്ല് എല്ലാരും കൂടി ഇങ്ങോട്ട് എടുത്തേക്ക്, മുണ്ടിൽ കെടുത്തേച്ച്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഓരോ കുടുംബ തലവന്മാരും ഈ മുണ്ടിന്റെ ഓരോ ഭാഗം പിടിക്കുകയാണ്. എന്താ ഐഡിയ! ഇങ്ങനെ കാരണന്മാരൊക്കെ ഇങ്ങനെ ആക്കിയ സമയമാണ്. വല്ലാത്ത സന്തോഷത്തിൽ എല്ലാവർക്കും അഭിമാനം. എല്ലാവരോടും പറഞ്ഞു പൊക്കിക്കോളിയും. എന്നാ ആരും ഒഴിവാകൂല. കാരണന്മാരും കുടുംബക്കാരും ഹജറുൽ അസ്വദ് വെച്ച ആ മുണ്ട് പൊന്തിച്ചു. എല്ലാവർക്കും കഞ്ഞി കുടിച്ച്, എല്ലാവരും പാക്കഞ്ഞും കുടിച്ച്, എല്ലാവർക്കും റാഹത്തുമായി. ഹജറുൽ അസ്വദിന്റെ വെക്കേണ്ട സ്ഥലത്ത് കിടത്തിയപ്പോ റസൂലുള്ളാഹിന്റെ കയ്യോണ്ടേ അതേ ഇബ്രാഹിം നബിയുടെ ബാക്കി പത്രം അക്കല്ല അവിടെ ആദ്യം വെച്ചോന്റെ ബാക്കിയുള്ള വെക്കണതേ. സയ്യിദുനാ റസൂലുള്ളാഹി ഹജറുൽ അസ്വദ് അങ്ങോട്ട് എടുത്തു വെച്ചു. ആ കാലഘട്ടത്തിൽ സംഭവം കണ്ടുകൊണ്ടിരുന്ന ഹുബൈറത്ത് ഇബ്നു അബൂ വഹബുൽ മഖ്സൂമി എന്ന ആ കാലഘട്ടത്തിലെ മഹാകവി ആ രംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് പാട്ടുപാടിയിട്ടുണ്ടല്ലോ. തശാജറത്തിൽ അഹ്യാഉ ഫീ ഫളി ഖുത്തതി ജറത് തൈറുഹും ബിന്നഹ്സി മിൻ ബഅദി അസ്രി റലീനാ വഖുൽനൽ അദ്ലു അവ്വലു താലിഇ യജീഉ മിനൽ ബത്ഹാഇ മിൻ ഗൈരി മൗഇലി
ഫലം യഫ്ജനാ ഇല്ലൽ അമീനു മുഹമ്മദു ഫഖുൽനാ റളീനാ ബിൽ അമീനി മുഹമ്മദി. ഇസ്ലാമിന്റെ മുമ്പുണ്ടാക്കിയ പാട്ടാ. റസൂലുള്ളാഹി തങ്ങൾക്ക് നബുവത്ത് വെളിപ്പെടുന്നതിന് മുമ്പുണ്ടാക്കിയ പാട്ടാ. അതിലാ പറഞ്ഞ അമീനാണ്, മുഹമ്മദാണ്, അവരെ ഞങ്ങൾ സമ്മതിച്ചു. ഫജാഅ ബിഅംദിൻ ലം യറന്നാസു മിസ്ലഹു ആളുകൾക്ക് തൃപ്തമായ തീരുമാനം മുഹമ്മദ് എടുത്തു. അങ്ങനെ ഹജറുൽ അസ്വദ് വെക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. 40 വയസ്സോടടുക്കുന്നത് വരെ വളരെ വിശ്വസ്തമായ സംഭവങ്ങൾ കുറെ പറയാനുണ്ട്. തൽക്കാലം അവിടെ നിർത്തുന്നു. 37 വയസ്സായി. അപ്പോഴേക്ക് അവസ്ഥക്ക് വല്ലാത്ത മാറ്റം വന്നു, വളരെ കൂടുതൽ മാറ്റം വന്നു. പലരും പഠിച്ചു വെച്ചത് 40ാമത്തെ വയസ്സിൽ പോയി വന്നപ്പോ ആരോ ഒരാൾ വന്ന് ഇഖ്റ ബിസ്മി എന്നാ പൊയ്ക്കോറൻ. അങ്ങനൊന്നും അല്ല. അതിന്റെ മുമ്പൊക്കെ പലതും നടന്നു. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ നുബുവത്തിന്റെ സാക്ഷാത്കാരം ഹിറാ ലമ്മാ തമശാ ബിൽ ഹിജാസി ഹകീമുഹു قلت قال به وقام حراء صلى الله عليك يا سيدنا يا رسول الله. إن شاء الله നുബുവത്ത് വെളിപ്പെട്ട നിർണായകമായ ഘട്ടം മറ്റന്നാള്. നാളെ നമുക്ക് പറയാനുള്ളത് വെള്ളിയാഴ്ച രാവ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം. ഇൻഷാ അല്ലാഹ് വർത്തമാനം കൊണ്ടെങ്കിലും കാണാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല ഖൈറാക്കി തരട്ടെ. അവിടുത്തെ അവയവം, മുഖം, ചിരി, മുടി എത്രണ്ണം നരച്ചിരുന്നു? ആദ്യം നരച്ച മുടി ഏതാണ്? അവിടുത്തെ അവയവങ്ങളുടെ അസാമാന്യ കഴിവ് നാളെ റസൂലുള്ളാഹിന്റെ ഒറിജിനൽ ചരിത്ര ഷമായിലാണ്. അത് കാണാനും കേൾക്കാനും മൂമിനിങ്ങൾക്കൊക്കെ സ്നേഹം ഉണ്ടാവും. കൂട്ടത്തില് പാട്ടപ്പിരിവിന് നല്ലോണം പൈസ ഇടണം. അതിന്റെ പുറമെ എനിക്ക് ചെറിയൊരു തിടുക്കുണ്ട്. അതുകൊണ്ട് നാളെ വേറെയും കുറച്ച് പൈസ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവാണല്ലോ. പാട്ടപ്പിരിവ് നാളില്ല, അത് എനിക്ക് വേണ്ടി വഴിമാറിയതാ. എന്നാൽ തോനെ കൊണ്ടുവരണം. അതുകൊണ്ട് എല്ലാവരും എനിക്കും വേണ്ടി എന്നാ ബേജാറൊന്നും വേണ്ട, ഞങ്ങൾക്ക് തരാൻ മാത്രമൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടുള്ളത് തന്നെയാ. പക്ഷെ വേറെ സ്വകാര്യം പറയേണ്ടത് നാളെ പറയുള്ളൂ. അള്ളാഹു തആല എല്ലാം ഖൈറാക്കി തരട്ടെ. നാളെ റസൂലുള്ളാഹി തങ്ങളുടെ ശമായിൽ യഥാർത്ഥത്തിൽ നോക്കിയിട്ടും പറഞ്ഞിട്ടും അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് റസൂലുള്ളാഹിന്റെ ശമായിൽ. അവിടുത്തെ രൂപ ലാവണ്യം, അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ ആ മുഖാഭംഗ വള്ളത്തോട് പോലും വർണ്ണിച്ചിട്ട് എവിടെ എത്തി റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് നാളത്തെ നമ്മുടെ സദസ്സ് അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. നമുക്ക് 3 സ്വലാത്ത് ചൊല്ലി നിർത്താം അല്ലേ?